വരൂ നമുക്ക് എവിഡൻസ് ഉണ്ടാക്കാം എന്നാണ്. അപ്പൊ ഈ എവിഡൻസ് എങ്ങനെ ഉണ്ടാക്കുന്നത്? ഒരാൾ വരുന്നു, അയാൾക്കൊരു മുഴ. അപ്പൊ മുഴയ്ക്ക് മുന്നേ അല്ലെങ്കിൽ മുഴ ഉള്ള സമയത്ത്, ചികിത്സിക്കുന്ന സമയത്ത്, മരുന്ന് കൊടുക്കുന്നതിന് മുന്നേ ഒരു ഫോട്ടോ എടുത്ത് വെക്കും. എന്നിട്ട് ചികിത്സ കഴിഞ്ഞ് കുറെ നാൾ കഴിയുമ്പോൾ രണ്ടാമതൊരു ഫോട്ടോ എടുക്കും. അപ്പൊ ഈ ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചർ, അതായത് മുന്നേ ഒരു ചിത്രം പിന്നീട് ഒരു ചിത്രം, ഈ രണ്ട് ചിത്രം വെച്ചിട്ടാണ് ഇതിന്റെ തെളിവായിട്ട് മാറ്റുന്നത്. ഇതാണോ തെളിവ്? ഇത് തെളിവായി നമുക്ക് കണക്കാക്കാൻ പറ്റും. ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഈ പെൺകുട്ടി 19 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ ഒരു വീഡിയോ ആണ്, സിദ്ധ വൈദ്യന്മാരെ നടത്തുന്ന വീഡിയോ. ആ വീഡിയോയിൽ അവർ പറഞ്ഞത് ബൊറാക്സ് എന്ന് പറയുന്ന ആ ഒരു കെമിക്കൽ, ആ ഒരു സാധനം, അത് കഴിച്ചു കഴിഞ്ഞാൽ തടി കുറയും എന്ന് അതിനകത്ത് പറഞ്ഞു. അപ്പൊ ഈ ബൊറാക്സിന്റെ ഒരു സോൾട്ട് അവർ എടുത്ത് കഴിക്കുന്നു. ഈ പെൺകുട്ടി കഴിക്കുകയാണ്, കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നു, ആള് മരണപ്പെടും. ഇതിനുശേഷം എന്താ സംഭവിച്ചത് വേറെ ഒന്നുമല്ല, കുട്ടി മരിക്കാനുള്ളത് മരിച്ചു, വീഡിയോ അവർ മുക്കി. ഇപ്പൊ ഹോമിയോ മരുന്ന് ഒരു ഹോമിയോ കഴിക്കാൻ കൊടുത്തത് കഴിച്ചിട്ട് ഒരാൾ മരിച്ചാൽ നമ്മൾ എന്താ പറയാ? അതാ ഡോക്ടറുടെ കുഴപ്പമാണോ അതോ ഹോമിയോപ്പതിയുടെ കുഴപ്പമാണോ? ഹോമിയോ മരുന്നാണോ കഴിക്കുന്നത്? വെറുതെ എല്ലാം മാറാതെ. എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇപ്പോൾ നിങ്ങൾ ഇവിടെ കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇവിടെ ഇല്ലാത്ത ആളുകൾക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. പറ്റുകയാണെങ്കിൽ ലോകം മുഴുവൻ അറിയേണ്ട കാര്യമാണ്. പക്ഷെ നമുക്കിപ്പോ എല്ലാവരോടും ഒരുമിച്ച് ഒറ്റയ്ക്ക് പറയാൻ കഴിയും. അപ്പൊ പറ്റുന്ന പോലെ അത് എത്തിക്കാൻ നോക്കാം. ഏതായാലും ഇവിടെ ഇങ്ങനെ ഒരു പരിപാടിക്ക് ക്ഷണിച്ചതിനും സംസാരിക്കാൻ ഒരു അവസരം തന്നതിനൊക്കെ വലിയ നന്ദി അറിയിക്കുന്നു. കോളേജ് ഭാരവാഹികൾ, ഇതിന് മുൻകൈ എടുത്ത ആളുകൾ, പിന്നെ ഇതുപോലൊരു പരിപാടി ഇപ്പൊ നമ്മളൊക്കെ കോളേജിൽ പഠിച്ചിരുന്നപ്പോ ഇതുപോലുള്ള ഇവന്റ്സ് ഒക്കെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. നമ്മളെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും, പക്ഷെ അതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് സത്യത്തിൽ ഈ ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ ഒരു മികച്ച മാതൃകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതിന് മുൻകൈ എടുക്കുന്ന കോളേജ് യൂണിയന്, അതുപോലെ ഇതിന് വന്നു ചേർന്ന എല്ലാവർക്കും ഒരു കയ്യടി നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം. അപ്പോ ഈ ഒരു കാര്യം നമ്മളിവിടെ പറയുമ്പോൾ, സ്യൂഡോ മെഡിസിൻ എന്ന് പറയുന്ന ഒരു വാക്ക്, അത് നമ്മളിവിടെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലൂടെ വരേണ്ടതുണ്ട്. അപ്പൊ അത് എന്താണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളത് സംബന്ധിച്ചിട്ടൊരു ചെറിയൊരു ധാരണ. മെഡിസിൻ എന്ന് പറയുന്നത് എന്താണ്, സ്യൂഡോ മെഡിസിൻ എന്ന് പറയുന്നതിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം മെഡിസിൻ എന്താണെന്ന് നമ്മൾ അറിയണം. പിന്നെ ഈ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ അല്ലെങ്കിൽ സ്യൂഡോ മെഡിസിൻ എന്ന് പറയുന്നതിനെ നമ്മൾ ഇന്ന് കൂടുതലും വിളിക്കാറുള്ളത് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്നുള്ള പേരിട്ടിട്ടാണ് നമ്മൾ വിളിക്കാറുള്ളത്. രണ്ടും ഒരേ സാധനം തന്നെയാണോ വെച്ചാൽ ആണ്, പക്ഷെ കൂടുതലും സ്യൂഡോ മെഡിസിൻ എന്ന് പറയുമ്പോൾ അതൊരു മോശം പേരാണല്ലോ. അപ്പൊ അത് അധികം ആരും ഉപയോഗിക്കില്ല. ഇപ്പോ സർക്കാർ മേഖലയിലോ അല്ലെങ്കിൽ പോളിസി ഡോക്യുമെന്റ്സിലൊക്കെ അതിനെക്കുറിച്ച് പറയുന്ന സമയത്ത്, ഇപ്പൊ ആയുർവേദം, ഹോമിയോ എന്നൊക്കെ പറയുന്ന സംഗതി, അത് പറയുന്ന സമയത്ത് അതിന് സ്യൂഡോ മെഡിസിൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ വക്താക്കൾ അടിക്കും. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒരു ഓമന പേരിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് ഈ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് പറയുക, അല്ലെങ്കിൽ സമാന്തര വൈദ്യം എന്ന് പറയുന്ന ഒരു സംഗതി. പിന്നെ കോംപ്ലിമെന്ററി ആൻഡ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്ന ഒരു ഒഫീഷ്യൽ ടേം തന്നെയുണ്ട്. WHO ഉപയോഗിക്കുന്നത്, അതല്ലെങ്കിൽ നമ്മളുടെ ഗവൺമെന്റ്സ് ഉപയോഗിക്കുന്നത്. അവരുടെയൊക്കെ ടെർമിനോളജി CAM എന്ന് പറയുന്ന ഒരു CAM എന്നാണ് നമ്മൾ അതിനെ പറയാം. അത് അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഒഫീഷ്യൽ നെയിം. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ, പള്ളിയിൽ ഒരു പേര് വീട്ടിൽ വേറൊരു പേര് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സാധനം അതാണ്. പിന്നെ ഇത് നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആയുർവേദത്തെ കുറിച്ചും ഹോമിയോപ്പതിയെ കുറിച്ചും അതുപോലുള്ള ഈ ഇതര വൈദ്യങ്ങൾ എന്ന് നമ്മൾ വിളിക്കാറുള്ള ഈ സ്യൂഡോ മെഡിസിനെ കുറിച്ചിട്ട് നമ്മളിവിടെ പരാമർശിക്കും. അപ്പം ഇതാരും വ്യക്തിപരമായിട്ട് എടുക്കരുത്. ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഇതുപോലെയുള്ള സംഗതികൾ കൊണ്ടുനടക്കുന്ന ആളുകൾ കാണും. അപ്പൊ ഇതാരും വ്യക്തിപരമായിട്ട് എടുക്കരുതെന്നാണ് പറയുന്നത്. കാരണം നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സംഗതി സമൂഹത്തിൽ ഉണ്ടാക്കുന്ന കുഴപ്പത്തെ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ നമുക്ക് ബ്രോഡായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിട്ട് പറയാം. ഒന്ന് അതിന്റെ ശാസ്ത്രം സംബന്ധിക്കുന്ന വിഷയം, ശാസ്ത്രീയമായിട്ടുള്ള കാരണങ്ങൾ, എന്തുകൊണ്ട് അത് പാടില്ല എന്ന് പറയാം. പിന്നെ അതിന്റെ സോഷ്യൽ ഇഫക്ട്സ്, അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഈ സോഷ്യൽ ഇഫക്ട്സ് എന്ന് പറയുന്നത് ഇപ്പൊ സ്യൂഡോ മെഡിസിന് മാത്രമല്ല, അതിപ്പോ ഈവൻ നമ്മൾ നല്ല മെഡിസിൻ എന്ന് പറയുന്ന സാധനം അപ്ലൈ ചെയ്യുമ്പോൾ പോലും അതിന് സോഷ്യൽ ഇഫക്ട്സ് ഉണ്ട്. അതുകൂടി കണക്കിലെടുത്തിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുക. ഇപ്പൊ അബോർഷൻ റൈറ്റ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേൾക്കാറുണ്ടാവും. അബോർഷൻ ചെയ്യുക എന്ന് പറയുന്നത് MTP എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ പ്രൊസീജിയർ ആണ്, ഒരു ശാസ്ത്രീയമായിട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അത് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്ക് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ അതിനൊരു പ്രശ്നം നമ്മൾ പറയാറുണ്ട്. അതിന്റെ എത്തിക്കൽ വശങ്ങളെ കുറിച്ച്, സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അത് ചില സമൂഹങ്ങൾ അത് പാടില്ല എന്നൊക്കെ പറയുന്ന തർക്കങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതേപോലെയാണ് ഓരോ വിഷയവും നമ്മൾ എടുക്കുമ്പോൾ പറയുന്നത്. പക്ഷെ സ്യൂഡോ മെഡിസിനിലേക്ക് വരുന്ന സമയത്ത് അത് കുറേയും കൂടി ഗൗരവമുള്ള പ്രശ്നങ്ങളിലേക്കാണ് പോവുക. കാരണം അതിന് പലപ്പോഴും പൊതുപണം, ഗവൺമെന്റ് ചെലവഴിക്കുന്ന പണം എന്ന് പറയുന്നത് നമ്മളുടെ ടാക്സ് മണിയാണ്. ആ പണം ഗുണമുള്ള മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതിന് പകരം ഇതുപോലുള്ള സംഗതികൾക്ക് ഉപയോഗിക്കുമ്പോണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതാണ് ഒരു വലിയ പ്രശ്നമായിട്ട് വരുന്നത്. പിന്നെ അതിനേക്കാൾ ഉപരി ഇത് ആളുകളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നു എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. അപ്പൊ അതൊരു സോഷ്യൽ മെനസായിട്ട് മാറുന്നു എന്നുള്ളിടത്താണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു
വശം കിടക്കുന്നത്. പിന്നെ അതിന് ചില ഉദാഹരണങ്ങൾ, പിന്നെ എന്താണിത്, ഇതൊക്കെ നമ്മൾ പ്രശ്നം പറഞ്ഞു പോയാൽ പോരല്ലോ, ഇതിനൊക്കെ എന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ നോക്കണം, അതും കൂടി നമ്മൾ അന്വേഷിക്കണം, അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം. ആ സൊല്യൂഷൻ പാർട്ടിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവബോധം സൃഷ്ടിക്കുക എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിക്കുക, പഠിക്കുക എന്നുള്ളത്. അതാണ് നിങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനാണ് നമ്മൾ ആദ്യം കൈയടിച്ചത്. അപ്പോൾ കാര്യം പിടികിട്ടിന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നേരെ ഇതിൽ പോകുന്നതിന് മുന്നേ ഈ ഒരു വിഷയം സ്യൂഡോ മെഡിസിൻ എന്ന് പറയുന്ന സാധനം, ഞാൻ ഈ ഒരു സംഗതി കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിപ്പോ നമ്മളിങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞു തന്നാൽ മാത്രമേ ഒരു കാര്യം മനസ്സിലാവുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണയാണ് പൊതുവെ ആളുകൾക്കൊക്കെ ഉണ്ടാവുക. അത് ആദ്യം നമ്മൾ മാറ്റണം എന്നുള്ളതാണ് നമ്മൾ പറയാം. ഇതൊക്കെ ആർക്കും പഠിക്കാവുന്നത്, ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന വഴികൾ എന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മളിവിടെ ഇങ്ങനെ ഒരു ക്ലാസ് നടത്തിയില്ലെങ്കിൽ പോലും ഇത് സ്വയം അന്വേഷിക്കാനുള്ള വഴികൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ആരും അതിന് ചെയ്യാറില്ല. അപ്പൊ ഉത്തരങ്ങൾ ഇല്ലാത്തതാണോ നമ്മുടെ പ്രശ്നം? അല്ല, നമുക്ക് സംശയമില്ലാത്തതും ചോദ്യം ചോദിക്കാനുള്ള ഒരു ത്വരയില്ലാത്തതും ആണ് നമ്മുടെ പ്രശ്നം. അവിടെയാണ് നമ്മളിപ്പോ എസൻസ് അല്ലെങ്കിൽ നമ്മളൊക്കെ പറയാറുള്ള ഈ ആർട്ടിക്കിൾ 51AH, അതായത് ആ സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി എന്ന് പറയുന്ന ഒരു സംഗതി. നമ്മൾ അന്വേഷണ ത്വര നമുക്ക് വേണം, ഒരു ശാസ്ത്രീയ മനോവൃത്തി വേണമെന്ന് പറയുന്നത് ഒരു സംഗതിയാണ്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ പണ്ട് നമ്മൾ എന്താ ചെയ്യുക, അത് ആരോടെങ്കിലും ചോദിക്കും, മൂത്ത ഒരാളോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ നമ്മളുടെ കുടുംബക്കാരനോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ മാഷോട് ചോദിക്കുന്നു, ടീച്ചറോട് ചോദിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ കാലങ്ങളായിട്ട് ചെയ്തു വന്നിരുന്ന കാര്യങ്ങൾ. നമുക്കൊക്കെ അതായിരുന്നു. ഇപ്പൊ ഞാനൊരു ഹോമിയോപ്പതി പഠിച്ച ആളാണ്, അതായത് ഒരു സ്യൂഡോ മെഡിസിൻ പഠിച്ച ആളാണ്. അപ്പൊ അത് പഠിക്കുന്നത് എങ്ങനെയാ, നമുക്കിത് അറിയില്ല, സ്യൂഡോ മെഡിസിൻ ആണെന്ന് അറിയില്ല. നമ്മൾ പ്ലസ് ടു കഴിഞ്ഞു, മെഡിസിന് പോകണം എന്നുള്ളത് വലിയ ആഗ്രഹം, ഡോക്ടർ ആവുക എന്ന് പറയുന്നത് എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള കാര്യം തന്നെയായിരുന്നു അന്നൊക്കെ. 2003 കാലഘട്ടമാണ്, 2002, 2003. അപ്പൊ നമ്മളിത് പഠിക്കാൻ വേണ്ടി പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് വലിയൊരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് ഈ മെഡിസിൻ പഠിക്കുക എന്ന് പറയും. ബയോളജിയിലൊക്കെ നന്നായിട്ട് പഠിക്കുന്നു, മാർക്ക് വാങ്ങുന്നു, സയൻസ് നന്നായിട്ട് പഠിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് അടുത്തത് നമുക്ക് ഇഷ്ടമുള്ളത് മെഡിസിൻ ആണ്. അപ്പൊ നമ്മൾ നോക്കുകയാണ്, നമ്മളെ റാങ്ക് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു മെഡിസിൻ സ്ട്രീം അത് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കുമ്പോൾ അതിൽ MBBS നമുക്ക് കിട്ടില്ല, റാങ്ക് അത്ര മികച്ച നമ്പർ ആയതുകൊണ്ട് അത് കിട്ടില്ല. പിന്നെയുള്ള ഓപ്ഷൻ എന്താണ്, അടുത്ത ഓപ്ഷൻ. അപ്പൊ നമ്മൾ നോക്കുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ടാണ് നമ്മുടെ മുന്നിൽ അത് അവതരിച്ചു നിൽക്കുന്നത്, അല്ലെ? അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങളുടെ മുന്നിലേക്ക് ഗവൺമെന്റ് വെച്ച് തരുമ്പോൾ, ഇപ്പൊ നിങ്ങൾ ഗവൺമെന്റ് എല്ലാവർക്കും കുടിവെള്ളം കൊടുക്കുകയാണ്, നിങ്ങൾക്ക് ദാഹമുണ്ട്, നിങ്ങൾ കുടിവെള്ളം വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ കുറെ ആളുകൾക്ക് ഗവൺമെന്റ് പച്ചവെള്ളം കൊടുക്കും, നല്ല ശുദ്ധമായ ഡിസ്റ്റിൽഡ് വാട്ടർ കൊടുക്കുന്നു. വെള്ളം തീരുമ്പോൾ കുറച്ച് ആളുകൾക്ക് കള്ളു കൊടുത്ത് എങ്ങനെ ഉണ്ടാവും? അപ്പൊ ഗവൺമെന്റ് തരുന്നതാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ കുടിക്കോ? ദാഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കള്ളു കുടിക്കോ? ഇല്ല. കള്ള് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് റമ്മോ വിസ്കിയോ തന്നു കഴിഞ്ഞാൽ അതിനകത്ത് 40% അല്ലെങ്കിൽ 35% ഒക്കെ ആൽക്കഹോൾ ഉണ്ട്, ബാക്കി വെള്ളം തന്നെയാണ്. അത് കുടിച്ചാലും ദാഹം വേണമെങ്കിൽ മാറും, പക്ഷെ നിങ്ങൾ കുടിക്കോ? എന്താ കുടിക്കാത്ത? വെള്ളം ഇല്ല അതിനകത്ത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം എന്തോ കുഴപ്പമുണ്ട്, അല്ലെ? അതുകൊണ്ടല്ലേ നിങ്ങൾ കുടിക്കാത്ത. പക്ഷെ ഈ സ്യൂഡോ മെഡിസിന്റെ കാര്യം വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് അങ്ങനെ കുടിക്കാൻ പാടില്ലാത്ത, നമുക്കൊരു ദോഷം ഉണ്ടാക്കുന്ന സാധനമാണ് എന്ന് നമുക്ക് അറിയില്ല. അതിനെക്കുറിച്ച് ഒരു ധാരണയും നമുക്കില്ല. ഇതാരും നമ്മളോട് പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ ഞാൻ എന്താ അന്ന് ചെയ്തത്, നമ്മളുടെ വാപ്പാനോട് പറഞ്ഞു. അപ്പൊ വാപ്പ നാട്ടില് വലിയ മുതലാളി ആയതുകൊണ്ട് എന്നെ കൂട്ടിയിട്ട് പോയി. വാപ്പ കണ്ടുകൊണ്ടിരുന്ന ഒരു ഡോക്ടറെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു പ്രൊഫസറാണ്, ന്യൂറോളജിസ്റ്റ് ആണ്. ഒരു ന്യൂറോളജിസ്റ്റ് ആയിട്ടുള്ള ആള്. അപ്പൊ ഫീസൊക്കെ കൊടുത്ത് കൺസൾട്ടേഷന് വേണ്ടിയിട്ട് പോവാണ്. ഉദ്ദേശം എന്താണ്, മകന് ഹോമിയോയിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, അത് നല്ലതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അല്ലാതെ വേറെ ഞരമ്പിന്റെ രോഗത്തിനൊന്നും അല്ല. അവിടെ ചെന്നിട്ട് ഡോക്ടറോട് ചോദിക്കുന്നത് ഇതാണ്. എല്ലാം കഴിഞ്ഞ് കുശലാന്വേഷണമൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം ഇതാണ്. വന്നത് ഇതാണ് പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ രാത്രിയാണ്, 9 മണിയൊക്കെ ആയിട്ടുണ്ട്, ഞങ്ങൾ വീടിന്റെ തൊട്ടടുത്ത്. ഈ ഡോക്ടർ അന്ന് പറഞ്ഞതിന്റെ ഒറ്റ കാരണം കൊണ്ടാണ് സത്യത്തിൽ ഇത് എടുക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് വന്നത്. അന്ന് ആ ഡോക്ടർ എന്താ പറഞ്ഞത്, നല്ലതല്ലേ ഹോമിയോ എന്നൊക്കെ പറഞ്ഞാൽ വളരെ നല്ല ചികിത്സാ രീതിയല്ലേ, ഇപ്പൊ എന്തോരം ആളുകൾ അതൊക്കെ എടുക്കുന്നത്, നിങ്ങൾ ധൈര്യമായിട്ട് എടുക്കും, കുട്ടി പഠിച്ചു വലിയ ഡോക്ടർ ആവട്ടെ എന്ന് പറഞ്ഞു. പിന്നെ വാപ്പാക്ക് വേറെ സംശയമൊന്നുമില്ല, നമുക്ക് അന്വേഷിക്കാൻ അന്ന് ഗൂഗിൾ ഇല്ലല്ലോ, അന്ന് വിക്കിപീഡിയ ഇല്ല, ഒന്നുമില്ല. അപ്പോ നമ്മള് വേറെ തീരുമാനത്തിന് വേറെ കാത്തു നിൽക്കുന്നൊന്നുമില്ല. നമ്മളോട് പറഞ്ഞത് ഒരു അപ്പീൽ ടു അതോറിറ്റി അവിടെ വരികയാണ്. പറഞ്ഞത് ആരാ, വലിയ ഡോക്ടറാണ്, മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാ പറഞ്ഞത്. പിന്നെ നമ്മൾ അന്വേഷിക്കുമോ? നിങ്ങൾക്ക് സംശയം ഉണ്ടാവോ? ഇല്ല. അത്രയും വലിയൊരാൾ പറഞ്ഞാൽ പിന്നെ അത് തെറ്റോ? ഇല്ല. അവിടെ നമ്മൾ ആ തീരുമാനം നമ്മൾ എടുത്തു. നമ്മൾ നേരെ ഹോമിയോപ്പതിക്ക് ചേരുന്നു. ഇവിടെ ചോട്ടാനിക്കരയാണ് വന്ന് പഠിച്ചത്. ഇതാണ് നമ്മൾ തീരുമാനം എടുക്കാൻ വേണ്ടി നമ്മളെ അന്ന് പ്രേരിപ്പിച്ചത്, അല്ലെങ്കിൽ നമ്മളുടെ തീരുമാനത്തിന്റെ ആ പ്രോസസ്സ് അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? ഇന്നിപ്പോ നിങ്ങൾക്ക് ഒരു സംഭവം വന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട, ഏതെങ്കിലും മുതലാളിയുടെ അടുത്ത് പോയി ചോദിക്കോ? ഡോക്ടർ പറഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, പോട്ടെ, സ്വന്തം അച്ഛനും അമ്മയും പറഞ്ഞൊരു കാര്യം ചെയ്യൂ, ഇവിടെ നിങ്ങളെ ടീച്ചർമാര് പറഞ്ഞ വല്ലതും ചെയ്യും. നിങ്ങൾ ആദ്യം ആരും കാണാതെ ഇങ്ങനെ ഇരുന്ന് ടൈപ്പ് ചെയ്യും ഗൂഗിളിൽ, അല്ലെ? എന്നിട്ട് നമ്മൾ അടിക്കും. അപ്പൊ സ്യൂഡോ മെഡിസിൻ നിങ്ങൾ അടിക്കണം, ഗൂഗിളിൽ നിങ്ങൾ അടിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, എല്ലാവർക്കും ചെയ്യേണ്ട കാര്യമാണെന്നാണ് ഞാൻ ഈ പറയുന്നത്. ഇത് നിങ്ങളുടെ
ഒരു അതോറിറ്റിയും കാത്തു നിൽക്കേണ്ടതില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ഇതിൽ കിട്ടുന്ന സാധനം അപ്പാടെ വിഴുങ്ങണമെന്നല്ല നമ്മൾ പറയുന്നത്. ഇതിൽ ക്രോസ് ചെക്കിംഗ് നമ്മൾ നടത്തണം, വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കണം. ഈ ഇൻഫർമേഷൻ ശരിയാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള വഴികൾ എല്ലാത്തിലൂടെ നമ്മൾ പോവുക. ഇപ്പൊ AI ടൂൾസ് ആണ്. അപ്പൊ നിങ്ങളിപ്പോ ജെമിനയിൽ ഇട്ടു, എന്നിട്ട് ഒരു ഉത്തരം കിട്ടി, അതെടുക്കുന്നു, ChatGPT ഇടുന്നു, എന്നിട്ട് അതിൽ നിന്ന് അത് ചോദിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വ്യത്യാസങ്ങൾ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി, എന്നിട്ട് അതിൽ കൊടുത്തിരിക്കുന്ന റെഫറൻസുകൾ കാണും. ആ റെഫറൻസിൽ പോയി നോക്കുക, വായിക്കുക, എന്നിട്ടൊക്കെയാണ് നമ്മളൊരു കാര്യം ഇന്ന് നമ്മൾ തീരുമാനം എടുക്കുന്നത്. അപ്പൊ ആ പണി നിങ്ങൾ എടുക്കണം. നമുക്ക് എങ്ങനെ എടുത്താൽ എന്തുണ്ടാവും എന്നുള്ളതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അപ്പൊ നമ്മളിവിടെ ഈ ഗൂഗിളിൽ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഗൂഗിളിൽ തന്നെ ഇന്റഗ്രേറ്റഡ് ആണ് സെർച്ചിൽ ഈ പറയുന്ന AI ടൂൾസ്. അപ്പൊ അതിൽ ഇത് സ്യൂഡോ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതിന് വളരെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ അവർ തന്നെ അവിടെ നിങ്ങൾക്ക് തരും. എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്? റെഫേഴ്സ് ടു ട്രീറ്റ്മെന്റ്സ്, സപ്ലിമെന്റ്സ് ഓർ പ്രാക്ടീസസ് പ്രൊമോട്ടഡ് ആസ് മെഡിക്കലി ഇഫക്റ്റീവ്. അതായത് പ്രൊമോട്ട് ചെയ്യുന്നത് ഇഫക്റ്റീവ് ആണെന്നാണ്, ബട്ട് ലാക്കിംഗ് ക്രെഡിബിൾ സയന്റിഫിക് എവിഡൻസ്. അപ്പൊ എവിഡൻസ് എന്ന് പറയുന്ന ഒരു സാധനം, അതില്ലാത്ത സയന്റിഫിക് എവിഡൻസ് ഇല്ലാത്ത കുറെ പ്രാക്ടീസസ്, ട്രീറ്റ്മെന്റ്സ്, സപ്ലിമെന്റ്സ്, ഇത്യാദി കുറെ സാധനങ്ങൾ ഇതിനെ ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള സാധനമാണ് എന്ന്, കള്ള് കുടിച്ചാൽ ദാഹം മാറും എന്ന് നിങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്ന ഒരു പരിപാടി ഏതാണ്ട് അതുപോലെ. ഓഫൺ എക്സ്പ്ലോയിറ്റിംഗ് ഹെൽത്ത് കൺസേൺസ് വിത്ത് അൺപ്രൂവൺ തെറാപ്പീസ് ഫോർ ഫൈനാൻഷ്യൽ ഗെയിൻ such as cognitive supplements for dementia or unregulated stem cell clinics. സ്റ്റെം സെൽ എന്ന് പറയുന്നത് വളരെയധികം ഉപയോഗമുള്ള സംഗതിയാണ്. പക്ഷെ നമുക്കൊരു പ്രശ്നമുണ്ട്. നമുക്ക് ഒറ്റമൂലികൾ വലിയ ഇഷ്ടമാണ് എല്ലാവർക്കും, അല്ലെ? ഒരു സാധനത്തിന് ഒരു ഒറ്റമൂലി ഉണ്ട് എന്ന് പറഞ്ഞാൽ ആരാണെങ്കിലും ഒന്ന് കഴിച്ചു പോകും. ഇതല്ലേ സംഭവിക്കുക. ഒരു സാധനം കഴിച്ചാൽ മതി, ഒരു സർവ്വ രോഗ സംഹാരിയാണ് എന്ന് അറിഞ്ഞാൽ നിങ്ങൾ കഴിക്കില്ലേ? അപ്പോ അങ്ങനെ ഒരു ത്വര മനുഷ്യനുണ്ട്. ഇതിനൊക്കെയാണ് ഇവിടെ പലപ്പോഴും മുതലെടുക്കുന്നത്. അപ്പൊ ഇതുപോലെ ഈ സ്റ്റെം സെൽ എന്ന് പറയുന്നത് ഉപകാരമുള്ള മേഖലയുണ്ട്. ഫോർ എക്സാമ്പിൾ, ചില ഹീൽ ചെയ്യാത്ത ചില വൂൺസ്, ചില മുറിവുകൾ ഉണങ്ങില്ല. ഇപ്പൊ ഡയബറ്റീസ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇപ്പൊ ക്രോൺസ് ഡിസീസ് പോലുള്ള അസുഖങ്ങളിലൊക്കെ ചില ഈ കുടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിയുന്ന ആളുകൾക്ക് അവരുടെ ആ റീജിയനിൽ ചില ഫിസ്റ്റുല പോലെയൊക്കെ വന്നു കഴിയുമ്പോൾ അതിന് പോലും ട്രൈ ചെയ്യുന്ന ഒരു സാധനമായിട്ട് ഇത് മാറുകയാണ്. അങ്ങനെ പല സ്റ്റെം സെൽ തെറാപ്പീസ് നിങ്ങൾ കേട്ടുകയാണ്. അപ്പൊ അങ്ങനെയുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിലൊക്കെ ഇത് ഉപകാരപ്രദമായിട്ടുള്ള സാധനത്തെ ഇവരെന്ത് ചെയ്യും? ഇത് എല്ലാത്തിനും അങ്ങ് ചെയ്യാമെന്നുള്ള ലെവലിലേക്ക് വരും. പക്ഷെ ഇത് എക്സ്പെൻസീവ് ആണ്. അപ്പൊ ഇതിന്റെ പേരിൽ വലിയ പണം ചെലവഴിക്കുന്ന അവസ്ഥയിലേക്ക് ഇത് ആളുകളെ കൊണ്ടെത്തിക്കുന്നു. ഇതിലേക്കാണ്. അപ്പൊ ഫൈനാൻഷ്യൽ ഗെയിൻ ആണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് വരുന്നത്. സച്ച് ആസ് കോഗ്നിറ്റീവ് സപ്ലിമെന്റ്സ് ഫോർ ഡിമെൻഷ്യ ഓർ അൺറെഗുലേറ്റഡ് സ്റ്റെം സെൽ ക്ലിനിക്സ് ഓപ്പറേറ്റിംഗ് ഔട്ട്സൈഡ് മെയിൻ സ്ട്രീം മെഡിസിൻസ്, എവിഡൻസ് ബേസ്ഡ് മെത്തേഡ്സ്. എവിഡൻസ് ബേസ്ഡ് മെത്തേഡ് എന്ന് പറയുന്നതിൽ എന്താണ് നമ്മൾ വരാം? ഇറ്റ് റിലൈസ് ഓൺ ആനിക്ഡോട്ട്സ്, അനുഭവ സാക്ഷ്യങ്ങൾ. എനിക്ക് കുറഞ്ഞു അതുകൊണ്ട് പറയും. അവിടെ ഒരാൾക്ക് പണ്ട് ഇങ്ങനെ ഉണ്ടായി, അയാൾ ഇങ്ങനെ പോയപ്പോൾ അയാൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ട് ഇങ്ങനെ കേട്ടുകേൾവിയുണ്ട്. അത് നല്ല സാധനമാണെന്നാണ് അറിയുന്നത്, അതുകൊണ്ട് കഴിച്ചു നോക്കും. അതിന് ഒരു ഉദാഹരണമാണ് ഈ ക്യാൻസർ. നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, ഈ ലക്ഷ്മി തരു, മുള്ളാത്ത, ഇതുപോലുള്ള സാധനങ്ങളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ? ക്യാൻസറിന് അതൊക്കെ വലിയ ഉപകാരമാണ് എന്നൊക്കെ പറഞ്ഞില്ലേ? ഇങ്ങനെ കുറെ സാധനങ്ങൾ. അപ്പൊ ഇതിലെന്താ സംഭവിക്കുന്നത്? അപ്പൊ ഇപ്പൊ ക്യാൻസർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് ക്യാൻസറാ വന്നത്? ക്യാൻസർ എന്ന് പറഞ്ഞപ്പോ അസുഖം, ഒരു ക്യാൻസർ മനസ്സിലേക്ക് വന്നിട്ടുള്ള ആളുകൾ ഉണ്ടോ ഇവിടെ? ഒന്ന് കൈവക്കാവോ? ഓക്കെ, എന്ത് ക്യാൻസറാ മനസ്സിൽ വന്നത്? ഏതാ? ലങ്സ്, ബ്രസ്റ്റ് ക്യാൻസർ, ത്രോട്ട്, പിന്നെ ഏത് ക്യാൻസറാ മനസ്സിൽ വന്നത്? ത്രോട്ട്, പിന്നെ സ്കിൻ ക്യാൻസർ, ഓക്കെ, വേറെ ബ്ലഡ് ക്യാൻസർ, ഓക്കെ, തൽക്കാലം ഇത്ര വന്നു. അപ്പം ത്രോട്ട് ക്യാൻസർ, സ്കിൻ ക്യാൻസർ, ത്രോട്ട് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ലങ് ക്യാൻസർ, 4 ക്യാൻസർ നമ്മൾ എടുത്തു. ഈ 4 ക്യാൻസറിലും ഉള്ള സർവൈവൽ സാധ്യത ഒന്നാണോ? ഇതിൽ ഏതാണ് മാറാൻ സാധ്യത കൂടുതൽ? സ്കിന്നിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊന്ന് കൈവക്കും. മാറാൻ എളുപ്പം സാധ്യത, സർവൈവ് ചെയ്യാൻ സാധ്യത കൂടുതൽ ഏത് ക്യാൻസറില്ല? ആള് ജീവനോടെ ഇരിക്കാൻ സ്കിൻ ആണ് എന്ന് തോന്നുന്ന ആളുകൾ കൈവക്കുക. സ്കിൻ ഒരാളേ ഉള്ളോ? ഓക്കെ. ലങ് ക്യാൻസർ ആണോ ഏറ്റവും കൂടുതൽ മരണസാധ്യത കൂടുതലുള്ളത് എന്ന് പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊന്ന് കൈവക്കുക. ഓക്കെ, ഒരാള്, 2, 3, 4. അപ്പോ ഇവിടെയാണ് ഇതിന്റെ പ്രശ്നം കിടക്കുന്നത്. ഇപ്പൊ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് അറിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ക്യാൻസർ എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു ക്യാൻസർ, എല്ലാ ക്യാൻസറിന്റെയും ഔട്ട്കം ഒന്നാണ്. എല്ലാ ക്യാൻസറും വന്നാൽ എല്ലാവർക്കും ഒരേപോലെയാണ് അതിന്റെ കാര്യം. ഈ ഒരു ധാരണയാണ് നമുക്കുള്ളത്. അങ്ങനെയാണോ? അല്ല. ഒരു സ്കിൻ ക്യാൻസർ വന്നിട്ട് നിങ്ങൾ ജീവിക്കാനുള്ള സാധ്യത 70% കൂടുതലാണ്. അതേസമയം ഒരു ലങ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കാനുള്ള സാധ്യത 70% കൂടുതലാണ്. അത് ഈസോഫാജിയൽ ക്യാൻസർ, അതൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ഗുരുതരമായ അസുഖങ്ങളാണ്. സർവൈവ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. അതായത് 5 years സർവൈവൽ റേറ്റ് എന്നാണ് നമ്മൾ അതിന് പറയാം. അപ്പോ ശാസ്ത്രത്തിന്റെ ഒരു രീതി, മെഡിക്കൽ സയൻസിൽ നമ്മൾ പറയുമ്പോൾ അതിന് ഇതുപോലെ ഒരു കണക്കെടുപ്പ് നമ്മൾ നടത്തിയിട്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഒരു അനാലിസിസ് നമ്മൾ നടത്തിയിട്ട് നമ്മൾ അതിന് ചില മാനദണ്ഡങ്ങൾ വെക്കും. എന്നിട്ടാണ് നമ്മൾ അതിനകത്ത് ഏത് ട്രീറ്റ്മെന്റ് എത്ര അഗ്രസീവായിട്ട് ചെയ്യണം എന്ന് നമ്മൾ പറയാം. ഇവിടെയാണ് ഇപ്പൊ ഈവൻ
മോഡേൺ മെഡിസിൻ ഹോസ്പിറ്റലിൽ പോലും നടക്കുന്ന ഒരു പ്രശ്നം. ഇപ്പൊ നമ്മളൊരു സുഹൃത്ത് ഈ അടുത്തുണ്ടായ ഒരു കാര്യമാണ്. ഇതേപോലെ ഒരു അസുഖം വന്നു, ഹോസ്പിറ്റലൈസ് ചെയ്തപ്പോ ഇൻഫെക്ഷൻ വന്നു. വളരെ ഏതാണ്ട് 5 മാസം ICUവിൽ കടന്ന് ഫൈറ്റ് ചെയ്ത് ആളെ സർവൈവ് ചെയ്ത് കൊണ്ടുവന്നു. 10-20-30 ലക്ഷം രൂപ കയ്യിൽ പോയി. അപ്പൊ ഇപ്പൊ അവരിയ്ക്കുന്നത് വലിയൊരു ആശ്വാസത്തിൽ രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ കൂട്ടുകാരനാണ്, ഇതിന്റെ വസ്തുത നമുക്കറിയാം. ആളോട് ഞാൻ പറഞ്ഞു, അതായത് ഇപ്പൊ നിങ്ങൾ രക്ഷപ്പെട്ടു, നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളാണ്. പക്ഷെ ഈ ഒരു രീതി, ഒരു ഹോസ്പിറ്റലൈസേഷൻ, ഈ അസുഖം, ഏജ്, ഇതിലെ ഇൻഫെക്ഷൻ, ഇങ്ങനെ വരുന്ന ഒരു പാറ്റേൺ, അത് വളരെ ബാഡ് സൈൻ ആണ്. നിങ്ങൾ ഇപ്പൊ രക്ഷപ്പെട്ടു എന്നുള്ളത് ശരിയാണ്, പക്ഷെ അടുത്ത ഒരു ബൗട്ട് ഓഫ് ഇതുപോലൊരു ഇൻഫെക്ഷൻ വന്നാൽ ഇതുപോലെ രക്ഷപ്പെടാനുള്ള സാധ്യത എത്രയുണ്ട് മെഡിക്കൽ സയൻസ് പ്രകാരം പറയുന്നത് എന്നത് സംബന്ധിച്ചിട്ട് ഡോക്ടർമാർ അവരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്ക് ആ വ്യക്തിയോടുള്ള സ്നേഹം, ഇതുപോലുള്ള കാര്യങ്ങൾ ഗവനിച്ചുകൊണ്ട് ഡോക്ടർമാർ പറഞ്ഞു, നിങ്ങൾ ഇതിങ്ങനെ അഗ്രസീവായിട്ട് ഇങ്ങനെ ചെയ്യുന്നതിൽ കാര്യമില്ല, നിങ്ങൾ അവരെ മരണത്തിലേക്ക് വിടുന്നതായിരിക്കും നല്ലത് എന്ന് പറയുമ്പോൾ പോലും നമുക്ക് വേണ്ടപ്പെട്ട ആളായതുകൊണ്ട് നമ്മളത് ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ തീരുമാനമായിട്ട് വരുന്നത്. പക്ഷെ ഈ ഫൈറ്റ് എത്ര നാൾ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. കൂടിപ്പോയ ഒരു 1 year അല്ലെങ്കിൽ 2 years, അതിനപ്പുറത്തേക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് കണക്ക് പറയുന്നത്. ഇത് വെച്ചിട്ടാണ് ഡിസിഷൻ മേക്കിംഗ് നമ്മൾ മെഡിക്കൽ സയൻസിൽ നടത്തുന്നത്. പക്ഷെ ഇത് നടക്കുന്നില്ല. അവിടെ സംഭവിക്കുന്നത് എന്താണ്? ഈ വ്യക്തികൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാവുന്നു, രോഗിക്ക് അസുഖം കൊണ്ട് കൂടുതൽ നരകിക്കുന്ന അവസ്ഥ ഉണ്ടാവും. ഇത് രണ്ടുമാണ് അതിന്റെ ഔട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം ഒരു ബോണസ് ആയിട്ട് പറയുകയാണ്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾ ഒരു പ്രായത്തിലധികം ഒക്കെ ജീവിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, വല്ലാതെ കോംപ്ലിക്കേറ്റഡ് ആയ അസുഖമാണെന്നുണ്ടെങ്കിൽ, അതിനകത്ത് സർവൈവൽ സാധ്യത കുറവാണെന്നുണ്ടെങ്കിൽ അവരെ നരകിക്കാതെ മരിക്കാൻ വിടുന്നത് തന്നെയാണ് ഏറ്റവും നല്ലതെന്നാണ് ഒരു എത്തിക്കൽ പൊസിഷൻ. അത് പല കാരണങ്ങൾ കൊണ്ട്. ഇത് നമുക്ക് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ചില തീരുമാനങ്ങൾ നമ്മൾ അങ്ങനെ എടുക്കേണ്ടി വരും ചില ഘട്ടങ്ങളിൽ. അത് എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാ, അവസാനം അവർ ആ ഹോസ്പിറ്റലിൽ കുറെ പൈസ അടിച്ചു മാറ്റിയെന്ന് അവസാനം നിങ്ങൾ പറയും. ഇതാണ് സംഭവിക്കുക. പല ഹോസ്പിറ്റൽസും തുറന്ന് പറയും നിങ്ങളെടുത്ത് ഇത് ചെയ്യുന്നതിൽ കാര്യമില്ല എന്ന്. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യുക? ഇതേപോലെ പൊക്കി എടുത്തുകൊണ്ട് പോയി ആയുർവേദ ഹോമിയോയിലൊക്കെ കൊണ്ടുപോയി ഇടും. ഈ പറയുന്ന സർവൈവൽ സാധ്യത 2 years ആണെന്നുള്ള ആ പീരീഡിനകത്ത് ചില കുറവുകൾ സംഭവിക്കും. എന്നിട്ട് ഇതിന്റെ ഗുണം നിങ്ങൾ ആരോട് പറയും? നിങ്ങൾ ഹോമിയോയ്ക്ക് ആയുർവേദത്തിന് കൊടുക്കും. ഇതാണ് സംഭവിക്കുന്നത്. സത്യത്തിൽ ആ കുറവ് ഒരു 2 years 3 years അപ്പുറം പോവില്ല. പക്ഷെ അവിടെ ആ സമയം കൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? ശാസ്ത്രീയമായ മരുന്ന് തോറ്റെടുത്ത് ഹോമിയോ ജയിച്ചു, ശാസ്ത്രീയമായ മരുന്ന് തോറ്റെടുത്ത് ആയുർവേദം ജയിച്ചു എന്നുള്ള ഒരു ഫോൾസ് ആട്രിബ്യൂഷൻ അവിടെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് സത്യത്തിൽ ഈ ആയുർവേദ ഹോമിയോയും ഇതുപോലുള്ള സ്യൂഡോ മെഡിസിൻസ് സർവൈവ് ചെയ്ത് ഇത്ര നാളും ആളുകളുടെ ഇടയിൽ പ്രചാരം നേടിയത്. ഒരു യഥാർത്ഥ അസുഖത്തിൽ ഇത് തെളിഞ്ഞ് ഈ അസുഖം ഭേദമാക്കിയതിനായി ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു തെളിവ് പോലും ഇല്ല എന്നുള്ളതാണ് സത്യത്തിൽ ഇതിന്റെ വസ്തുത. പിന്നെ ഇതുപോലുള്ള ചില ഗ്യാപ്പുകളിൽ കളിച്ചുകൊണ്ട് ഗോഡ് ഓഫ് ദി ഗ്യാപ്സ് എന്നൊക്കെ പറയുന്ന മാതിരി മെഡിസിൻ ഓഫ് ദി ഗ്യാപ്സ്, ഇതാണ് സത്യത്തിൽ ഹോമിയോപ്പതി ആയുർവേദമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇതാണ് ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം. അപ്പൊ ഈ ഒരു രീതി നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾ കൂടുതൽ അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇത് ഒരു ഫൈനൽ ഒരു ഇൻസ്ട്രക്ഷൻ ആയിട്ടൊന്നും നിങ്ങൾ എടുക്കണ്ട. പക്ഷെ ഈ രീതിയിലും കൂടി നിങ്ങൾ കാണാൻ ശ്രമിക്കുക അസുഖങ്ങൾ വരുമ്പോൾ എന്നും കൂടി ഒന്ന് പറഞ്ഞു വെക്കുക. ഇനി ഈ സ്യൂഡോ മെഡിസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇത് പഠിച്ചിട്ട് നമുക്ക് ബാക്കിയിലേക്ക് കടക്കുന്നതായിരിക്കും നല്ലത്. ഒന്ന്, ലാക്ക് ഓഫ് എവിഡൻസ്. നമ്മൾ പറഞ്ഞു ഇത് ഫലിക്കുന്നു എന്നുള്ളതിന് തെളിവില്ല. പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് ഇത് തെളിയുന്നു എന്ന് കാണിക്കാനും സാധിച്ചിട്ടില്ല. ഇതുപോലുള്ള പ്രശ്നങ്ങൾ ട്രയൽസിലെല്ലാം തന്നെ ഇത് ഫെയിൽ ആവുന്നു. അതുപോലെ റിലയൻസ് ഓൺ ആനക്ഡോട്ട്സ്. ഇതിന് തെളിവുകളെക്കാൾ കൂടുതൽ ബന്ധമാരുമായിട്ടാണ്, അനുഭവ സാക്ഷിയുമായിട്ടാണ്. ആളുകൾ പറഞ്ഞു, അവിടെ ഒരാൾക്ക് കുറഞ്ഞു, ഇവിടെ ഒരാൾക്ക് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അതാണ് ഞാൻ നേരത്തെ ഈ ക്യാൻസറിന്റെ കാര്യം പറഞ്ഞു. ഒരു ആൾക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു 70% സർവൈവ് ചെയ്യാൻ ചാൻസ് ഉള്ള സ്കിൻ ക്യാൻസർ മാറിയിട്ടുണ്ടാവും. പക്ഷെ സ്കിൻ ക്യാൻസർ മാറി എന്നല്ല ആരും പറയും, ക്യാൻസർ മാറിയെന്നേ പറയൂ. ഈ പറച്ചിൽ കേൾക്കുന്ന മറ്റൊരാള്, അയാൾക്ക് ഏതാ ക്യാൻസർ? അയാൾക്ക് ലങ് ക്യാൻസർ ആയിരിക്കും, അല്ലെങ്കിൽ അയാൾക്ക് ഈസോഫാജിയൽ ക്യാൻസർ ആയിരിക്കും, അതായത് അന്നനാളത്തിലായിരിക്കും ക്യാൻസർ. അപ്പൊ അയാൾ കേൾക്കുന്ന എന്താണ്? ആ സാധനം കഴിച്ചു, ക്യാൻസർ മാറി, അപ്പൊ ആ സാധനം ഞാൻ കഴിച്ചാൽ എന്റെ ക്യാൻസർ മാറും എന്ന ഒരു അനുഭവ സാക്ഷ്യം മാത്രം അതിൽ നിന്ന് എടുത്തുകൊണ്ട് ഇയാളും ആ സാധനം കഴിക്കും. അസുഖം മാറും ഇല്ല. കാരണം എന്താ? എന്തുകൊണ്ടാണ് അയാളുടെ അസുഖം മാറാത്തത്? അനുഭവ സാക്ഷ്യത്തിന്റെ പേരിൽ ആയതുകൊണ്ടാണ്? അല്ല. പിന്നെ ഒന്ന് മാറി എന്നുള്ളതിന് തെളിവില്ല. 2, ഈ അസുഖം അങ്ങനെ മാറുന്നതല്ല എന്നുള്ളതാണ്. കാരണം അതിന്റെ നാച്ചുറൽ കോഴ്സ് എന്ന് പറയുന്നത്, അതിന്റെ സർവൈവൽ ചാൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിട്ടുള്ളൊരു നാച്ചുറൽ ഹിസ്റ്ററി ഉള്ള ഒരു അസുഖമാണ് ഈ ലങ് ക്യാൻസർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതുപോലുള്ള ക്യാൻസർ. പക്ഷെ ഈ എന്ത് ക്യാൻസർ എന്നുള്ളത് ഒരിക്കലും ചിത്രത്തിലില്ല. അവിടെയും ക്യാൻസർ, ഇവിടെയും ക്യാൻസർ, അവിടെ മാറി ഇവിടെ മാറിയില്ല, ഇതാണ് വരിക. ഇനി പോട്ടെ, മാറിയില്ല എന്നുള്ളത് ഇതാരെങ്കിലും പ്രചരിപ്പിക്കും ഉണ്ടോ? നിങ്ങൾ ലോട്ടറി എടുത്ത് അടിച്ചാലല്ലേ നാട്ടില് വാർത്തയാവുള്ളൂ. നിങ്ങൾ ലോട്ടറി എടുത്ത് എത്ര കാശ് കളഞ്ഞു എന്നുള്ളത് ആരെങ്കിലും പറയാറുണ്ടോ? ഉണ്ടോ? അടിച്ചാൽ അത് വാർത്തയോ? നിങ്ങൾ അതിന് കാശ് പോയാൽ അത് ആരെങ്കിലും പറയോ? ഞാൻ ലോട്ടറി എടുത്തു എനിക്ക് അടിച്ചില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പത്രത്തിൽ കൊടുക്കും? ഇല്ല. അപ്പൊ ഈ പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കം മാത്രമാണ് എപ്പോഴും പ്രചരിപ്പിക്കപ്പെടുക. നെഗറ്റീവ് ആയിട്ടുള്ള ഔട്ട്കം
ആരും പുറത്ത് പറയില്ല. അതെല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. പോസിറ്റീവ് ആയിട്ടുള്ള സാധനം മാത്രം ആളുകൾ പ്രചരിപ്പിക്കും. അത് ഫേബ്രിക്കേറ്റ് ചെയ്യുക വരെ ചെയ്യും. അതായത് ഇല്ലാത്ത ഗുണമുണ്ട് എന്ന് അല്ലെങ്കിൽ മാറി എന്ന് വരെ പറയുന്ന അവസ്ഥയുണ്ട്. ചില ഇതുപോലുള്ള ചികിത്സാ പദ്ധതികളൊക്കെ നടത്തിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ കാട് കയറുന്നില്ല. അപ്പൊ ഇതാണ് അതിൽ സംഭവിക്കുന്നത്. അപ്പൊ ഈ ഒരു സംഗതി അവിടെ വരികയാണ്. ആനിക്ഡോട്ട്സ്, അനുഭവ സാക്ഷ്യങ്ങൾ, അത് നമ്മൾ നോക്കുക. അപ്പൊ നിങ്ങൾ ഇപ്പോ ഒരാൾ നിങ്ങളോട് പറയാണ്, എനിക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ട് എന്ന് നിങ്ങൾ ആരോടെങ്കിലും യാദൃശ്യമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളുടെ കാര്യം പറയുമ്പോൾ വേറെ ആൾ പറയാണ് അത് ഇന്ന സ്ഥലത്ത് ഒരു സംഗതി ഉണ്ട്, അത് അയാൾക്ക് മാറിയതാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് പറയണം? നിങ്ങൾ എന്താ തിരിച്ച് ചോദിക്കേണ്ടത്? അതിനെങ്ങനെ നിങ്ങൾ റെഫ്യൂട്ട് ചെയ്യും? തെളിവുണ്ടോ എന്ന് ചോദിക്കാം. ഇത് മാറി എന്നുള്ളതിന് ഈ അനുഭവ സാക്ഷ്യമല്ലാതെ തെളിവ് വല്ലതുണ്ടോ? ഇതാണ് നമ്മൾ ചോദിക്കേണ്ടത്. ആ തെളിവ് എന്താണ്? വ്യക്തിയല്ല. ഞങ്ങൾ ഹോമിയോ കോളേജിൽ പഠിക്കുമ്പോൾ ഈ ഒരു പ്രശ്നം വന്നു. കാരണം നമ്മള് ഇതിനെ പറയാ നമ്മള് എന്റെ സ്വന്തം എന്താണ് ഒരു പേര് നമ്മളിട്ട് വിളിക്കുന്നുണ്ട്. അതെന്താ? ടെസ്റ്റിമോണിയൽസ് ബേസ്ഡ് മെഡിസിൻ എന്നാണ് നമ്മൾ വിളിക്കുക. അതായത് അനുഭവ സാക്ഷ്യത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നടക്കുന്ന ചികിത്സ. മറ്റേതാണ് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ ആണ്, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്നത്. ഈ തെളിവ് എന്താണെന്നുള്ളത് വേറെ വിഷയമാണ്. അപ്പൊ ഈ അനുഭവ സാക്ഷ്യം വെച്ച് ചികിത്സ നടത്തുന്നത് ശരിയല്ല എന്നും നമുക്ക് തെളിവുകളാണ് വേണ്ടത് എന്നും ഉള്ള ഒരു ആർഗ്യുമെന്റ് അത് കൂടുതൽ ശക്തി പ്രാപിച്ചു ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്താണ്. അതുവരേക്കും ഇതൊന്നും ആരും ചോദിക്കാറുണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു 2000-ന് ശേഷമാണ് ഈ ഡെങ്കു ഫീവർ, അതുപോലെ ചില പനികള്, ചില അങ്ങനെയുള്ള അസുഖങ്ങൾ നിരന്തരം വരാൻ തുടങ്ങി. പ്രത്യേകിച്ച് നമ്മളുടെ ചിക്കുൻഗുനിയ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വന്നപ്പോൾ വലിയ ചർച്ചയായി, പ്രത്യേകിച്ച് കേരളത്തിൽ. അപ്പൊ നമ്മളുടെ കോളേജിലൊക്കെ ഇത് വലിയ ചർച്ചയായപ്പോൾ പിന്നെ നമ്മുടെ സാറുമാർ എന്താ ചെയ്തത്? വരൂ നമുക്ക് എവിഡൻസ് ഉണ്ടാക്കാം എന്നാണ്. അപ്പൊ ഈ എവിഡൻസ് എങ്ങനെ ഉണ്ടാക്കുന്നത്? ഇപ്പൊ ഒരാൾ വരുന്നു, അയാൾക്കൊരു മുഴ. അപ്പൊ മുഴയ്ക്ക് മുന്നേ അല്ലെങ്കിൽ മുഴ ഉള്ള സമയത്ത്, ചികിത്സിക്കുന്ന സമയത്ത്, മരുന്ന് കൊടുക്കുന്നതിന് മുന്നേ ഒരു ഫോട്ടോ എടുത്ത് വെക്കും. എന്നിട്ട് ചികിത്സ കഴിഞ്ഞ് കുറെ നാൾ കഴിയുമ്പോൾ രണ്ടാമതൊരു ഫോട്ടോ എടുക്കും. അപ്പൊ ഈ ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചർ, അതായത് മുന്നേയും ഒരു ചിത്രം പിന്നീടും ഒരു ചിത്രം, ഈ രണ്ട് ചിത്രം വെച്ചിട്ടാണ് ഇതിന്റെ തെളിവായിട്ട് മാറ്റുന്നത്. ഇതാണോ തെളിവ്? ഇത് തെളിവായി നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? ഇല്ല. എങ്ങനെയാ അപ്പോ ശാസ്ത്രം തെളിവുകളെ കണ്ടെത്തുന്നത്? അതിനെക്കുറിച്ച് ആരെങ്കിലും പറയാറുണ്ടോ? അപ്പൊ കുറെ കാലം ഞങ്ങളൊക്കെ ട്രെയിൻ ചെയ്യപ്പെട്ടത് അങ്ങനെയായിരുന്നു. നിങ്ങൾ ഫോട്ടോ എടുത്ത് വെക്കണം. ഞങ്ങളുടെ കോളേജിൽ വില കൂടിയ ഒരു യന്ത്രം തന്നെ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട്, ഒരു ക്യാമറ. അന്ന് ഇന്നത്തെ മാതിരി ഫോണൊന്നുമില്ല. മൊബൈൽ ഫോണൊക്കെ എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു 3rd ഇയർ ഒക്കെ ആയപ്പോഴാണ് സാംസങ്ങിന്റെ ഒരു ഫോണൊക്കെ വന്നത്, ക്യാമറകൾ. അത് തന്നെ അറിയാലോ, ഒരു 420p ക്യാമറയാണ്. ഇന്ന് 4K ക്യാമറയാണ്, 8K ഒക്കെയാണ്. അന്ന് ഒരു ചെറിയ ക്യാമറ. ഈ സാധനമായിട്ട് നമ്മളെ സാറുമാര് വരുന്നു. ചില കുട്ടികളൊക്കെ, പണക്കാരായിട്ടുള്ള ആളുകളുടെ കുട്ടികളൊക്കെ ആ ഫോണുമായിട്ട് വരും. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ക്യാമറ വാങ്ങിച്ചു, കൊഡാക്കിന്റെ ഒരു ക്യാമറ, ഫിലിമൊക്കെ ഇട്ടിട്ടുള്ള ഒരു ക്യാമറ. എന്നിട്ട് എന്ത് ചെയ്യും? രോഗി വരുമ്പോൾ ചെരിഞ്ഞു നിൽക്കും, മറിഞ്ഞു നിൽക്കും എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ എടുത്ത് വെക്കും. എന്നിട്ട് കുറെ കഴിയുമ്പോൾ ഫോട്ടോ രണ്ടാമത് എടുക്കണം. സംഭവിക്കാൻ എന്താണെന്നറിയോ? ബിഫോർ ഫോട്ടോ മാത്രമേ ഉള്ളൂ, ആഫ്റ്റർ ഫോട്ടോ ഉണ്ടാവാറില്ല. അതിനാളെ കിട്ടാറില്ല. ഒന്നുകിൽ അയാൾ തട്ടിപ്പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ തന്നെ മരുന്ന് നിർത്തിപ്പോകും. അപൂർവമായിട്ട് ചില കേസസിൽ നമുക്ക് കിട്ടും. അത് മിക്കവാറും ഈ സ്കിൻ ഡിസീസ്, ഈ ഹോമിയോ മേഖലയിലുള്ള ചികിത്സകളുടെ ഒരു പൊതു സ്വഭാവം, ഞാൻ ഹോമിയോ മേഖലയിൽ നിന്ന് ആയതുകൊണ്ടാണ് അത് കൂടുതൽ ഊന്നി പറയും. അതിന്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന സാധനങ്ങളാണ് കൂടുതലും ഇതുപോലെ വരിക. അതല്ലാതെയുള്ള എന്താ വെച്ചാൽ ഈ സ്കിന്നിലുള്ളത്, മുടിയിലുള്ളത്, ഇങ്ങനെയുള്ള സാധനങ്ങൾ, ചൊറിഞ്ഞ്, സോറിയാസിസ്, അതുപോലെ കുറെ അസുഖങ്ങളുണ്ട്. ഇതിന്റെയാണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടുക. അല്ലാതെ ഒരു ക്യാൻസറിന്റെ ബിഫോർ ആൻഡ് ആഫ്റ്ററോ, അതല്ലെങ്കിൽ അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു റിയൽ ഡിസീസിന്റെ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനമോ കിട്ടില്ല. അത് കിട്ടാത്തത് കൊണ്ട് ചില വിദ്വാന്മാർ ചില പണി ഒപ്പിച്ചു. അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മളുടെ വേറൊരു ഗുരുനാഥന്മാരെ കളിയാക്ക്, ഗുരു ദൈവം എന്നൊക്കെയാണ് നമ്മൾ പറയാം. പക്ഷെ എന്നാലും ചില ഗുരുനാഥന്മാരെ ഒപ്പിക്കുന്ന പണി നമ്മൾ പറയണ്ടേ. ഒരു ഗുരുനാഥൻ ഒപ്പിച്ചത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളി ഒരു പ്രസന്റേഷൻ ഇതേപോലെ ഹോമിയോക്കാർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിന് ക്ലാസ് എടുക്കണം. അപ്പൊ പുള്ളി അറിയപ്പെടുന്നത് ഒരു പ്രസിദ്ധനായ ഒരു മഞ്ഞപ്പിത്ത രോഗ വിദഗ്ധൻ എന്നാണ് ആളെ അറിയുന്നത്. അതായത് കരൾ രോഗമല്ല, മഞ്ഞപ്പിത്തം. ആ മഞ്ഞപ്പിത്തം ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന ഒരു വൈറൽ ഡിസീസ്. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ക്രോസ് ചെയ്യുന്ന ഒരു ഹെപ്പറ്റൈറ്റിസ് ആണ്. അതിനെ ട്രീറ്റ് ചെയ്യുന്ന ആളാണ് എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്ന ഒരാൾ. 5000-ഓളം ഹെപ്പറ്റൈറ്റിസ് ബി ട്രീറ്റ് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇദ്ദേഹം ഇത് ട്രീറ്റ് ചെയ്യുന്ന ആളാണ്, വലിയ പ്രസിദ്ധനായ ആളാണ്, ഒരുപാട് ആളുകളെ ട്രീറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതിങ്ങനെ നടന്ന് ക്ലാസ് എടുക്കും. ഇതാണ് നമ്മളൊരു പ്രധാന പണി സാറന്മാരുടെ. അപ്പൊ ഈ സാറ് ഇദ്ദേഹം ഈ ഒരു പ്രസന്റേഷന് പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു കൂട്ടുകാരനെയാണ് ഇതിന്റെ പവർ പോയിന്റ് പ്രസന്റേഷൻ, അതിനുശേഷമാണ് ഞാൻ ഈ പവർ പോയിന്റ് ഒഴിവാക്കാൻ തുടങ്ങി. പവർ പോയിന്റ് പ്രസന്റേഷൻ കൊടുത്തു, ഒന്ന് ശരിയാക്കി തന്നെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ അത് എടുത്തു, നമ്മൾ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ശരിയാക്കി കൊടുക്കണമല്ലോ. അപ്പൊ എന്തായാലും പ്രധാന ലക്ഷ്യം, ഹെപ്പറ്റൈറ്റിസ് ബിയിൽ എന്തായാലും നമുക്ക് ഫോട്ടോ എടുത്ത് വെക്കാൻ കഴിയില്ല, കാരണം ഫോട്ടോ എടുക്കേണ്ട സാധനമല്ലല്ലോ. അതിൽ ബ്ലഡ് ടെസ്റ്റ് ആണ്. അപ്പൊ ചികിത്സയ്ക്ക് മുന്നേ ഉള്ള ഹെപ്പറ്റൈറ്റിസ് ബി, ചികിത്സയ്ക്ക് ശേഷമുള്ള ഹെപ്പറ്റൈറ്റിസ് ബി. അപ്പൊ എന്താണ് അതിൽ ഉണ്ടാവുക? അതിന്റെ ആന്റിജൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ മുന്നേ പോസിറ്റീവും ശേഷം നെഗറ്റീവും ആവണം. അപ്പൊ നമ്മൾ നോക്കിയപ്പോ ഓക്കെ, എല്ലാം വളരെ പെർഫെക്റ്റ്. സംഭവം എന്താണ്?
ശേഷവും മുന്നേയും പോസിറ്റീവ് തന്നെയാണ്. പക്ഷെ അത് വെച്ചാൽ ശരിയാവില്ലല്ലോ. അപ്പൊ പുള്ളി ശേഷമുള്ള ബ്ലഡ് റിപ്പോർട്ടിൽ ആ പോസിറ്റീവിനെ നെഗറ്റീവ് ആക്കി ഫോട്ടോഷോപ്പ് കൊണ്ട് ഒരു തരിയോടെ ഒപ്പിച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ കൈയോടെ പൊക്കി. പക്ഷെ നമ്മളെ വലിയ ഗുരുനാഥനല്ല, നമുക്ക് അന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ആ സാധനം നമ്മൾ കൈവച്ചു. പുള്ളി എവിടെയൊക്കെയോ നടന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ ഇതൊക്കെ ഇറങ്ങി നമ്മൾ ഹോമിയോക്ക് എതിരെ പറയുന്ന ഒരാളായി. അപ്പൊ നമ്മളോടന്ന് നമ്മൾ വിചാരിച്ചു ഓക്കെ ഇത് വല്ല മിസ്റ്റേക്ക് വല്ല ആയിരിക്കും എന്നുള്ളൊരു ധാരണയാണ് അന്ന് നമ്മൾ എടുത്തതുള്ളൂ. നമ്മൾ സാറല്ലേ, സാർ ഇങ്ങനെയൊക്കെ ചെയ്യും, ഇതിന് ആവശ്യമില്ലല്ലോ. പിന്നീട് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം നമ്മൾ പുറത്ത് പറയുന്നതും ഈ സ്ക്രീൻഷോട്ട് ഒരു ജിഫായിട്ട് നമ്മൾ അത് ആനിമേറ്റ് ചെയ്തൊരു സാധനം തന്നെ ആക്കി വെച്ചു. എങ്ങനെയാണ് ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് നെഗറ്റീവ് ആവണമെന്നുള്ളത് ഒരു ജിഫാക്കി നമ്മൾ ഒരു ട്രോളാക്കി ഇറക്കി. അതോടുകൂടി മൂപ്പര് ഈ പരിപാടി കുറെ നിർത്തി, ഈ കേസ് മുക്കി. ഇതാണ് ഉണ്ടായത്. അപ്പൊ എങ്ങനെയാ ഹോമിയോപ്പതിയിൽ ഈ സ്യൂഡോ മെഡിസിനിൽ ഈ ചികിത്സ ഫലിക്കുന്നത്? നമ്പർ ഓഫ് മെഡിസിൻ നിങ്ങൾ പറയൂ, ഫോട്ടോഷോപ്പ് അതില്ല എന്നുണ്ടെങ്കിൽ പല അസുഖങ്ങളും മാറില്ല എന്നുള്ളതാണ് ഇതുപോലെ സ്യൂഡോ മെഡിസിനുള്ള അവസ്ഥ. അപ്പൊ ഇങ്ങനെയുള്ള പല പല അനുഭവങ്ങളാണ് ഇതിൽ സംഭവിക്കുക. എന്തിനു വേണ്ടിയിട്ട് അത് ചെയ്യുന്നത്? ഇങ്ങനെയൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇത് നിലനിൽക്കുന്നത് ആനക്ഡോട്ട്സിലും ഇതുപോലെയുള്ള കാര്യങ്ങളും വെച്ചുകൊണ്ടാണ്. പിന്നെ ഫൈനാൻഷ്യൽ മോട്ടിവേഷൻ, അത് പിന്നെ എല്ലാവർക്കും ഉണ്ട്. ഇതിലും അതൊരു പ്രധാന ഘടകം തന്നെയാണെന്നുള്ളതാണ്. പിന്നെ ഇനി ഫൈനാൻഷ്യൽ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും അതൊരു തെറ്റായ മോട്ടിവേഷൻ ഒന്നുമല്ല. നിങ്ങൾക്ക് സാമ്പത്തികമായ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവണം. പക്ഷെ അത് ആളുകൾ ചൂഷണം ചെയ്തുകൊണ്ട് ആവാൻ പാടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. അവരെ കൊലയ്ക്ക് കൊടുത്തുകൊണ്ട് ആകാൻ പാടുണ്ടോ, ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അതിനുള്ള എത്തിക്കലായിട്ടുള്ള വഴികൾ അത് നമ്മൾ തുറന്നിടണം. അതിനുള്ള വഴികളിലൂടെ നമ്മൾ അത് ചെയ്യണം. അത് പരമാവധി ഒരു ലക്ഷ്യമാക്കി തന്നെ വെച്ച് മുന്നേറണം തന്നെയാണ് നമ്മളൊക്കെ പറയുന്നത്. പക്ഷെ ഇതുപോലെയുള്ള പണി ഒപ്പിക്കുമ്പോൾ ഇത് ആളുകളെ വഴിതെറ്റിക്കുന്ന സാധനമാണ്, അവരുടെ ജീവൻ അപകടത്തിലാവുന്ന സാധനമാണ് എന്നുള്ളിടത്താണ് ഇതിന് പ്രശ്നം കിടക്കുന്നത്. പിന്നെ അൺറെഗുലേറ്റഡ് ആൻഡ് ലൂസ്ലി റെഗുലേറ്റഡ് അങ്ങനെയുള്ള ഒരു ഇഷ്യൂ ഉണ്ട്. പക്ഷെ കേരളത്തിൽ ഇന്ത്യയിലൊക്കെ ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമിയോപ്പതി, ആയുർവേദം, ആയുഷ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട്. അത് ഇന്നൊരു റെഗുലേഷൻ അല്ല നടത്തുന്നത്. റെഗുലേഷന് വേണ്ടി ഉണ്ടാക്കിയ ആ മിനിസ്ട്രി സത്യത്തിൽ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു, അത് മിനിസ്ട്രി ആയി മാറി. ഇപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊമോഷനാണ്. അവിടെ കൂടുതൽ ദോഷമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ മിസ്ലീഡിങ് ക്ലെയിംസ്, അതിലേക്കൊക്കെ നമുക്ക് വഴിയെ വരാം. ഇനി എക്സാമ്പിൾസ് നമ്മളിവിടെ കേട്ടു, പല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതൊക്കെ തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഇപ്പോ ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇപ്പോൾ വലിയ പ്രചാരം നേടിക്കൊണ്ടിരിക്കും. തടി കുറയ്ക്കാൻ ആ ഡയറ്റ്, പിന്നെ ഏത് അസുഖം ഉണ്ടെങ്കിലും അങ്ങനെ ഒരു ഡയറ്റ് ആണ്. അങ്ങനെ ഒരു സാധനം ഇല്ല. ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം വർക്കൗട്ട് ആവില്ല. അത് നമുക്ക് വേറൊരു ക്ലാസ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലുള്ള കുറെ ടേംസ്, പിന്നെ ഇപ്പൊ മുള്ളാത്തയുടെ കാര്യം പറഞ്ഞ മാതിരി എല്ലാത്തിനും അങ്ങ് അവകാശവാദങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, തെളിവുകളൊന്നും ഉണ്ടാവില്ല. അൺഡ്യൂ ക്ലെയിംസ് ഓഫ് ഇഫക്റ്റീവ്നെസ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഇതാണ് അതിൽ സംഭവിക്കുന്നത്. ഇനി ഇതിന്റെ ഡേഞ്ചറിലേക്ക് നമ്മൾ അവസാനം വരുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോ ഇന്ന് പരിപാടി നടത്തുകയാണ്. ഇന്നലെ വന്ന വാർത്തയാണ് ഈ കാണുന്നത്. ഇന്ന് 21 അല്ലേ? ഇത് ഇന്നലെ വന്ന വാർത്തയാണ്. യൂട്യൂബിൽ കുറെ ആളുകൾ ഈ സിദ്ധ വൈദ്യം, നിങ്ങൾക്ക് അറിയാമായിരിക്കും, ആയുഷ് എന്ന് പറയുന്നതിൽ എസ് സിദ്ധയാണ്. ഈ സിദ്ധ വൈദ്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തുള്ള ഈ മെഡിസിനൽ പ്രാക്ടീസസ്, ഇതുപോലെയുള്ള സ്യൂഡോ മെഡിസിനൽ പ്രാക്ടീസസ് നമ്മൾ മൊത്തം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ഹെവി മെറ്റൽ കണ്ടാമിനേഷൻ ഉള്ള ഒരു സിസ്റ്റമാണ് ഈ സിദ്ധ എന്ന് പറയുന്നത്. കാരണം അതിന്റെ പ്രിപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോഹങ്ങൾ അതേപടി അരച്ചങ്ങ് കൊടുക്കുന്ന പണിയാണ്. അതിനകത്ത് ലെഡ്, മെർക്കുറി, അതുപോലെ കാഡ്മിയം, ഇതുപോലുള്ള എല്ലാ സാധനങ്ങളും വരികയാണ്. ഇത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഈ പെൺകുട്ടി 19 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ ഒരു വീഡിയോ കാണാണ്, സിദ്ധ വൈദ്യന്മാര് നടത്തുന്ന വീഡിയോ. ആ വീഡിയോയിൽ അവർ പറഞ്ഞത് ബൊറാക്സ് എന്ന് പറയുന്ന ആ ഒരു കെമിക്കൽ, ആ ഒരു സാധനം അത് കഴിച്ചു കഴിഞ്ഞാൽ തടി കുറയും എന്ന് അതിനകത്ത് പറഞ്ഞു. വെങ്കാരം എന്നാണ് അതിനകത്ത് അവർ വിളിക്കുന്നത്. അപ്പൊ ഈ ബൊറാക്സിന്റെ ഒരു സോൾട്ട് അവര് എടുത്ത് കഴിക്കുന്നു. ഈ പെൺകുട്ടി കഴിക്കുകയാണ്, കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നു, ആള് മരണപ്പെടുന്നു. ഇന്നലെ സംഭവിച്ച കാര്യമാണ്. ഇതിനുശേഷം എന്താ സംഭവിച്ചത് വേറെ ഒന്നുമല്ല, കുട്ടി മരിക്കാനുള്ളത് മരിച്ചു. വീഡിയോ അവർ മുക്കി, അതുണ്ടായത്. ആദ്യം ചെയ്ത പണി അതാണ്. അപ്പൊ എത്ര ആളുകൾക്ക് ഇതേപോലെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചു. എത്ര പേര് അറിയാതെ പോയിട്ടുണ്ടാവും, ഇപ്പോഴും ഇതിന് പ്രശ്നം കൊണ്ടു നടക്കുന്നുണ്ടാവും. പക്ഷെ ഇത് ഇങ്ങനെ ഒരു മരണത്തിലേക്ക് എത്തിയപ്പോൾ ഇതൊരു വീഡിയോ അവർ മുക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. അപ്പൊ ഇതിൽ സംഭവിക്കുക എന്താണ്? ഇവർ ചോദിക്കുക, അപ്പോ അലോപ്പതി മരുന്ന് കഴിച്ചിട്ട് ആരും മരിക്കുന്നില്ല എന്നാണ് ചോദിക്കുക, അല്ലെ? നിങ്ങളെ മനസ്സിലും വന്നില്ലേ? വന്നു വന്ന ആളുകളൊന്ന് കൈവക്കേ, അല്ലെ വരാത്ത ആളുകളൊന്ന് കൈവക്കേ. അലോപ്പതി മരുന്ന് ഫലിക്കാത്ത, അതിനും ഇല്ലേ ഇതേപോലെ ആളുകൾ മരിക്കുന്നില്ല? കുറച്ച് ആളുകൾ ഉണ്ട് ഇവിടെ, അല്ലെ? യെസ്. അപ്പോ ആ ചോദ്യം വരണം. വന്നില്ലെങ്കിലാണ് പ്രശ്നം. വരുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഞാൻ പറയണൊക്കെ നിങ്ങൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ചെയ്യരുത്. ചോദ്യങ്ങൾ വരണം. അപ്പൊ ഇവിടെ സംഗതി, ഈ കുട്ടി മരിക്കുന്നത്. അപ്പൊ സംഭവിച്ചത് എന്താണ്? ഇതിൽ കുറ്റം ആരോപിക്കുന്നത് എന്താ? ഇതില് ഹെൽത്ത് പ്രൊഫഷണൽസ് recommends consulting qualified doctors before starting any weight loss regimen or consuming substances that are not prescribed or approved for human use. ഇതൊരു ക്വാളിഫൈഡ് ഡോക്ടറെ കണ്ട് മാത്രം ഇതുപോലുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക എന്ന ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് അത് കൊണ്ടെത്തിക്കുന്നു. അതുകൂടാതെ അതിനപ്പുറത്തേക്ക് ഈ സിദ്ധ വൈദ്യത്തിന് ഇതിന് ഒരു റോളും ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യം ഇവിടെ വരുന്നില്ല. സത്യത്തിൽ ഈ ആയുഷിലെ എസ് സിദ്ധ വൈദ്യ ഡോക്ടർമാരാണ്.
അവര് പറഞ്ഞ സാധനമല്ലേ ഈ കുട്ടി കഴിച്ചത്. അത് കഴിച്ച ഒരാൾ മരിച്ചു കഴിഞ്ഞപ്പോ അത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളെ കാണാത്തോണ്ടാണ് എന്ന് പറഞ്ഞാൽ അപ്പൊ സിദ്ധ വൈദ്യൻ ക്വാളിഫൈഡ് അല്ലേ? ഇപ്പൊ ഹോമിയോ മരുന്ന് ഒരു ഹോമിയോ ഡോക്ടർ കഴിക്കാൻ കൊടുത്തത് കഴിച്ചിട്ട് ഒരാൾ മരിച്ചാൽ നമ്മൾ എന്താ പറയാ? അതാ ഡോക്ടറുടെ കുഴപ്പമാണോ അതോ ഹോമിയോപ്പതിയുടെ കുഴപ്പമാണോ? ഡോക്ടറുടെ കുഴപ്പമാണ്, സിസ്റ്റത്തിന്റെ കുഴപ്പമല്ല. അതാണ്. ഇതിപ്പോ സിദ്ധ വൈദ്യത്തിന്റെ കുഴപ്പമാണോ അതോ ഏതിന്റെ കുഴപ്പമാണ്? ഇത് കൊടുത്ത ഡോക്ടറുടെ കുഴപ്പമാണോ? ആണോ? ഏതായിരിക്കും കുഴപ്പം? സിസ്റ്റം ആണോ അതോ ഡോക്ടറുടെ കുഴപ്പമാണോ? സിസ്റ്റം. ഞാൻ ഈ മേഖലയിലേക്ക് വരുന്നതിന് തൊട്ട് മുന്നേ സംഭവിച്ചൊരു കാര്യം, ഒരു കേസ് ഇപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ഹെഡ് ആയിട്ടുള്ള അദ്ദേഹം അന്ന് നമ്മളെ ഹെഡല്ല, നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരാളായിരുന്നു, ഡോക്ടർ ആബി. അപ്പൊ പുള്ളി ഒരു കേസ് പബ്ലിഷ് ചെയ്തു. ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണലിൽ വന്ന ഒരു കേസാണ്. ഹോമിയോപ്പതി മെഡിസിൻ കഴിച്ചിട്ട് കേസ് വരുന്നതിന് മുന്നേ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ആദ്യം. ആ പോസ്റ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹോമിയോ മരുന്ന് കഴിച്ച് എന്റെ അനിയൻ കരൾ തകരാറിലായി അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, അടിയന്തരമായിട്ടൊരു ഡോണറെ വേണം, ഇന്ന ബ്ലഡ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ഇൻബോക്സ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ്. അപ്പൊ നമ്മളിത് കാണുകയാണ്. അപ്പൊ അതിൽ എഴുതി വെച്ചിരിക്കണം ഹോമിയോ മരുന്ന് കഴിച്ച് കരളടിച്ച് പോയി തന്നെയാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അന്ന് നമ്മളൊരു ഹോമിയോ ഡോക്ടറാണ്, നമ്മളെ ചങ്ക് തകർന്നു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു മെസ്സേജ് അന്ന് കാണുന്നത്, 2010-11 ആ സമയത്ത്. അപ്പൊ എന്നിട്ട് ഇത് കണ്ടു, ഞാൻ അവരെ വിളിക്കുന്നു. അപ്പൊ വിളിച്ചപ്പോ ഫോൺ എടുത്തത് അവരുടെ ഒരു പോസ്റ്റ് ഇട്ടത് ഒരു ലേഡിയാണ്, അഡ്വക്കേറ്റ് ആണ്. അപ്പൊ ഫോൺ വിളിച്ചപ്പോ ഫോൺ എടുത്തത് ഒരു പുരുഷനാണ് എടുത്തത്. അപ്പൊ ആളെന്നോട് പറഞ്ഞു, ഇല്ല ഇനി ആവശ്യമില്ല, ആ രോഗി മരിച്ചു, അതെന്റെ ഭാര്യയുടെ അനിയനായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ കാര്യം, എന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ചു. അപ്പൊ എവിടെയാണ്, ആരാണ് മരുന്ന് കൊടുത്തത്? അപ്പൊ പെരുമ്പാവൂരുള്ള ഒരു ഡോക്ടറാണ്. എന്ത് അസുഖത്തിനായിരുന്നു കൊടുത്തത്? അതൊരു മഞ്ഞപ്പിത്തത്തിന് കൊടുത്തതാണ്. എന്താ മരുന്ന് കൊടുത്തത്? ഒരു മദർ ടിങ്കറാണ് കൊടുത്തത് ഹോമിയോയിലുള്ള. അപ്പൊ ചോദ്യം നമ്പർ 1, ഇത് ഡോക്ടറുടെ കുഴപ്പമാണോ അതോ ഹോമിയോപ്പതിയുടെ കുഴപ്പമാണോ? എന്തിന്റെ കുഴപ്പമാണ്? സിസ്റ്റത്തിന്റെ കുഴപ്പം. ഇനി അടുത്തത്, ഇതിന്റെ ബാക്കി. ഇത് അവിടെ തീർന്നു. കുറെ കഴിഞ്ഞ് നമ്മുടെ ഈ ശത്രുവായ നമ്മുടെ ഈ മോഡേൺ മെഡിസിൻ ഡോക്ടർ ആബി ഒരു കേസ് പബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു ഇതേപോലെ ഫേസ്ബുക്കിൽ ആള് വേറൊരു പോസ്റ്റ്. അതെന്താണ്? ലിവർ ഇഞ്ചുറി, കേസ് ഓഫ് ഒരു ലിവർ ഡിസീസ്, ഇങ്ങനെ പോലെ ഹോമിയോ മെഡിസിൻ കഴിച്ച് മരിച്ചു, ഒരു കേസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണലിൽ ഒരു പേപ്പർ. അപ്പൊ ഇത് കണ്ടു. അപ്പൊ അതിൽ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത് ഹോമിയോപ്പതിക് മെഡിസിൻ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതെന്താ സംഭവം നമുക്കൊരു പിടിയില്ല. ഞാൻ ആൾക്ക് മെസ്സേജ് ചെയ്തു ഈ ഫേസ്ബുക്കിൽ, ഇതെന്താ സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇതെങ്ങനെ ഉറപ്പാക്കും ഇത് തന്നെയാണ് ഈ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ലിവർ ഇഞ്ചുറി, ഇതാവാൻ എന്താ സാധ്യത എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു. പുള്ളി മെഡിസിൻ നമുക്ക് റിപ്ലൈ ഒന്നുമില്ല. അപ്പൊ നമ്മൾ മനസ്സിൽ കുറിച്ചോ ജാടത്തണ്ടി, നമ്മളോടൊന്ന് റിപ്ലൈ, നമ്മൾ വെറും ഹോമിയോ. അങ്ങനെ അത് വിട്ടു. പിന്നെ അത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് അറിയാണ് ഇയാള് കേസിന് പോകുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പോസ്റ്റ്, നമ്മളെ നേരത്തെ ആൾ. അപ്പൊ അയാള് ഇത് ചെയ്യുന്ന സമയത്ത് ഈ റിപ്പോർട്ടാണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോഴാണ് മനസ്സിലായത്, ചേട്ടാ അനിയ, ഇത് രണ്ടും ഒന്നായിരുന്നു എന്നുള്ളത്. അതായത് ഈ ആദ്യം നമ്മൾ കണ്ട ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട് അതേ രോഗിയുടെ സംഗതി തന്നെയായിരുന്നു ഈ ഡോക്ടർ ആബി ഇട്ട ഈ പോസ്റ്റ്. ഇത് രണ്ടും ഒന്നായിരുന്നു. അപ്പോഴാണ് എനിക്ക് വിടുക. അത് ഏതാണ്ട് ഒരു 5-8 മാസം കഴിഞ്ഞിട്ടാണ്, അപ്പോഴാണ് ഇത് അറിയുന്നത്. അതിനൊക്കെ ശേഷം കുറെ കാലം കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ കോവിഡ് ഒക്കെ വന്നു, നമ്മൾ ഹോമിയോ എന്നൊക്കെ പുറത്തായി, പിന്നെ അവർ നമ്മൾ പുറത്താക്കുന്നു, നമ്മളെ സർട്ടിഫിക്കറ്റ് അവർ റദ്ദാക്കുന്നു, അങ്ങനെ പല സംഭവങ്ങളുണ്ടായി ഇതിനൊക്കെ സംഭവം. ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ് ഡോക്ടറാണ്, ഡോക്ടർ അല്ല, അത് അവർ എടുത്തു കളഞ്ഞു. എന്താ കാര്യം? ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഇത്രേ നമ്മൾ ചെയ്തുള്ളൂ, അതിനാണ് ഇത് ചെയ്തത്. അതിന് സംഭവിച്ചത് എന്താ വെച്ചാൽ, ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ജോയിൻ ചെയ്തു. ഇതേ ഡോക്ടർ ആബിയുടെ ഡിപ്പാർട്ട്മെന്റിൽ നമ്മളിപ്പോ ഈ ക്ലിനിക്കൽ റിസർച്ച് ഒരു അസോസിയേറ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. അപ്പൊ അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ലിവർ ഇഞ്ചുറി എന്ന് പറയുന്ന ഒരു ഏരിയയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതായത് മരുന്ന് കഴിച്ചിട്ടുണ്ടാവുന്ന കരൾ രോഗം. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതാണ് ഈ ഹെർബ് ഇൻഡ്യൂസ്ഡ് ഡ്രഗ് ഇഞ്ചുറി, അതായത് HILI എന്ന് പറയും, ഹിലി. അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആയുർവേദം, ഹോമിയോ, സിദ്ധ ഇതുപോലുള്ള സാധനങ്ങളാണ്. അപ്പൊ അവിടെ വെച്ചാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലായി, സത്യത്തിൽ ഈ ഹോമിയോ ഡോക്ടർ ചെയ്തത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗിൽബർട്ട്സ് ഡിസീസ് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. ഈ ഗിൽബർട്ട്സ് ഡിസീസിൽ അവർക്ക് ചില കാരണങ്ങൾ കൊണ്ട് അവരുടെ ബിലിറുബിൻ കൗണ്ട് പൊതുവെ കൂടിയാണ് നിൽക്കുക. അത് സത്യത്തിൽ ബിനൈൻ ആണ്, എന്ന് വെച്ചാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അതിന് ഒരു മരുന്നിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അൺലെസ് അവർക്ക് മറ്റെന്തെങ്കിലും ഒരു അസോൾട്ട് ഇല്ലാതിരിക്കുന്ന കാലത്തോളം. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളുടെ ബിലിറുബിൻ കൗണ്ട് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ വാല്യൂ ആണ്, അത് നോർമൽ വാല്യൂ അങ്ങനെ നിൽക്കണം. പക്ഷെ ഇവരുടെ അതിലും കൂടുതലായിരിക്കും ഉണ്ടാവുക, എന്നാൽ അവർക്ക് കുഴപ്പമുണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷെ ഈ ഡോക്ടർ ഈ സാധനം അവിടെ അറിയാതെ പോയി. എന്തുകൊണ്ട് അറിയാതെ പോയത്? കാരണം ഹോമിയോപ്പതിയിൽ ഡയഗ്നോസിസിന് വാല്യൂ ഇല്ല, ലക്ഷണങ്ങൾക്കാണ് വാല്യൂ. അപ്പോ ആധുനിക വൈദ്യത്തിൽ നമ്മൾ പറയുന്നത് വെറുതെ ലക്ഷണം മാത്രം നോക്കി നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയില്ല. ആ ലക്ഷണത്തിന് മരുന്ന് ഇൻഡിക്കേറ്റഡ് ആവണം. പക്ഷെ ഹോമിയോയിൽ അതില്ല. നിങ്ങൾക്കൊരു ലക്ഷണം ഉണ്ടായാൽ, കാരണം ഇവർക്ക് മഞ്ഞപ്പൊക്കെ ഉണ്ടാവും, മുഖത്തൊക്കെ നോക്കിയാൽ മഞ്ഞപ്പൊക്കെ കാണും, കണ്ണിലുണ്ടാവാം, പക്ഷെ മരുന്നിന്റെ ആവശ്യമില്ല.
ഇതറിയാതെ ഇവര് ഈ പറയുന്ന മദർ ടിഞ്ചർ എന്ന് പറഞ്ഞാൽ അതിന്റെ മാതൃസത്ത അവർ കൊടുത്തു വരുന്നത്. അത് കഴിക്കുമ്പോൾ അത് ലിവറിന് കുഴപ്പമുണ്ടാക്കുന്നു. ആ കുഴപ്പത്തിന്റെ പേരിലാണ് ഈ ആള് മരിച്ചത്. സത്യത്തിൽ ആ മരുന്ന് കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ഒരു കാര്യമില്ല. സംഭവിച്ചത് എന്താണ്? ആളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇതാണ് ഉണ്ടായത്. ഇതൊക്കെ അറിയുന്ന എപ്പോഴാണ്? പിന്നീട് നമ്മൾ സംസാരിച്ചപ്പോഴാണ്, ഈ ഡോക്ടറുമായിട്ട് നേരിട്ട് കണ്ടപ്പോഴാണ് അറിയുന്നത്. ഇതാണ് ഈ സ്യൂഡോ മെഡിസിന്റെ ഏറ്റവും വലിയ കുഴപ്പം. ആള് മരിച്ചു പോകും. വെറുതെ നടന്ന് പണിയെടുത്ത് ജീവിച്ചിരുന്ന ഒരു പയ്യനെ പിടിച്ച് കൊന്നു. ഡോക്ടറാണോ കൊന്നത് അതോ സിസ്റ്റം ആണോ കൊന്നത്? സിസ്റ്റം. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എങ്ങനെയത് സിസ്റ്റം ആവുന്നത്? ലക്ഷണങ്ങൾ ചികിത്സിക്കാൻ പറഞ്ഞു. ലക്ഷണവുമായിട്ട് ഒരു രോഗി ഡോക്ടറെ അടുത്ത് വന്നാൽ ആ ലക്ഷണത്തിനെ ചികിത്സിക്കുക എന്നുള്ളത് സിസ്റ്റത്തിലുള്ളപ്പോ ഡോക്ടർ ആ പണിയെടുത്തിട്ടുള്ളൂ. പക്ഷെ അവിടെ സിസ്റ്റം ആളെ കൊല്ലുന്ന അവസ്ഥ. ചെയ്തതൊക്കെ കറക്റ്റ് ആണ്, പക്ഷെ ഈ ഒരു ഇഷ്യൂ ഈ ഹോമിയോപ്പതിയുടെ പെർവ്യൂവിൽ വരുന്നില്ല എന്നുള്ള കാര്യമാണ് അവിടുത്തെ പ്രശ്നം. ലക്ഷണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ചികിത്സിക്കുന്ന രീതിയുടെ കുഴപ്പമാണ്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ഈ പ്രശ്നം സംഭവിക്കും അത് ഉടനെ രോഗികളുടെ തലയിലേക്ക് ഇട്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഇതിൽ പറയുന്ന മറ്റൊരു കാര്യമാണ്, ബോറാക്സ് അധികം കഴിച്ചോണ്ടാ ചത്തുപോയെന്നാ പറയുന്നത്. അതാണ് ബോറാക്സ് ഇസ് നോട്ട് ഇൻഡിക്കേറ്റഡ് വെയിറ്റ് ലോസിന്. അങ്ങനെ ഒരു ചികിത്സ ഇല്ല. പിന്നെ അതിപ്പോ കുറച്ച് കഴിച്ചു എന്ന് പറഞ്ഞ് കൂടുതൽ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ വ്യത്യാസമുണ്ടോ? കൂടുതൽ കഴിച്ചാൽ ചത്തുപോകും, അടിച്ചുപോയി, ജീവൻ പോയി. കുറച്ച് കഴിച്ചാലോ തടി കുറയില്ല, ഒന്നും സംഭവിക്കില്ല. കുറച്ച് കഴിച്ചിട്ട് വേറെ കുറെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അതായത് ലീതൽ ഡോസ് ആകുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് ഒരാളെ കൊല്ലാൻ പാകത്തിനുള്ള എമൗണ്ട് കഴിച്ചു. കാരണം ഡോസ് മേക്സ് ദ പോയിസൺ. ഡോസ് ആണ് ആ പോയിസൺ ഇഫക്ട് ഉണ്ടാക്കുന്നത്. അതിൽ കുറച്ചാണ് കഴിക്കുന്നുണ്ടെങ്കിൽ സബ് ലീതൽ ആയിട്ടുള്ള ചില സിംറ്റംസിൽ ഒതുങ്ങി നിൽക്കും. അത് ഗ്യാസ്ട്രിക് ആയിട്ടുള്ള ഡിസ്റ്റർബൻസസ് ആവാം, മറ്റെന്തെങ്കിലും വിഷയങ്ങളൊക്കെ ആയിട്ട് അതങ്ങനെ ഒതുങ്ങി. അപ്പൊ ഇവർക്കൊന്നും തിരിച്ചറിയാൻ പോലും കഴിയില്ല. പക്ഷെ തടി കുറയില്ല, തടി അല്ലെങ്കിലും കുറയാൻ പോകുന്നില്ല. ഇതാണ് അതിന്റെ പ്രശ്നമായിട്ട് വരാൻ. അപ്പൊ ഇവിടെയാണ് നമ്മളിപ്പോ ഈ ഒരു പേപ്പർ, ഇതിപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ പബ്ലിഷ് ചെയ്തതാണ്. അതിൽ നമ്മളുടെ പേരൊക്കെ കാണുന്നത്, ഇതൊക്കെ പറയാൻ താൻ ആരാ എന്ന് ആർക്കെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പേര് വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പണി. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്ലിനിക്കൽ റിസർച്ച്, ലിവർ ഇൻസ്റ്റിറ്റ്യൂട്ട്, രാജഗിരി ഹോസ്പിറ്റൽ, അവിടെയാണ് ജോലി. അപ്പൊ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ഈ ഒരു പേപ്പർ അഡ്രസ്സിംഗ് ദ എലിഫന്റ് ഇൻ ദ റൂം, ഇതാരും പറയാറില്ല. നമ്മൾ എല്ലാവരും ഇതിനെ കുറിച്ച് പറയുമ്പോൾ ചോദിക്കും അപ്പൊ അലോപ്പതി കൊല്ലില്ല എന്ന് ചോദിക്കും. ഈ അലോപ്പതി എന്ന് പറയുന്ന വാക്ക് തന്നെ തെറ്റാണ്. കാരണം അത് ഹോമിയോപ്പതി കണ്ടുപിടിച്ച ആളിട്ട ഒരു വാക്കാണ്. അത് അന്ന് നിന്നിരുന്ന ചികിത്സാ രീതികളെ വിളിച്ച ഒരു പേരാണ്. ഇന്ന് അതല്ല ചെയ്യുന്നത്. ഇന്ന് സത്യത്തിൽ അലോപ്പതി നടക്കുന്നത് ആയുർവേദത്തിലാണ്. എന്തപ്പോ ഈ അലോപ്പതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു രോഗമായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളെ ഛർദ്ദിപ്പിക്കുക, അയാളെ വേർപ്പ് ഉണ്ടാക്കുക, അട്ടയെ കൊണ്ട് കടിപ്പിക്കുക, രക്തം ഒഴുക്കുക, ഇതുപോലുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് ഈ അലോപ്പതി എന്ന് വിളിച്ചിരുന്നത്. ഇന്ന് ആധുനിക വൈദ്യത്തിൽ അതാണോ ചെയ്യുന്നത്? അല്ല. അപ്പൊ എന്നാൽ ഈ സാധനം എവിടെ നടക്കുന്നതെന്ന്? അട്ടയെ കൊണ്ട് കടിപ്പിക്കൽ, വയറിളക്കിക്കുന്നത്, ഛർദ്ദിപ്പിക്കുന്നത്, വേർപ്പ് ഉണ്ടാക്കിക്കുന്നത്, ഇതൊക്കെ എവിടെ ഇപ്പൊ നടക്കുന്നത്? പഞ്ചകർമ്മ കേട്ടിട്ടുണ്ടോ? അതാണ് ഈ സാധനം. അപ്പൊ അലോപ്പതി ഏതാ സത്യത്തിൽ? ആയുർവേദമാണ്. ഏതായാലും ഈ ചോദ്യമാണ് എല്ലാവരും വെക്കുക. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്? മെഡിസിൻ കഴിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, അതിന്റെ റിസ്ക് ഉണ്ട്. പക്ഷെ നമ്മൾ റിസ്കിനെ മാത്രമല്ല നോക്കുന്നത്, അതിന്റെ ബെനിഫിറ്റ് കൂടി നോക്കും. അതിന്റെ സേഫ്റ്റി പ്രൊഫൈൽ നമ്മൾ എടുക്കും. എന്നിട്ട് ഈ റിസ്ക് വേഴ്സസ് ബെനിഫിറ്റ് എന്ന് പറയുന്ന ഒരു കമ്പാരിസൺ നടത്തിയിട്ട് അതിൽ ഈ ബെനിഫിറ്റ് ആണ് റിസ്കിനേക്കാൾ മുന്നിൽ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. അതിന് പെർട്ടിക്കുലർ ഒരു ഡോസ് ഫിക്സ് ചെയ്ത്, ഇനി അതിന്റെ കുഴപ്പമുണ്ടായി അതിനെ എങ്ങനെ ആന്റിഡോട്ട് ചെയ്യണം എന്നുള്ളത് വരെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഒരു സാധനം മോഡേൺ മെഡിസിനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതിൽ തന്നെ ചില മെഡിസിൻസ് ഒക്കെ ഉണ്ട് അത് ഒട്ടും തന്നെ റെക്കമെൻഡ് ചെയ്യില്ല. ഇപ്പോൾ ആഴ്സനിക് ട്രയോക്സൈഡ് എന്ന് പറയുന്ന ഒരു സാധനം, ഇപ്പൊ ഹോമിയോപ്പതിയിൽ നമ്മൾ കണ്ടുപിടിച്ച ഒരു വലിയ പ്രശ്നമായിട്ട് നമ്മൾ പറഞ്ഞ കാര്യമാണ് ആഴ്സനിക്കം എന്ന് പറയുന്ന ഒരു മെറ്റൽ. ആഴ്സനിക് പോയിസണിങ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പാഷാണെന്നൊക്കെയാണ് പറയാം. ഈ സാധനം കഴിച്ച പ്രശ്നമാണ്. ക്യാൻസർ ആണ് അതിന്റെ ഒരു റിസ്ക് ആയിട്ട് വരുന്നത്. ക്യാൻസർ റിസ്ക് ആണ് അതിൽ ഏറ്റവും പ്രശ്നം. അപ്പൊ ഇത് നമ്മൾ വലിയൊരു പ്രോബ്ലം ആക്കിയിട്ട്, കാരണം ഈ കോവിഡിന്റെ സമയത്ത് ഇത് കൊടുത്താൽ മതി എല്ലാം മാറും എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ പറ്റിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഗവൺമെന്റ് അത് സപ്ലൈ ചെയ്യായിരുന്നു. അപ്പൊ നമ്മൾ അതിനെതിരെ കേസിന് പോയി. അപ്പൊ ഹോമിയോ മേഖലയിലുള്ള ആളുകൾ മുഴുവൻ എടുത്തുകൊണ്ട് വന്നു. എന്താണ്? ആധുനിക വൈദ്യത്തിലും ആഴ്സനിക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് മറ്റേ ബർമുഡ, നമ്മൾ ഉപയോഗിക്കുമ്പോൾ വള്ളി ട്രൗസർ, അതെങ്ങനെ ശരിയാവുമെന്നാണ് അവർ ചോദിച്ചത്. ഇത് തന്നെയാണ് അവർ ചോദിച്ചത്. അപ്പൊ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്തു എങ്ങനെയാണ് ആധുനിക വൈദ്യത്തിൽ ഈ ആഴ്സനിക്കം ഉപയോഗിക്കുന്നത്. അതൊരു സാൽവേജ് തെറാപ്പിയാണ്. അതായത് മറ്റ് കീമോതെറാപ്പികൾ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ, മറ്റെന്തെങ്കിലും അലർജി പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ, വേറെ മെഡിസിൻസ് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ അതിനേക്കാൾ മികച്ച മെഡിസിൻസ് ഉണ്ട്. പക്ഷെ അതൊന്നും ഫലിക്കുന്നില്ല, അതൊന്നും ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ സാൽവേജ് തെറാപ്പി, ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു അവസാനവട്ട ശ്രമം എന്ന നിലയ്ക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഇതാണ് അതിന്റെ കണ്ടീഷൻ. പക്ഷെ ഹോമിയോയിൽ അങ്ങനെയാണോ? അസുഖം വരുന്നതിന് മുന്നേ കഴിച്ചോന്നായി പറയണത്. അസുഖം വരാതിരിക്കാൻ. എന്നിട്ട് വരാതിരിക്കുവോ? ഇല്ല. അത് കേസ് ഇപ്പോഴും സുപ്രീം കോടതിയിൽ നിൽക്കുകയാണ്. ഇതിന്റെ തെളിവും ഇതിന്റെ സേഫ്റ്റി പ്രൊഫൈലും ഹാജരാക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി ആയുഷ് ഉത്തരവിട്ടു. അവർക്ക് ഇതുവരെ അത് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. അവര് കേസ് ഉന്തും തള്ളി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കേസ് കൊടുത്തത് നമ്മളാണ്. ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. അപ്പൊ എങ്ങനെ നോക്കിയാലും ഒരു പബ്ലിക് ഹെൽത്ത് ബേർഡൻ ആയിട്ട് ഇത് മാറുന്നു. ഇത് എങ്ങനെ ഉണ്ടാകുന്നത്? സർക്കാർ തന്നെ പണം ചെലവഴിച്ചിട്ട് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ പിന്നെ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ സർക്കാർ ചെയ്ത ഒരു സാധനമാണ് ഈ ആയുഷ് എന്ന് പറയുന്നത്. അത് ഒരു വലിയൊരു സാമൂഹിക പ്രശ്നമായിട്ട് മാറുന്നു
മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ എന്താണ് ഈ സാധനം? ആയുഷ്. അതില് ആയുർവേദ, യോഗ, നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, ഇത്രയും സാധനങ്ങളാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അതില് അക്യുപങ്ക്ചറും കൂടി ചേർക്കണം എന്ന് പറഞ്ഞു, അത് നടന്നില്ല. അപ്പൊ ആ പേരിന്റെ ഗുമ്മ പോകുന്നുള്ളതുകൊണ്ടാണ് അത് ഐഷ എന്നായി മാറി, അത് വലിയ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് അവർ തൽക്കാലം അത് മാറ്റി പിടിച്ചു. ഏതായാലും ഇതിപ്പോ തൽക്കാലം ആയുഷ്യനായിട്ട് നിൽക്കുന്നത് അത്രയെങ്കിലും ചെയ്തു എന്ന് നമുക്ക് പറയാം. ഇതിന്റെ ഒരു പ്രശ്നം, ഒരു ഉദാഹരണം പറയണേ, ഇപ്പൊ കോവിഡ് കാലത്ത് ചെയ്ത ഒരു കാര്യമാണ് പറയുന്നത്. ആയുർവേദ മരുന്ന് കുറെ സാധനങ്ങളൊക്കെ കഴിക്കാൻ പറഞ്ഞ് അതില് കോവിഡ് അകറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ആയുഷ് ഒഫീഷ്യലി ഇറക്കിയ സാധനമാണ് ഈ കാണുന്നത്. ഇതിൽ കൊടുത്ത ഒരു സാധനമാണ് ഗിലോയ് എന്ന് പറയുന്ന ഒരു പച്ചമരുന്ന്. ചിറ്റാമൃത് നിങ്ങൾ കേട്ട് കാണും അല്ലെ? ഈ ചിറ്റാമൃത് കുപ്പിക്കണക്കിനാണ് നാട്ടുകാർ വാങ്ങിച്ച് കഴിച്ചത്. ഈ കഴിച്ചിട്ട് മാത്രം കരളടിച്ചു പോയി ട്രാൻസ്പ്ലാന്റേഷന് വന്ന ആളുകളുടെ ലിസ്റ്റ് നമ്മൾ ഹോസ്പിറ്റലിലുണ്ട്. ഇത് നമ്മൾ പബ്ലിഷ് ചെയ്ത സാധനമാണ്. എന്താ അവർ ചെയ്തത്? കോവിഡ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചിറ്റാമൃത് കഷായം ഉണ്ടാക്കി കുടിച്ചു. അത് വെള്ളം തിളപ്പിച്ച് കുടിച്ചു പല രീതിയിൽ. എന്നിട്ട് എന്താ ഉണ്ടായത്? കോവിഡ് വന്നില്ല, പേഷ്യന്റ് സർവൈവ്ഡ് കോവിഡ്, പക്ഷെ കരള് പോയി എന്നുള്ളതാണ് പ്രശ്നം. ഏതാ നല്ലത്? കോവിഡ് വന്നായിരുന്നോ അതോ കരള രോഗമാണോ നല്ലത്? ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ആളുകൾ ചെയ്യുന്ന പ്രശ്നം ഇതാണ്. ഇനി ഈ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്ന ഒരു സാധനം, അതാണല്ലോ നമ്മളിവിടെ ഒരു ഇന്ന് നമ്മൾ ഒഫീഷ്യലി ഉപയോഗിക്കുന്ന പേര്. അപ്പൊ അതിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഇത് ഓൾട്ടർനേറ്റീവ് ആണ്. അപ്പൊ നമ്മൾ മനസ്സിലേക്ക് വരുന്ന എന്താണ്? മറ്റേത് വർക്ക് ചെയ്യില്ല, അപ്പൊ ഇത് നമ്മൾ ചെയ്യാം. അങ്ങനെയാണോ സത്യത്തിൽ ഒരു സാധനം വേണ്ടത്? ഒരു ബദൽ സാധനങ്ങൾ ചെയ്തു പോകുന്ന ഒരു രീതിയാണോ നമ്മൾ നോക്കേണ്ടത്? അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് ഫിസിക്സിലുണ്ടോ? അപ്പൊ നിങ്ങൾ ഏതാ ഡിപ്പാർട്ട്മെന്റ്? ഫുഡ് സയൻസ്, പൊളിറ്റിക്കൽ സയൻസ്. ഓക്കെ. ഈ സുവോളജി എത്ര പേരുണ്ട്? സുവോളജി ഓൾട്ടർനേറ്റീവ് സുവോളജി ഉണ്ടോ? ഇല്ല. അതെന്താ ഇല്ലാത്ത? ഉണ്ടായിക്കൂടെ? അപ്പൊ നിങ്ങൾക്ക് ഒരു വലിയ പ്രോബ്ലം സുവോളജിയിൽ സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനം വരികയാണ്. അപ്പൊ നമ്മൾ അതിനുള്ള സൊല്യൂഷൻ എന്താ? എങ്ങനെയാ കണ്ടെത്തുക? അത് മാറ്റി വെച്ചിട്ട് വേറൊരു സാധനം ഉണ്ടാക്കുമോ? ഇല്ലല്ലോ, ഇല്ല. പക്ഷെ ഇത് എന്തുകൊണ്ട് മെഡിസിൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്ര മേഖലയിൽ വരുമ്പോൾ ആ തോട്ട് നമുക്ക് വരുന്നില്ല? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അവിടെ എങ്ങനെയാണ് ഈ ഓൾട്ടർനേറ്റീവ്സ് വരുന്നത്? മെഡിസിനും എന്താണ് നടക്കുന്നത്? നമ്മൾ ശരീരത്തെ പഠിക്കുന്നു, മരുന്നുകളെ പഠിക്കുന്നു, എന്നിട്ട് അത് ചികിത്സകളിൽ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുന്നു. അപ്പൊ അത് ചിലത് ഫലിക്കും, ചിലത് ഫലിക്കില്ല. ഫലിക്കാതെ വരുമ്പോൾ ഉടനെ ഓൾട്ടർനേറ്റീവിലേക്ക് നമ്മൾ പോകും. അങ്ങനെയാണോ അത് ചെയ്യേണ്ടത്? ഈ ഫിസിക്സിൽ നമ്മൾ ഓൾട്ടർനേറ്റീവ് പറയാറില്ല, ഇല്ല. ഇപ്പോ ഗ്രാവിറ്റേഷൻ നമ്മൾ പഠിക്കുന്നു, ഒരു ഓൾട്ടർനേറ്റീവ് ഗ്രാവിറ്റേഷൻ തിയറി, അത് അങ്ങനെ ഉണ്ടാവും. ഒരു സാധനമുണ്ട്, ഫ്ലാറ്റ് എർത്ത് തിയറി ഒക്കെ നിങ്ങൾ കേട്ട് കാണും അല്ലെ? അതൊരു ഓൾട്ടർനേറ്റീവ് തിയറിയാണ്. പക്ഷെ അതിനെ നമ്മൾ എങ്ങനെയാ കാണുന്നത്? അതിനാരെങ്കിലും വില വെക്കാറുണ്ടോ? ഈ ലോകത്ത് കുറെ മണ്ടന്മാര് വില വെക്കും. അപ്പൊ നമുക്കറിയാതെ മണ്ടന്മാരാണെന്ന്. അപ്പൊ പിന്നെ ഈ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ അല്ലെങ്കിൽ സ്യൂഡോ മെഡിസിന്റെ പിന്നാലെ പോകുന്ന ആളുകൾ മണ്ടന്മാരല്ലേ സത്യത്തിൽ? അതാണ് നമ്മൾ ചോദിക്കുന്നത്. എങ്ങനെയാണ് അത് വലിക്കുക എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ ബയോളജിയിലോ ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ഒന്നും തന്നെ ഈ പറയുന്ന ഓൾട്ടർനേറ്റീവ് ഇല്ല എന്നിരിക്കെ മെഡിസിനിൽ മാത്രം എന്തുകൊണ്ട് ഉണ്ടാവുന്നു? ഇനി ഇവിടെ യഥാർത്ഥത്തിൽ എന്താ സംഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ഈ ആൽക്കമി എന്ന് പറയുന്ന ഒരു സാധനം കെമിസ്ട്രിയുടെ ഒരു ഒരു പ്രോട്ടോ സയൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അതായത് കെമിസ്ട്രി ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലേക്ക് വരുന്നതിന് മുന്നേ കെമിസ്ട്രി സംബന്ധിച്ചിട്ടുള്ള കുറെ വിവരങ്ങൾ ക്രോഡീകരിച്ച് കൊണ്ട് നടന്നിരുന്ന ഒരു രീതി, അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയേഴ്സും രീതികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇവോൾവ് ചെയ്യുക ചെയ്തത്. ഇന്ന് നമ്മൾ ആൽക്കമി ഉപയോഗിക്കുമോ? ഉണ്ടോ? ഇല്ല. അതെന്താ ഉപയോഗിക്കാത്ത? അത് ശാസ്ത്രീയമല്ല. അതിൽ പല ശാസ്ത്രീയമായുള്ള സാധനങ്ങൾ നമ്മൾ എടുത്തു, അതിലല്ലാത്തത് നമ്മൾ തള്ളി. അങ്ങനെയല്ലേ നമ്മൾ മുന്നോട്ട് വന്നത്. എന്ന് പറഞ്ഞ മാതിരി ഏതൊരു മേഖല, വൈദ്യ മേഖലയിൽ സംഭവിക്കുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ വിശ്വസിച്ചിരുന്നത് ഈ അസുഖങ്ങൾ ഉണ്ടാവുന്നത് ചില കോപം കൊണ്ടാണ്, ദൈവകോപം, അങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെയാണ് പറഞ്ഞിരുന്നത്, ചില പ്രേതബാധ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഇതിലൊരു മെറ്റീരിയൽ കോസ് ഉണ്ട് എന്നുള്ള ലെവലിലേക്ക് വരുന്നു. അതിന്റെ ഇടയിൽ ഇപ്പൊ ഈ മയാസം തിയറി ഒക്കെ വന്നിട്ടുണ്ട്. അസുഖം ഉണ്ടാവാൻ കാരണം ബാഡ് എയർ ആണ് എന്നുള്ള രീതിയിൽ. അപ്പൊ അതിനെയൊക്കെ ചികിത്സിക്കുക എന്നുള്ള അപ്പോഴും നമ്മൾ കണ്ടെത്തുന്നില്ല എന്താണ് ഇതിന്റെ കാരണം. പിന്നീട് ഈ ജേം തിയറിയൊക്കെ വന്നപ്പോഴാണ് ഇതിനൊക്കെ ഒരു മെറ്റീരിയൽ ബേസിസ് ഉണ്ട്. ഇത് ഇങ്ങനെ സ്പിരിറ്റും സാധനമൊന്നും അല്ല, ഇതിന് നമ്മളുടെ മുന്നിൽ തന്നെയുള്ള സാധനം. അങ്ങനെയാണ് ഈ അസെപ്റ്റിക് പ്രിക്കോഷനെ കുറിച്ച് വരുന്നത്. കൈ കഴുകുന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്നു അല്ലെ? ഇപ്പൊ കോളറ അതല്ലെങ്കിൽ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പറയുന്നത് എങ്ങനെ? നിങ്ങൾ വെള്ളം തിളപ്പിച്ചു കുടിക്കണം എന്ന് പറയുന്നു. അപ്പൊ തിളപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കൈ കഴുകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബാക്ടീരിയ അതുപോലുള്ള സാധനത്തെ നമ്മൾ തടയാൻ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് ലോകം മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു കാലത്ത് വളരെ ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് എന്ന് ചിന്തിക്കുകയും അതിന്റെ മരുന്ന് എന്ന് പറയുന്നത് ഇമ്മെറ്റീരിയൽ ആണ് എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്ന് മാറി ഇന്ന് അസുഖവും മരുന്നും എല്ലാം മെറ്റീരിയൽ ആയിട്ട് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. അതിന് പിന്നെ വീണ്ടും കുറെ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇപ്പോ നമ്മളുടെ ജീൻ തെറാപ്പി പോലുള്ള സാധനങ്ങൾ, പുതിയ പുതിയ സംവിധാനങ്ങളിലേക്കൊക്കെ അത് വരികയാണ്. അപ്പോ ആ മാറ്റമാണ് ഇവിടെ സത്യത്തിൽ സംഭവിക്കുന്നത്. അപ്പൊ ഇങ്ങനെ മാറുന്ന സമയത്ത് ഇതിൽ തള്ളിപ്പോകുന്ന കുറെ സാധനങ്ങളുണ്ട്. ഇത് ഉപകാരമില്ല, തെളിവില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ആ തെളിവില്ല എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ ഇന്നെടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് സത്യത്തിൽ അത് വീണ്ടും
ഈ സ്യൂഡോ മെഡിസിൻ എന്നുള്ള രീതിയിലേക്കോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്നുള്ള രീതിയിലേക്കോ ഓമന പേരിട്ട് വിളിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായ. ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി നിങ്ങൾ ആലോചിക്കുക, അങ്ങനെ തെളിവില്ലാത്ത സാധനവും അത് തള്ളിപ്പോയ സാധനവും നമ്മൾ ഇന്ന് കൊണ്ടു നടക്കേണ്ട ആവശ്യമുണ്ടോ? അതിനുവേണ്ടി സർക്കാർ പണം ചെലവഴിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. ആൽക്കമിക്ക് വേണ്ടിയിട്ട് ഇന്ന് സർക്കാർ പണം ചെലവഴിക്കും, പോട്ടെ. ഫ്ലാറ്റ് എർത്ത്, അതിനു വേണ്ടിയിട്ട് നമ്മളുടെ ISRO പണം ചെലവഴിച്ച നിങ്ങൾ എന്താ പറയാ? നല്ല കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു? ഇല്ല. നിങ്ങൾ ആ ISROനെ മണ്ടൻ എന്ന് വിളിക്കില്ലേ? ഇതിനാണ് സംഭവിക്കുന്നത്. പക്ഷെ ഇവിടെ ആയുഷ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയിട്ട് ഈ കാറ്റുപോയ സാധനത്തിനെ വീണ്ടും നമ്മൾ വളർത്താൻ വേണ്ടി നോക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സാധനം സയൻസിന്റെ മേഖലയിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. അപ്പൊ സയൻസിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിക്കുക എന്നുള്ളതാണ് പ്രധാനമാണ് നമ്മൾ ഏറ്റവും ആദ്യം പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ വിവരം കിട്ടാൻ വേണ്ടിയിട്ട് പ്രസംഗങ്ങൾ കേൾക്കാനോ അല്ലെങ്കിൽ അതൊന്നും അല്ല നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. ചോദ്യങ്ങൾ ചോദിക്കുക. ഏറ്റവും മിനിമം വൈ, എന്തുകൊണ്ട്, എന്തായിരിക്കും അങ്ങനെ, അത്രേ നമ്മൾ ചോദിക്കേണ്ടുള്ളൂ. ഈ ഒറ്റ ചോദ്യം ചോദിച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നാലെ വന്നു. ഈ ചോദ്യം ചോദിക്കുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അത് സ്കൂളിലും കോളേജ്, ഇവിടുത്തെ ഈ കോളേജിൽ ഇനി മാറ്റമുണ്ടോ എന്ന് എനിക്കറിയില്ല, ടീച്ചർമാരൊക്കെ. അപ്പൊ നമ്മൾ ചോദ്യം ചോദിക്കുക, എന്താണ് അങ്ങനെ, എന്തായിരിക്കും ഇങ്ങനെ ആയാലും എന്താ കുഴപ്പം? ആ ലെവലിൽ നമ്മൾ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അതൊരു പഠിക്കാനും എളുപ്പമാണെന്നാണ് ഈ പറഞ്ഞത്. ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു തരാം. പഠിക്കാൻ എളുപ്പ വഴിയാണ്. ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങൾ തന്നെ സ്വയം പഠിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത ഒരാൾ ചോദിക്കുമ്പോൾ അയാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ലേൺ ബൈ ടീച്ചിങ്. ഈ ടീച്ചർമാര് ഈ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ നിങ്ങളെ പഠിപ്പിക്കുന്നതുകൊണ്ടാണ്, അല്ലാതെ അവർ പഠിച്ചതുകൊണ്ടല്ല. മനസ്സിലായോ? അവർക്ക് കാര്യങ്ങളിൽ കൂടുതൽ ക്ലാരിറ്റിയും കൂടുതൽ അറിവും ലഭിക്കുന്നത് അവർ പഠിച്ചതുകൊണ്ടല്ല, നിങ്ങളെ പഠിപ്പിക്കുന്നതുകൊണ്ടാണ്. ഈ പണി നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ കൂട്ടുകാരനെയോ സ്വയമോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും, അല്ലെങ്കിൽ തൊട്ട് വേറെ കോളേജ്, ഈ സെന്റ് സേവിയേഴ്സിന്റെ പോലെ ഇത്രയും പഠിപ്പൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഈ സംവിധാനങ്ങളില്ലാത്ത വേറെ കോളേജുകൾ ഉണ്ടാവുമല്ലോ, അവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി പഠിപ്പിച്ചു കൊടുക്കാമല്ലോ. അപ്പൊ അതൊക്കെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ചോദ്യം ചോദിക്കുക എന്നുള്ളതാണ് ശാസ്ത്രത്തിന്റെ ആദ്യത്തെ രീതി. ശാസ്ത്രമല്ലാതെയുള്ള രീതികളിൽ ഇതില്ല. ഇപ്പൊ നമ്മൾ കോളേജിൽ നമ്മളെ സാറന്മാരോട് ചോദിക്കും, എന്നാലും എങ്ങനെയാ സാറേ ഈ ഹോമിയോ മരുന്ന് ഫലിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ അധികം ഒന്നും ചോദിക്കണ്ടെന്ന് പറയും. അത് നമ്മളെ ഇതാരാ പറഞ്ഞത്? ആദ്യം ചോദ്യം വേണ്ടാന്ന് സാറാണോ സത്യത്തിൽ? ഹോമിയോപ്പതിയുടെ കാര്യം മാത്രം പറയുകയാണെങ്കിൽ ഹോമിയോപ്പതിയുടെ ഒരു ബൈബിൾ അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കിതാബ് എന്ന് പറയുന്ന ഒരു സാധനമാണ് ഓർഗനൺ ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന ഒരു കിതാബ്. കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓർഗനൺ ഓഫ് മെഡിസിൻ അത് നമ്മളുടെ ഇതിന്റെ കോർ സാധനമാണ്. അപ്പൊ അതിൽ കുറെ അഫോറിസംസ് ഉണ്ട് നമ്മളുടെ ഈ ഇങ്ങനെ പാരഗ്രാഫ് ആയിട്ട് എഴുതി ഇങ്ങനെ 1, 2, 3. അപ്പൊ 294 അഫോറിസം തന്നെയാണ് അതിനകത്ത് എഴുതി. ഇതിൽ ഒരു അഫോറിസത്തിൽ പറയുന്ന ചോദ്യമാണ് അല്ലെങ്കിൽ ഒരു കാര്യം. ഒരു ഡോക്ടറുടെ പണി എന്ന് പറഞ്ഞാൽ, ഒരു ഹോമിയോ ഡോക്ടറുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സിക്കലാണ്. അതിന്റെ ഇടയിൽ നിങ്ങൾ അനാവശ്യ ചോദ്യവുമായിട്ട് വരരുത്. അനാവശ്യ ചോദ്യവുമായിട്ട് നിങ്ങളെ സമയം പാഴാക്കരുതെന്ന് കൃത്യമായിട്ട് അതിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ് ഈ പറയുന്ന ഹോമിയോയുടെ ബുക്കിൽ. ഇത് മറ്റു പല സ്ഥലത്തും നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു സാധനം എവിടെയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നോട്ട് ദ പോയിന്റ്, ഓടി രക്ഷപ്പെടുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അത് എവിടെ ഉണ്ടെന്നുള്ളത് ഞാനിപ്പോ പറയുന്നില്ല, നിങ്ങൾ സ്വയം കണ്ടെത്തുക. ചോദ്യം ചോദിക്കരുത്, അനാവശ്യ ചോദ്യങ്ങൾ പാടില്ല എന്ന് എവിടെയെങ്കിലും നിങ്ങൾ ഒരാൾ പറയുന്നതായിട്ടോ എഴുതി വെച്ചതായിട്ടോ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഓടി രക്ഷപ്പെടുക. ഓക്കെ. ഇനി അങ്ങനെ നിങ്ങൾക്ക് സാധനം ഉണ്ടായാൽ നിങ്ങൾ അതിന് ഉത്തരത്തെ നിങ്ങൾ ആദ്യം ഹൈപ്പോത്തസൈസ് ചെയ്യുക. അതിങ്ങനെയാകാം എന്ന് പറയാം. എന്നിട്ട് നിങ്ങൾ അതിനെ ടെസ്റ്റ് ചെയ്യുക. അങ്ങനെയാണോ എന്നറിയാൻ വേണ്ടി നമ്മൾ നോക്കുക. അപ്പൊ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു ധാരണ കിട്ടും. അത് വീണ്ടും നമ്മൾ ചെയ്യുക. ആ ടെസ്റ്റ് നമ്മൾ വീണ്ടും ആവർത്തിക്കുക. വേറെ ആളുകളെ കൊണ്ട് ചെയ്യിക്കുക. ഇന്ത്യയിൽ ചെയ്തത് അമേരിക്കയിൽ ചെയ്യിക്കുക, അമേരിക്കയിൽ ചെയ്തത് ഉഗാണ്ടയിൽ ചെയ്യും. അങ്ങനെ പല പല സ്ഥലങ്ങളിൽ പല പല ആളുകൾ, പല ഗ്രൂപ്പുകൾ. അങ്ങനെ അത് വീണ്ടും അതേ ഫലം കിട്ടുന്നുണ്ടെങ്കിൽ അത് ശരിയാകാനുള്ള സാധ്യത കൂടുതൽ. ഇല്ലെങ്കിലോ അത് ശരിയാകും. ഇതാണ് ഇപ്പൊ ഞാൻ ഹോമിയോപ്പതിയെ തള്ളുന്ന അവസരത്തിൽ ഉണ്ടായ പ്രശ്നം ഇതാണ്. കാരണം ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ എങ്ങനെയാ ഹോമിയോ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹോമിയോ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഞങ്ങൾ ചോദിക്കാറില്ല. കാരണം നമ്മൾ അനുഭവ സാക്ഷ്യത്തിലാണല്ലോ ഓൾറെഡി പോകുന്നത്. അപ്പൊ ആ ചോദ്യം നമ്മുടെ തലയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ നമ്മൾ സാറിനോട് ചോദിച്ചു. സാറ് പറഞ്ഞു അപ്പൊ ആദ്യത്തെ 1ാം വർഷം ഒരു സാറ് വന്നിട്ട് പറഞ്ഞു, അത് നിങ്ങൾ ഇങ്ങനെ മരുന്നിടുമ്പോൾ അതിങ്ങനെ ഞരമ്പ് വഴി ഇങ്ങനെ കയറി അതിൽ പോയി എന്നിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ശരി. നമുക്കത് കൺവിൻസ്ഡ് ആയില്ല. വേറൊരു ടീച്ചർ വന്നപ്പോൾ ആ ടീച്ചറോട് നമ്മൾ ചോദിച്ചു, മാഡം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? ടീച്ചർ വേറൊരു ഉത്തരം പറഞ്ഞു. അപ്പൊ എന്തോ കുഴപ്പമുണ്ടല്ലോ. ടീച്ചർ പറഞ്ഞു ഇത് സലൈവറി ഗ്ലാൻഡിൽ പോയി എന്നിട്ട് അവിടെ അങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇത് രണ്ടും ചേരുന്നില്ല. 3ാമത് വേറൊരാളോട് ചോദിച്ചു. ആ ടീച്ചർ വേറൊരു ഉത്തരം പറഞ്ഞു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതിനൊരു യൂണിഫോമിറ്റി ഇല്ല എന്നുള്ളത് അവിടെ തന്നെ മനസ്സിലായി. എല്ലാത്തിനും വേറെ വേറെ എക്സ്പ്ലനേഷൻസ്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വേറൊരു കാലഘട്ടം, ഇങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് പോകാണല്ലോ. ഈ തിയറി മാറ്റിവെച്ചു. അസുഖം മാറുന്നത്, ഈ പറയുന്ന ഹോമിയോ വർക്ക് ചെയ്യുന്നത് ഇതുപോലുള്ള ചില സ്പിരിച്വൽ സാധനമാണെന്നുള്ളത് മാറ്റി വെച്ചിട്ട് ഇവര് നാനോ ടെക്നോളജി ഒക്കെ കൊണ്ടുവരാൻ തുടങ്ങി. കാരണം ആ സമയത്താണ് ഈ നാനോ ടെക്നോളജി വരുന്നത്.
പിന്നെ എന്ത് ചോദിച്ചാൽ എടുത്തു പറഞ്ഞാൽ അടുത്തതിന് നാനോ ടെക്നോളജി. പിന്നെ അതുക്കും മേലെ ഒരു സാധനം ഉണ്ട്, ക്വാണ്ടം ഫിസിക്സ്. പിന്നെ അതും പറയാറുണ്ട്, ഇത് ക്വാണ്ടം ഫിസിക്സ് വഴിയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയും. അത് പിന്നെ ആർക്കും മനസ്സിലാവില്ല. ക്വാണ്ടം ഫിസിക്സ് പഠിപ്പിക്കുന്ന സാറിന് മനസ്സിലാവുന്നത്, നമ്മളും മനസ്സിലാവുന്നത്, നമ്മൾ വെറുതെ വിട്ടു. പക്ഷെ ഈ നാനോ ടെക്നോളജി നമുക്ക് അറിയാലോ, എല്ലാത്തിലും നാനോ ആണല്ലോ. നാനോ സിമ്മ് മുതൽ എല്ലാത്തിലും നാനോ ആണ്. ഇവരെല്ലാത്തിലും നാനോ പറയാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇത് നമ്മൾ ചോദിക്കുകയാണ്, ഓ എന്നാലും നാനോ ആയിരിക്കും. അപ്പൊ ഇവര് എന്താണ്, ഒരു ബെല്ലാരി എന്ന് പറഞ്ഞിട്ടൊരു ഒരു കെമിസ്ട്രി പ്രൊഫസറാണ് പുള്ളി, ഒരു കൊൽക്കത്തയിലുള്ള ഒരു വലിയൊരു ചങ്ങാതി. അപ്പൊ പുള്ളി ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തു. അത് ഹോമിയോക്കാർക്ക് വേണ്ടിയിട്ട് പബ്ലിഷ് ചെയ്തതാണ്. അതായി അവരുടെ തുറപ്പിച്ചിട്ട് പിന്നെ നമുക്കൊന്നും പറയാൻ കഴിയില്ല. കാരണം നേരത്തെ പറഞ്ഞ മാതിരി ഇതൊക്കെ പറയാൻ താൻ ആരാന്ന് ചോദിക്കുമ്പോൾ അത് താങ്കൾക്ക് ഈ നാനോ ടെക്നോളജിയെ കുറിച്ചുള്ള ധാരണ പെശകൊണ്ടാണെന്നാണ് പറയാ. അപ്പൊ നമുക്കത് പറ്റില്ല. ഇവരെന്ത് ചെയ്തു, ഒറിജിനൽ 916 നാനോ ടെക്നോളജി ഒരു വ്യക്തിയെ തന്നെ കൊണ്ടുവന്നു. എന്നിട്ട് അയാളെ കൊണ്ട് പറയിപ്പിച്ചു ഇതാണ് സാധനം. അത് വെച്ചായിരുന്നു പിന്നെ അംഗം. അതിപ്പോഴും തീർന്നിട്ടില്ല കേട്ടോ. പക്ഷെ ആ നടക്കുന്ന സമയത്താണ് ഈ ടെസ്റ്റ്, ഇവര് ഒരു IIT ബോംബെ ഒരു ടെസ്റ്റ് നടത്തി, അതിനകത്ത് നാനോ പാർട്ടികൾ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ പേപ്പർ, നമ്മൾ പറയുന്ന മാതിരി ആ ഒരു പേപ്പർ വന്നാൽ പിന്നെ രക്ഷയില്ലല്ലോ. പക്ഷെ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പേപ്പർ ബെൽജിയത്തിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ റീടെസ്റ്റ് ചെയ്തു, അതിലത് ഫെയിലായി. അപ്പൊ ഈ നാനോ ടെക്നോളജി പറയുന്ന ആളുകൾ ഈ ബെൽജിയം പേപ്പറിനെ കുറിച്ച് മിണ്ടില്ല. പക്ഷെ നമ്മുടെ അടുത്ത് വന്ന് പറയുമ്പോൾ നമ്മൾ ബെൽജിയം പേപ്പർ വെച്ച് ചെക്ക്മേറ്റ് വിളിക്കും. അപ്പൊ അവര് നമ്മുടെ അടുത്ത് വന്ന് പിന്നെ പറയില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യും, ഇതിൽ ഈ വൺ സൈഡഡ് ആയിട്ടുള്ള കാര്യം മാത്രം പറയും. അപ്പൊ നമ്മളിവിടെ ഒരു പേപ്പർ കാണിച്ചപ്പോൾ എന്താ കണ്ടത്, USA ചെയ്തത്, തായ്വാനിൽ ചെയ്തത്, ചൈനയിൽ ചെയ്തത്, ലാറ്റിൻ അമേരിക്ക, അങ്ങനെ ഓരോ സ്ഥലത്തും ചെയ്ത പേപ്പറും നമ്മൾ ചെയ്തത് തമ്മിൽ ഒരേ റിസൾട്ട് ആണെന്നുള്ളതാണ് നമ്മൾ കാണിച്ചത്. വേരിയേഷൻ ഉണ്ട്. തായ്വാനിൽ 12.6 ആണ്, നമ്മൾ ചെയ്തപ്പോൾ അറൌണ്ട് 13% ആണ്. ഓരോ സ്ഥലത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 30% ആണ് നമ്മൾ കണ്ട ഒരേ വാല്യൂ ആണ്. 0.5 അല്ലെങ്കിൽ ഒരു 1% ഡിഫറൻസേ വരുന്നുള്ളൂ. പക്ഷെ വാല്യൂ ക്ലോസ് ടു 13%. ഇൻക്രീസ്ഡ് മോർട്ടാലിറ്റി, ഇതാണ് എല്ലായിടത്തും കണ്ടിരിക്കുന്നത്. അതാണ് അതിന്റെ യൂണിഫോമിറ്റി എന്ന് പറയുന്നത്. നമ്മൾ അതിന്റെ റിപ്പീറ്റബിലിറ്റി എന്ന് പറയുന്നത് അതാണ്. ആ ഒബ്സർവേഷൻ കറക്റ്റ് ആവുന്ന അങ്ങനെയാണ്. അതിൽ ഈ തായ്വാൻ സ്റ്റഡിയൊക്കെ പ്രോസ്പെക്റ്റീവ് ആണ്. അതായത് കഴിഞ്ഞു പോയ സാധനം എടുത്ത് നോക്കുകയല്ല ചെയ്തത്, അവർ വാച്ച് ചെയ്തു പ്രോസ്പെക്റ്റീവ്ലി, മുന്നോട്ട് നോക്കുകയാണ് ചെയ്തത്. എന്നിട്ട് വരെ കണക്ക് ശരിയാവാണ്. അപ്പൊ അതിന്റെ വാലിഡിറ്റി വരുന്നത് അങ്ങനെ. പക്ഷെ ഇതിൽ അങ്ങനെയല്ല. ഒരു സ്ഥലത്ത് ജയിച്ചു എന്ന് പറഞ്ഞു, വേറെ സ്ഥലത്ത് അതേ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് ഫെയിലായി. അത് അവർ മിണ്ടില്ല എന്നുള്ളതാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പോ ശാസ്ത്രത്തിന്റെ രീതി എന്താ, അത് ചെയ്തുകൊണ്ടേ ഇരിക്കുക, റീടെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇന്ന് ചെയ്ത് നാളെ വീണ്ടും ചെയ്യും, മറ്റന്നാൾ വീണ്ടും ചെയ്യും. ഒരേ ചോദ്യം ഒരേ ഉത്തരത്തിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ അതിനെ തീരുമാനമാക്കുന്നത്. പക്ഷെ ഇത് അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് സ്യൂഡോ മെഡിസിൻ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ സയൻസിൽ നമ്മൾ പറയുന്ന ഒരു സംഗതി ഇത് തന്നെയാണ്. അതായത് അതൊരു ഏകാധിപത്യമാണ് സയൻസ്. എന്തിന്റെ? തെളിവിന്റെ എടുക്കുക. ആ തെളിവിന്റെ ക്വാളിറ്റി എന്താണ്? അത് ഇതേപോലെ ടെസ്റ്റുകൾ നടത്തി ഒരേപോലെ ലഭിച്ച തെളിവുകൾ, അത് ക്വാളിറ്റി കൂടുതലുള്ള തെളിവുകളാണ്. അനുഭവ സാക്ഷ്യം തെളിവാണെന്ന് വെച്ചാൽ തെളിവ് തന്നെയാണ്, അല്ലാന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷെ അതിക്ക് മേലെ വരുന്ന സാധനമുണ്ട്. അത് പ്രോസ്പെക്റ്റീവ്ലി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കുന്നത്, ആ തെളിവ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുണ്ടോ എന്ന് നോക്കണം. അതുപോലെ റാൻഡമൈസ് കൺട്രോൾ ട്രയൽ നടത്തിയിട്ട് നമ്മൾ തെളിവുകൾ കണ്ടെത്തുന്നതും, അതെല്ലാം കഴിഞ്ഞ് നമ്മൾ സിസ്റ്റമാറ്റിക് റിവ്യൂ നടത്തുന്നതും, അതുപോലെ മെറ്റാ അനാലിസിസ് നടത്തുന്നതൊക്കെ നിങ്ങൾ കേട്ടുകയാണ്. അപ്പൊ ആ ഒരു പിരമിഡ് നമ്മൾ സങ്കല്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഏറ്റവും ബേസിലുള്ളതാണ് ഈ അനുഭവ സാക്ഷി എന്ന് പറയുന്നത്. ഇതിന്റെ ടോപ്പിൽ വരുന്ന ഏതാ? അതാണ് ഈ പറയുന്ന സിസ്റ്റമാറ്റിക് റിവ്യൂ, മെറ്റാ അനാലിസിസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ട്രയൽ നടത്തുന്നതൊക്കെ ഏതാണ്ട് ഇതിന്റെ മിഡിൽ പോർഷനിൽ വരും. അതാണ് ആ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ തെളിവുകളെയാണ് നമ്മൾ എടുക്കേണ്ടതെന്നാണ് പറയുന്നത്. ഈ ഒരു ഓൾട്ടർനേറ്റീവ് മെഡിസിന്റെ കാര്യം പറയുകയാണെങ്കിൽ, വൺസ് എ ട്രീറ്റ്മെന്റ് ഹാസ് ബീൻ ടെസ്റ്റഡ് റിഗറസ്ലി, ഇറ്റ് നോ ലോnger മാറ്റേഴ്സ് വെദർ ഇറ്റ് വാസ് കൺസിഡർഡ് ഓൾട്ടർനേറ്റീവ് അറ്റ് ദ ഔട്ട്സെറ്റ്. അപ്പൊ ഒരു മരുന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഓൾട്ടർനേറ്റീവ് ആണോ അല്ലയോ എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി റീസണബിളി സേഫ് ആൻഡ് ഇഫക്റ്റീവ്, ഇറ്റ് വിൽ ബി ആക്സെപ്റ്റഡ്. അത് ഇനിയിപ്പോ ആയുർവേദത്തിലുള്ളതാണെങ്കിലും ശരി, ഹോമിയോയിലുള്ളതാണെങ്കിലും ശരി, അതിന് എഫക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മെഡിസിൻ ആണ്, അത് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ അല്ല. അത് നമ്മൾ എടുക്കും. പക്ഷേ there is no alternative medicine, and if there is only scientifically proven evidence-based medicine supported by solid data or unproven medicine for which scientific evidence is lacking, തെളിവുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ ആ സാധനത്തിന് നമ്മൾ തള്ളണം. ഇതാണ് നമ്മൾ. അല്ലാതെ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് ഒരു വിളിപ്പേര് തന്നെ തെറ്റാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ സൂഡോ മെഡിസിൻ നമ്മൾ അതിന് വിളിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. ഓൾട്ടർനേറ്റീവ് മെഡിസിൻ കൊണ്ട് സാധനമില്ല. ആ പേര് സത്യത്തിൽ ഇതിന് കൊടുക്കുന്ന ഒരു ഇൻസുലേഷൻ ആയിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഇനി ഇതിൽ വേറൊരു സാധനമാണ്. ഇതൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യം, ആളുകൾ സാധാരണ ചോദിക്കുന്നത്, ഇങ്ങനെ എത്ര വലിയ പ്രശ്നമുള്ളതാണെന്നുണ്ടെങ്കിൽ ഈ സർക്കാർ ഇങ്ങനെ ഇത്ര ആളുകൾ കഴിക്കുന്നു, സർക്കാർ ഇങ്ങനെ ഇതിനു വേണ്ടി പണം ചെലവഴിക്കുന്നു, ഇതൊന്നുമില്ലാത്തതിന് സർക്കാർ കൊടുക്കുമോ? ഈ ചോദ്യം വരില്ലേ? വന്നോ നിങ്ങളുടെ മനസ്സിൽ? വന്നു. അതൊരു ഉത്തരമാണോ ശരിക്കും? ആ ചോദ്യം വരണം. വന്നത് നല്ല കാര്യം, അപ്രീഷിയേറ്റ് ദാറ്റ്. പക്ഷെ എന്താ അതിന്റെ കാര്യം? പോപ്പുലാരിറ്റി ഒരു സാധനത്തിന്റെ എഫക്റ്റീവ്നെസ് അല്ല, അതിനെ സൂചിപ്പിക്കുന്ന കാര്യമല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ ശരിയാണെന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. ഒരു കാര്യം പോപ്പുലർ ആണ് എന്നതിന്റെ പേരിൽ. പോപ്പുലാരിറ്റി ആണോ, ശാസ്ത്രീയമാണോ അല്ലയോ എന്ന് ചിന്തിക്കുന്നതിന്റെ കാരണം അല്ല.
കാരണം ഒരു കാലത്ത് ഇതുപോലുള്ള ഭൂതം, പ്രേതം ഇതൊക്കെയാണ് അസുഖങ്ങൾ ഉണ്ടാക്കിയത് എന്നത് ആയിരുന്നു ഒരു കാലത്ത് ഏറ്റവും വലിയ ചിന്ത. അത് ശരിയാണെന്ന് വിചാരിക്കും മാത്രമല്ല, അത് വിറ്റ് കാശാക്കിയിരുന്ന കുറെ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ പൊളിച്ചെഴുതിക്കൊണ്ടാണ് അത് മെറ്റീരിയൽ കോസ് ആണ്, ബാക്ടീരിയ ആണ്, വൈറസ് ആണ് എന്നൊക്കെയുള്ള തലത്തിലേക്ക് അത് വന്നത്. അപ്പോ പോപ്പുലർ ആയ ഒരു ആശയമായിരുന്നു എന്നതിന്റെ പേരിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നും ചെയ്യേണ്ടത് എന്താ? മരുന്ന് കഴിക്കുകയാണോ വേണ്ടത് പനി വരുമ്പോൾ? ആണോ? നമ്മൾ ചെയ്യേണ്ട വേറെ ചില സാധനങ്ങളല്ലേ. പക്ഷെ അതാണോ നമ്മൾ ചെയ്യുന്നത്? അവിടെ അപ്പൊ നമ്മൾ അതിന് തള്ളി ഇതിലേക്ക് വരാൻ കാരണം എന്താ? തെളിവുകൾ ഇതിനാണ് എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ ആ ഒരു സംഭവം ഇതിലൊരു തമാശയാണ് ഇത് ഈ കാണുന്നത്. ഇതൊരു ലാൻസെറ്റിൽ വന്നൊരു പേപ്പറാണ്. അതില് ആളുകൾ ഒരു ഏറ്റവും കൂടുതൽ ക്രൗഡ് ഫണ്ടിങ് വഴി ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചതിന്റെ ഒരു പഠനം നമ്മൾ കാണുന്നതാണ്. കുറെ ആൾക്കാരുണ്ടല്ലോ, ഒരു രോഗിയുണ്ട്, കിഡ്നി മാറ്റി വെക്കണം, ലിവർ മാറ്റി വെക്കണം, പൈസ കൊടുക്കൂ എന്ന് പറയുന്ന ഒരു സാധനം. അപ്പൊ അത് ഒരു ഇന്റർനാഷണൽ ഒരു വേദിയിൽ നടന്ന ഒരു സ്റ്റഡി, ലാൻസെറ്റിൽ വന്ന റിപ്പോർട്ട്, ഓങ്കോളജി. അപ്പൊ ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഇതുപോലെ പണം ആവശ്യപ്പെട്ട് അതിന് വേണ്ടിയിട്ട് ചെലവ് അഴിക്കുന്ന ഒരു സംഗതി. അത് ഏതിലാണ് ഏറ്റവും കൂടുതൽ വന്നതെന്നുള്ളതാണ് ചോദിച്ചത്. അപ്പൊ അതിലത് കാണുന്നത്, it is estimated that approximately half of all patients with cancer use complementary and alternative medicine, and its popularity is on the rise. Patients with cancer seek these alternative therapies for a variety of reasons, including providing a sense of control, helping with pain, and coping with treatment. But there are clear risks associated with this trend, including concerns that desperate patients can be exploited or that the CAM treatment could be harmful or result in an adverse interaction with conventional therapy. Indeed, a 2018 study found that use of CAM by patients with cancer was associated with a reduced chance of survival. കാശൊക്കെ ഇവർ കളക്ട് ചെയ്തു, വാങ്ങിച്ചു, മരുന്ന് കഴിച്ചു. പലപ്പോഴും കൺവെൻഷണൽ തെറാപ്പിയുടെ ഒപ്പം അവർ ക്യാം എടുക്കുന്ന അവസ്ഥയുണ്ടായി. പക്ഷെ എന്താ ഉണ്ടായത്? ഇങ്ങനെയൊക്കെ ചെയ്ത് ഇത് കഴിക്കുന്നതിന്റെ വഴി അവർ സർവൈവൽ ബാഡ് ആയിരുന്നു എന്നുള്ളതാണ്. റെഡ്യൂസ്ഡ് ചാൻസ് ഓഫ് സർവൈവൽ ആണ് അവർ കാണിച്ചത്. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായ? ക്യാമ കൂടുതൽ ആളുകൾ കഴിച്ചു, ഇതേപോലെ പൈസ പിരിച്ചു, ഇങ്ങനെയൊക്കെ കഴിച്ച ആളുകൾ കൂടുതൽ പേര് മരണപ്പെട്ടു. ക്ലിയർ? ഇനി ഈ സാധനം ഹോമിയോക്കാർ റിപ്പോർട്ട് ചെയ്തപ്പോ എന്താ ഉണ്ടായത്? ഇത് എന്റെ ഒരു സാറ് നടത്തുന്ന ഒരു വെബ്സൈറ്റ് ആണ്, ഹോമിയോ ബുക്ക് എന്ന് പറഞ്ഞിട്ട്. ഇത് ഞങ്ങള് 2019 സംഭവം. ഈ സെയിം സാധനം ഈ ഒരു പേജിൽ റിപ്പോർട്ട് ചെയ്യണം. ഇതിൽ ആൾ എഴുതിയിരിക്കുന്നത്, ന്യൂ ലാൻസെറ്റ് റിപ്പോർട്ട് സജസ്റ്റ് ഹോമിയോപ്പതി ഓവർ കൺവെൻഷണൽ മെഡിസിൻ ഇൻ ക്യാൻസർ ട്രീറ്റ്മെന്റ്. ഇതാണോ നമ്മൾ നേരത്തെ വായിച്ചത്? ഇല്ല. ഇദ്ദേഹം ആ റിപ്പോർട്ടിന് അതിൽ ഒരു ഭാഗം മാത്രം അതിൽ നിന്ന് എടുത്തു. എന്താണ്? ഹോമിയോപ്പതി ഓവർ കൺവെൻഷണൽ മെഡിസിൻ ഇൻ ക്യാൻസർ ട്രീറ്റ്മെന്റ് എന്നുള്ള ഭാഗം മാത്രം എടുത്തു. അതിൽ എഴുതിയിരിക്കുന്നത്, ന്യൂ റിപ്പോർട്ട് സേസ് ദാറ്റ് ഹോമിയോപ്പതി ഓവർ കൺവെൻഷണൽ മെഡിസിൻ ഇൻ ക്യാൻസർ ട്രീറ്റ്മെന്റ് ആൻഡ് ദ നമ്പർ ഓഫ് പീപ്പിൾ ഓപ്റ്റിംഗ് ഹോമിയോപ്പതി ഫോർ ക്യാൻസർ ട്രീറ്റ്മെന്റ് ഈസ് ഓൺ ദ റൈസ്. ഇത് ഈ റിപ്പോർട്ടിലെ എവിടെയാണ് എഴുതിയിരിക്കുന്നത്? ഇതിന്റെ ഒരു ഭാഗത്ത് മാത്രം എഴുതിയിരിക്കുന്നത്. ഈ ഫസ്റ്റ് ഭാഗത്ത് മാത്രം കാണുന്ന ഒരു സാധനം, ഇറ്റ്സ് പോപ്പുലാരിറ്റി ഈസ് ഓൺ ദ റൈസ്. ഇതെടുത്തിട്ട് വാർത്തയാക്കി. അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന് മെസ്സേജ് ചെയ്തു വീണ്ടും ഫേസ്ബുക്കിൽ, സാറേ എന്ത് പണിയെ കാണിക്കുന്നത്? ഇതാണോ ഇതിൽ എഴുതിയിരിക്കുന്നത്? ഇതൊക്കെ ശരിയാണോ സാറേ എന്ന് ചോദിച്ചു. അപ്പൊ സാറ് പറഞ്ഞു, ഹോമിയോപ്പതിക്ക് ഒരു പോപ്പുലാരിറ്റി ഉണ്ടാവുന്നതിൽ എന്താണ് ആരിഫിന് കുഴപ്പമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉള്ള കാര്യം പറഞ്ഞാൽ പോരെ, ഇതില്ലാത്ത കാര്യം വളച്ചു കൊടുത്തിട്ട് ആളുകളെ പറ്റിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു. ഇങ്ങനെ തന്നെ ചോദിച്ചു. പുള്ളി നമ്മളെ ബ്ലോക്ക് ചെയ്തു. അതിനുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വിട്ടില്ല. നമ്മളിത് സ്ക്രീൻഷോട്ട് എടുത്തു, ഇത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, നാറ്റിച്ചു. മൂപ്പര് പോസ്റ്റ് ഈ സാധനം ഒക്കെ ഇപ്പൊ നിങ്ങൾ പോകിയ ഇത് കിട്ടില്ല. ഇതാണ് ഉണ്ടായത്. പബ്ലിക് ഷെയറിംഗ്. ഇതാണ് നമ്മളന്ന് നടത്തിയത്. അപ്പൊ ഇതില് ഈ ലാൻസെറ്റ് പറഞ്ഞത് എന്താണ്? ഇതിൽ ഇവര് ഹോമിയോക്കാർ ഇതിനെടുത്ത് എങ്ങനെയാണ് വലിയ സംഭവമായിട്ട് അവർ പഠനം നടത്തി റിപ്പോർട്ട് ചെയ്ത ലാൻസെറ്റ് അവസാനം ശശി എന്ന് നമ്മൾ പറയും. ഇതാണ് ഉണ്ടായത്. ഈ രീതിയിൽ ആളുകളെ പറ്റിക്കുക, വളച്ചൊടിക്കുക, തങ്ങളുടെ വാദങ്ങള് ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ വരെ ഉണ്ടെന്ന് സ്ഥാപിച്ചെടുക്കുന്ന ഒരു അവസ്ഥ. ഇതാണ് ഇവിടെ നടക്കുന്നത്. സംഭവം സത്യത്തിൽ എന്താണ് നടക്കുന്നത്? ഒരു ഡ്യൂപ്ലിക്കേറ്റിനെ ഇറക്കിയിട്ട് ഒറിജിനലാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പരിപാടി. ഇതാണ് ഈ സ്യൂഡോ മെഡിസിൻ ഇവിടെ സത്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞത് തന്നെയാണ്. അപ്പൊ നിങ്ങളിപ്പോ മമ്മൂട്ടിയുടെ ഒരു പടം കാണാൻ വേണ്ടി കയറുമ്പോ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മമ്മൂട്ടിനെയാണ് അല്ലെ? നിങ്ങളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങൾ ചികിത്സ തേടുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എന്താ? ഫലിക്കുന്ന തെളിവുള്ള ഒരു ചികിത്സയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ദാഹത്തിന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നല്ല വെള്ളം അല്ലെങ്കിൽ ജ്യൂസ്, ശരീരത്തിന് ഗുണമുള്ള സാധനം. പക്ഷെ അതിന് പകരം നിങ്ങൾക്ക് ഇതാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു രാജമാണിക്യ സിനിമയിൽ മമ്മൂട്ടിക്ക് നമുക്കറിയാം, അതിന് പകരം ഒരു സുരാജ് വെഞ്ഞാറമൂടിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് രാജമാണിക്യത്തെ കാണിച്ചെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും? അതിനെ കാണിച്ചെന്ന് ശരിയാവും? ആ പരിപാടിയാണ് ഇവിടെ, മിമിക്രിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ സ്യൂഡോ മെഡിസിൻ എന്ന് പറയുന്ന സാധനം മിമിക്രി കാണിച്ച ആളെ പറ്റിക്കുന്ന പരിപാടിയാണ്. മാജിക് എന്ന് പോലും പറയാൻ പറ്റില്ല. കബളിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ. ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പം എന്ന് പറഞ്ഞ മാതിരി ഇപ്പൊ എ റഹ്മാന്റെ പാട്ട് പ്രതീക്ഷിക്കുന്നിടത്ത് നിങ്ങൾ ചെന്നിട്ട് ഇതേപോലെ ഈ സിനിമ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലെ? അതിൽ അവര് എക്സ്പീരിയൻസ് ചെയ്തൊരു സാധനം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത്. പാടിക്കഴിയുമ്പോൾ മനസ്സിലാവും, ഇത് എ റഹ്മാൻ, ഇത് നമ്മൾ ഉദ്ദേശിച്ച ആളല്ല എന്ന് അപ്പോഴാ പിടിയിട്ടുള്ളൂ.
ഇത് സംഭവിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ വൈക്കത്ത് തന്നെ ഈ ഇവിടുത്തെ അമ്പലത്തില് ഇതുണ്ടാവുമല്ലോ, എന്താണ് ഉത്സവം അല്ലെ? ഏതാണ്? അഷ്ടമിയാ, വൈക്കത്ത് അഷ്ടമി. യെസ്. അപ്പൊ അതിന് ഞങ്ങളെ കോളേജിൽ നിന്നായിരുന്നു മെഡിക്കൽ എക്സിബിഷൻ ഇവിടെ നടക്കലുണ്ടായിരുന്നു. ഈ മെഡിക്കൽ വലിയ സംഭവമായിരുന്നു. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് ഇയറിൽ വന്ന സമയത്താണ്. അപ്പൊ ഒരു 10 ദിവസം കണ്ട് നീണ്ടു നിൽക്കുന്ന ഒരു സംഭവം. അപ്പൊ അതിൽ ഞങ്ങൾ ഫസ്റ്റ് ഇയർ ആണ്. അപ്പൊ ഞങ്ങള് ബാച്ച് ആയിട്ട് ആളുകൾ ഇങ്ങനെ നിൽക്കുക. അപ്പൊ കൂടുതൽ ഞങ്ങൾ ആൺകുട്ടികളാണ് രാത്രി നിൽക്കുക. ഇത് പാതിരാത്രിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ പകല് പെൺകുട്ടികളൊക്കെ വന്ന് നിൽക്കും, രാത്രിയാകുമ്പോൾ വൈകിട്ടാകുമ്പോൾ ഞങ്ങൾ വരും. ഇങ്ങനെയാണ് ഷിഫ്റ്റ് ഒക്കെ വെച്ചിട്ടായിരുന്നു സംഭവം. സംഗതി ഹോമിയോ കോളേജിൽ ചില രസകരമായ സംഭവങ്ങൾ ഇതൊക്കെ തന്നെ. അങ്ങനെ ഇവിടെ വന്നു നിന്നു. അപ്പൊ ഒരു ദിവസം ഞാൻ വന്നു നിന്നപ്പോ അവിടെ ഉണ്ടായിരുന്ന മറ്റ് വേറെ കുറെ ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവരെന്നെ പിടിച്ച് പാട്ട് പഠിക്കാൻ വേണ്ടി നോക്കി. ഓക്കെ. അപ്പൊ സംഭവം ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ പാട്ട് പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ തലേന്ന് അവിടെ ഒരാളുണ്ടായിരുന്നു, അതെന്റെ ഒരു സീനിയറാ. ഞങ്ങളെ രണ്ടുപേരും കണ്ട ഒരേപോലെയാണ്. അപ്പൊ ഇവര് വിചാരിച്ചു ഞാൻ അയാളാണെന്ന് വിചാരിച്ചിട്ട് എന്നെ കൊണ്ട് പാട്ട് പഠിക്കാൻ നോക്കി. ഞാൻ എന്ത് ചെയ്തിട്ട് അവർക്ക് സമ്മതിക്കില്ല. അവസാനം ഞാൻ പാട്ട് പാടി, എന്നെ കൊണ്ട് അവർ പാടിച്ചു. തുടങ്ങിയപ്പോ ഒരു നിർത്തിക്കോ, ഇപ്പൊ മനസ്സിലായി. ഇതാണ് ഉണ്ടായത്. എന്ന് പറഞ്ഞ മാതിരി ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. നിങ്ങളൊരു തെളിവ് ഉള്ള എഫക്റ്റീവ് ആണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു സാധനത്തെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. അല്ലാതെ ഇതേപോലെ ആ ആളാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇതേപോലെ ഒച്ചയുള്ള ഒരാളെ കൊണ്ട് നിങ്ങൾ കൊണ്ടുവന്നാൽ അത് യഥാർത്ഥത്തിലുള്ള പാട്ടുകാരനാവില്ല, അത് വെറും ഒരു ഒച്ചയാവുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ മെഡിസിൻ എന്ന് പറയുമ്പോൾ അതൊരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്. ഇപ്പൊ സുവോളജി, ബോട്ടണി എന്നൊക്കെ പറയുന്ന മാതിരി ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്. അതിൽ ഒരുപാട് സാധനങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബയോളജിയിലെ പ്രിൻസിപ്പിൾസ്, സുവോളജിയിലെ പ്രിൻസിപ്പിൾസ് ഒക്കെ അതിനകത്ത് അപ്ലൈ ചെയ്യുന്നു. നിങ്ങൾ പഠിക്കുന്ന ആ ജീവശാസ്ത്രപരമായ കാര്യങ്ങളാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നത്. ബയോ കെമിസ്ട്രി വരുന്നു, കെമിസ്ട്രി അതിനകത്തേക്ക് വരുന്നു, ഫിസിക്സ് വരുന്നു. ഞാൻ ഈ സംഭവമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ കോളേജിൽ ചെന്നപ്പോ അവിടുത്തെ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ടീച്ചർ ഉണ്ട്. സത്യത്തിൽ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പ്രശ്നം അതാണ് കേട്ടോ. ടീച്ചർമാര് വളരെ ജെനുവിൻ ആയിട്ടുള്ള കുറെ ആളുകളുണ്ട്, ആത്മാർത്ഥമായിട്ട് നമ്മളെ പഠിപ്പിച്ച കുറെ ആളുകൾ. പക്ഷെ അവരുടെ മുഖം ഇങ്ങനെ വരും ഇടയ്ക്ക്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് ആളുകളെ ഇങ്ങനെ ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് നമുക്ക് പറയാതിരിക്കാൻ കഴിയും. അപ്പൊ ഒരു ദിവസം ചെന്നപ്പോ ഈ ടീച്ചർ എന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ആരിഫെ സംഭവമൊക്കെ കൊള്ളാം, എനിക്കൊരു സംശയമുണ്ട്. എന്നെ ബയോകെമിസ്ട്രി പഠിപ്പിക്കുന്ന ടീച്ചറാണ്. എന്നോട് പറഞ്ഞു, സത്യത്തിൽ ഈ ബയോകെമിസ്ട്രി എന്തിനാ നമ്മൾ ഹോമിയോയിൽ പഠിക്കുന്നത്, എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, അത് എവിടെ ഉത്തരം കിട്ടാനെന്ന് പറഞ്ഞു. കാരണം ഈ ബയോകെമിസ്ട്രിക്ക് ഹോമിയോപ്പതിയിൽ ഒരു റോളും ഇല്ല. അങ്ങനെ ഒരു ഈവൻ അനാറ്റമിക്കും ഫിസിയോളജിക്കും ഒന്നും റോളില്ല. പക്ഷെ അവരെങ്ങനെയെങ്കിലൊക്കെ കുത്തിതിരികെ ഉണ്ടാക്കും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമല്ലോ. ഈവൻ ഇപ്പൊ എക്സ്റേ എടുത്ത് നോക്കണമെങ്കിൽ മനസ്സിലാവണമെങ്കിൽ അനാറ്റമി നമ്മൾ പഠിക്കണം. ഫിസിയോളജി മീൻസ് ഈ ഇത് പഠിച്ചാലാണ് നമുക്ക് അതിന്റെ ഇപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് സാധനങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അത് വേണം. പക്ഷെ ഈ ബയോകെമിസ്ട്രിക്ക് എന്താ റോൾ? ആയുർവേദം പഠിക്കുന്നവർക്ക് ബയോകെമിസ്ട്രി ഇല്ല, അവരുടെ കരിക്കുലത്തിൽ തന്നെ ഇല്ല, കാരണം അതിന്റെ ആവശ്യമില്ല. പക്ഷെ ഒരു മെഡിക്കൽ സയൻസിൽ ബയോകെമിസ്ട്രി ഇല്ലാത്ത ഒരു മെഡിക്കൽ സയൻസ് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ക്രബ് സൈക്കിൾ പഠിക്കാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു എനർജി പ്രൊഡക്ഷനെ കുറിച്ച്, നിങ്ങൾക്ക് ATP മോളിക്യൂൾസ് എങ്ങനെ ഉണ്ടാവണമെന്ന് അറിയാതെ എങ്ങനെയാണ് നിങ്ങൾ പഠിക്കുക? അപ്പൊ ആ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട് ഈ പറയുന്ന. അപ്പൊ ഇവര് ഡിഫെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതും ഇതൊക്കെ ഒന്ന് തന്നെയാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു ഉപയോഗിക്കുക. MBBS ആ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഉണ്ട്, ടെക്സ്റ്റ് ബുക്കിന്റെ ലിസ്റ്റ് എടുക്കും. BHMS ഈ ടെക്സ്റ്റ് ബുക്ക്, therefore ഇത് രണ്ടും ഒന്നാണ്, ഇങ്ങനെയാണ് ഇത് രണ്ടും ഒന്നാണെന്ന് വരുത്തി തീർക്കുന്നത്. അങ്ങനെയാണോ അത് ശരിക്കും ഒന്നാവേണ്ടത്? ഈ സാധനം അപ്ലൈ ചെയ്യാൻ പറ്റണം. അത് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. കൃത്യമായിട്ട് ഓർഗൻ ഓഫ് മെഡിസിൻ നേരത്തെ പറഞ്ഞ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അസുഖങ്ങളെ ഡയഗ്നോസ്റ്റിക് ടേംസ് ഉപയോഗിച്ചുകൊണ്ട് ചില ആളുകൾ നിങ്ങളെ പറ്റിക്കാറുണ്ട്. ഹനിമാൻ എഴുതി വെച്ചിരിക്കുകയാണ്. ഡയഗ്നോസ്റ്റിക് ടേംസ് ഉപയോഗിക്കാനേ പാടില്ല എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാണ്, ടു ഗോ യു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങളെ അതിലേക്ക് പിടിച്ചിടാൻ, ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. അതിൽ നിങ്ങൾ വീണു പോകരുതെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണോ ഇന്ന് നമ്മൾ പറയാം? ഡയഗ്നോസിസ് വേണം. അപ്പൊ ഈ ഒരു സാധനം പോലും ഇതിനകത്തേക്ക് വരില്ല. അപ്പോ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഈ ശാസ്ത്ര മേഖല വളർന്നുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് ഡയഗ്നോസിസ് ഉണ്ട്, പ്രോഗ്നോസിസ്, ട്രീറ്റ്മെന്റ്, അതിന്റെ പ്രിവെൻഷൻ, ഇതെല്ലാം അതിനകത്തേക്ക് വരികയാണ്. അതിൽ ബയോമെഡിക്കൽ സയൻസ്, റിസർച്ച്, ജനറ്റിക്സ്, മെഡിക്കൽ ടെക്നോളജി, ഇതെല്ലാം അതിനകത്ത് വരും. ഇപ്പൊ എക്സ്റേയും മെഡിസിനും തമ്മിൽ എന്താ ബന്ധം? അത് ഫിസിക്സിലെ ഒരു സാധനമല്ലേ എക്സ്റേ എന്ന് പറയുന്നത്. പക്ഷെ അത് മെഡിസിനിൽ എക്സ്റേ ഉപയോഗിക്കാത്ത ഒരു മെഡിസിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? പറ്റില്ല. ഏറ്റവും മിനിമം ഇപ്പൊ അൾട്രാസൗണ്ട് സ്കാൻ നമ്മൾ ചെയ്യുന്നു. ഫിസിക്സിന്റെ അപ്ലിക്കേഷൻ ആണ് ഇതിനകത്തേക്ക് നടക്കുന്നത്. സത്യത്തിൽ ഹോമിയോപ്പതിയിൽ എന്തിനാ സ്കാൻ ചെയ്യുന്നത്? ആയുർവേദത്തിൽ എന്തിനാ സ്കാൻ ചെയ്യുന്നത്? ഹോമിയോപ്പതിയിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു, ഒരു അസുഖം പോലും പുറത്തേക്ക് ലക്ഷണങ്ങൾ പുറപ്പെടുവിക്കാതിരിക്കില്ല. അങ്ങനെയാണോ? നിങ്ങൾക്ക് പുറത്തേക്ക് ഒരു സിംറ്റം പോലും ഇല്ലാതെ അകത്ത് നിങ്ങൾക്ക് അസുഖം ഉണ്ടാവാം. ഒരു അസുഖം പുറത്തേക്ക് വന്നു ഒരു ഘട്ടത്തിൽ, അതിന്റെ അർത്ഥം എന്താണ്? അത് ആദ്യമായിട്ട് അപ്പിയർ ചെയ്തു എന്നാണോ നമ്മളിന്ന് പറയാൻ? അല്ല, അത് വഷളായി, അതിന്റെ സ്റ്റേജ് ഇൻക്രീസ് ചെയ്തു. ഇതെല്ലാം ഇവിടെ നമ്മൾ മനസ്സിലായി. ഇപ്പൊ ഒരു ചെറിയ മുഴ നമ്മൾ അറിയില്ല, യൂട്രസിലൊരു മുഴ, അതിന്റെ ഏർലി സ്റ്റേജിൽ അത് ഉണ്ടോന്ന് കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്കാൻ ചെയ്ത് നോക്കണം. പക്ഷെ ഹോമിയോപ്പതിയിൽ സ്കാനിങ് ചെയ്യാൻ പാടുണ്ടോ? പക്ഷെ ചെയ്യുന്നില്ലേ ഹോമിയോ ഡോക്ടർ? അപ്പൊ എന്തിനാ? ജസ്റ്റ് ഫോർ ഹൊറോ. എല്ലാരും ചെയ്തു, നമ്മൾ ചെയ്തില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? ഇതുകൊണ്ടാണ് ചെയ്യുന്നത്. ഉള്ള കാര്യം പറയണേ. എന്നിട്ട് നമ്മളൊക്കെ ചെയ്തിരുന്നു കേട്ടോ. ഞാൻ എന്തിനാ ചെയ്തിരുന്നത്? അതുണ്ടെങ്കിൽ നേരെ ഗൈനക്കോളജിന്റെ അടുത്തേക്ക് വിടും.
ഇത് വെച്ചോണ്ടിരിക്കരുത്, ഓടിക്കോ, പ്രശ്നമാണെന്ന് പറയും. അങ്ങനെ പറയുകയാണെങ്കിൽ ചില അഹങ്കാരത്തോടു കൂടി നമുക്ക് പറയാം. ചില മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് വിട്ടുപോയിട്ടുള്ള സാധനം വരെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതും പറയണം. ഒരു ഫീമെയിൽ ഇതുപോലെ അവർക്ക് ഗർഭം ധരിക്കാൻ പറ്റുന്നില്ല, ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, ഹോമിയോക്കാർ ഏറ്റവും കൂടുതൽ പേരെടുക്കുന്ന ഒരു ചികിത്സാ രീതിയാണ്. അതിൽ അവർ പറയുന്ന ഒരു സാധനമാണ് ഇൻഫെർട്ടിലിറ്റി. അപ്പൊ ഇതേപോലെ നമ്മളും പറഞ്ഞു നോക്കി, കൊള്ളാം. അപ്പൊ കുറെ ആൾക്കാർ വന്നു. അങ്ങനെ ഒരു സ്ത്രീ വന്ന് മരുന്ന് കഴിക്കുകയാണ് അവർ ഫാമിലി. അപ്പൊ അവർ വന്ന് നമ്മളും കുറെ മരുന്നൊക്കെ കൊടുത്തു, സ്കാൻ റിപ്പോർട്ടൊക്കെ കൊണ്ടുവന്നു. പക്ഷെ അത് ശരിയാവുന്നില്ല. എന്തുകൊണ്ടും ശരിയാവുന്നില്ല. അങ്ങനെ അവസാനം അവര് ഈ സ്കാൻ റിപ്പോർട്ട് എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് കണ്ടതെന്ന് വെച്ചാൽ അവരുടെ യൂട്രസ് എന്താണ് ടേംസ് ഒക്കെ, ആ ടേം അത് 2 അറയാണ് യൂട്രസ്, ബൈഫർക്കേറ്റ് യൂട്രസ്, അങ്ങനെയല്ല അതിന് പറയാം. യെസ്, അതായിരുന്നു കണ്ടീഷൻ. യൂട്രസ് 2 ലോവായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതിനകത്തൊരു നാച്ചുറൽ കൺസെപ്ഷൻ അതിനകത്ത് നടക്കില്ല. വളരെ ബുദ്ധിമുട്ടാണ്. വന്നാൽ തന്നെ കോംപ്ലിക്കേഷൻസ് ഒക്കെയാണ് ഇതിനകത്ത്. ഇത് ഈ സ്കാൻ റിപ്പോർട്ടിലുള്ളത് ഈ ഗൈനക്കോളജിസ്റ്റ് മിസ്സായി പോയിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഡൗട്ട്, നമ്മൾ സംഗതി വലിയ ഹോമിയോ ഡോക്ടർ ആണെന്നുണ്ടെങ്കിലും ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ നമ്മൾ തിരിച്ച് എഴുതി ഇങ്ങനെ ഒരു സംശയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു നോട്ട് എഴുതിയിട്ട് ഒരു ഗൈനക്കോളജി അവർ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഗൈനക്കോളജിസ്റ്റേക്ക് വിട്ടു. കാരണം ഇൻഫെർട്ടിലിറ്റിയുടെ ട്രീറ്റ്മെന്റ് അവിടെയാണ് എടുക്കുന്നത്. അപ്പോഴാണ് അവർ പോലും അത് കാണുന്നത്. പിന്നീട് അവർ വേറെ എന്തോ ചെയ്തു, നമ്മുടെ അടുത്തേക്ക് പിന്നെ വന്നിട്ടില്ല. അപ്പൊ ഇതുപോലെ മിസ്സാവാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ടെക്നോളജി, ഈ അൾട്രാസൗണ്ടിന് മെഡിസിൻ എന്ന് പറയുന്ന ഫീൽഡിലേക്ക് വരുമ്പോൾ അത് മെഡിസിൻ ആണോ ഒറിജിനലി? അല്ല, അതൊരു ഫിസിക്സിലെ ഒരു സാധനം, അൾട്രാസൗണ്ട് ആണ്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിനകത്തേക്ക് കണക്ട് ചെയ്തുകൊണ്ടാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഈവൻ ഫോറൻസിക് മെഡിസിനിൽ പോലും ഫിസിക്സ് വർക്ക് ചെയ്യുന്നു, അല്ലെ? ഇപ്പൊ നമ്മൾ പറയും എന്താണ് ഗ്ലൗസ് ആൻഡ് സോക്സ് സൈൻ, അങ്ങനെ ഒരു സാധനമുണ്ട്. സോക്സ് സൈൻ, ഹാങ്ങിങ് ഉള്ള ആളുകളെ തൂങ്ങി നിന്നത് മരണത്തിന് മുന്നേ ആണോ ശേഷമാണോ എന്ന് അറിയാൻ വേണ്ടി തൂങ്ങി മരണത്തിൽ നമ്മൾ നോക്കുന്ന ഒരു സാധനം. അപ്പൊ അതിനകത്ത് ആളുകളുടെ കൈയിലേക്കും കാലിലേക്കും ബ്ലഡ് തൂങ്ങി നിൽക്കും. അപ്പൊ നമ്മൾ പറയും ഇത് മരണത്തിന് മുന്നേ തന്നെ തൂങ്ങിയതാണ്, മീൻസ് തൂങ്ങി തന്നെയാണ് മരിച്ചത് എന്ന് പറയാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്ന ഒരു സാധനം. അപ്പൊ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എന്താണ്, ഗ്രാവിറ്റി, അതിന്റെ പ്രിൻസിപ്പിളാണ് അവിടെ വരുന്നത്. മരിച്ച് കുറെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ആളെ ഇതേപോലെ കെട്ടി തൂക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിന്റെ പാറ്റേൺ ഡിഫറെന്റ് ആണ്. അപ്പൊ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇതുപോലുള്ള ചില ഇൻസൈറ്റ്സ് അതിലേക്ക് എടുക്കുകയാണ്. അപ്പൊ എല്ലാ ശാസ്ത്രത്തിന്റെ മേഖലയിലുള്ള സാധനങ്ങൾ ഇതിനകത്തേക്ക് ഒരു ചെറിയ പാർട്ട് എങ്ങനെയെങ്കിലൊക്കെ കടന്നു വരുന്നുള്ളത് പറയാൻ വേണ്ടി പറയുന്നത്, ഏത് രീതിയിലാണ്. അപ്പൊ ഇങ്ങനെ ഈ സയന്റിഫിക് മെത്തേഡിലൂടെ ചോദ്യങ്ങൾ ചോദിച്ച് കുഴപ്പിച്ച് തന്നെയാണ് ഈ ശാസ്ത്രം ഇതുവരെ വളർന്നെത്തിയത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇനി സ്യൂഡോ മെഡിസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കുറുക്കു വഴികൾ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ തള്ളിമറിക്കാൻ, ഇത് ഭയങ്കര സംഭവമാണ്, അതാണ് ഇതാണ്, ഇത് അയാൾ കഴിച്ചു ഗുണമാണ് എന്നൊക്കെ എവിടെയെങ്കിലും ആരെങ്കിലും തള്ളി ഇങ്ങനെ മറിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അതിനെന്തോ കുഴപ്പമുണ്ട്. ഓക്കെ, തള്ളി മറിക്കുന്ന സാധനങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടാവും. ഇനി ഇതിനെ വിമർശിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നം. അങ്ങനെ ഉണ്ടോ? ഇപ്പൊ നമ്മൾ ഇത് വിമർശിക്കുന്ന സമയത്ത് നമുക്ക് വധഭീഷണി വരെയാണ് വരുന്നത്. അതിന്റെ ആവശ്യമില്ല. നമ്മൾ വിമർശിച്ചാൽ ഇപ്പൊ നമ്മൾ ഏറ്റവും ലാസ്റ്റ് നടത്തിയ ഒരു പഠനം എന്താ, പ്രോട്ടീൻ പൗഡർ നമ്മൾ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ മെഡിസിൻ കമ്പനികൾ ഉണ്ടാക്കുന്ന പ്രോട്ടീൻ പൗഡറും അല്ലാതെയുള്ള പ്രോട്ടീൻ പൗഡറും നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ മെഡിസിൻ കമ്പനിക്കാർ ഉണ്ടാക്കുന്ന പ്രോട്ടീൻ പൗഡേഴ്സ് 5 പൈസയ്ക്ക് കൊള്ളൂല എന്ന് നമ്മൾ അത് കണ്ടെത്തുകയാണ്. ഇത് കണ്ടെത്തിയതിന്റെ പേരിൽ ഒരു മെഡിസിൻ കമ്പനിക്കാരെ നമ്മളൊന്നും തല്ലാൻ നോക്കിയിട്ടില്ല. അവരെന്താ ചെയ്തത്, അവർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഇപ്പൊ ബ്രാൻഡഡ് വേഴ്സസ് ജനറിക് ഡ്രഗ്സിനെ കുറിച്ച് നമ്മൾ പഠനം നടത്തുന്നു. അവിടെ ബ്രാൻഡിനും ഈ ജനറിക്കിനും ഒരേ ക്വാളിറ്റി ആണെന്ന് പറയുമ്പോൾ അവിടെ മെഡിസിൻ കമ്പനിക്കാർ വന്ന് നമ്മളെ തല്ലല്ല അവിടെ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇത് അങ്ങനെയാണോ? മറ്റോടത്ത് ആയുർവേദത്തെ വിമർശിച്ചതിന്റെ പേരിൽ കേസ് എത്ര? എന്റെ പേരിൽ ഒരു കേസുണ്ട്, 1-2 കേസുണ്ട്. നമ്മളെ ഡോക്ടർ ആബിയുടെ പേരിൽ 10-30 കേസം കണ്ടാണ് കിടക്കുന്നത്. ഓരോ ആ ഫാർമസി, ഈ ഫാർമസി, തൈക്കാട്ട് മൂസ്, ആ മൂസ, അങ്ങനെ പല പല ആളുകളുണ്ടല്ലോ, ഇവരൊക്കെ കേസ് കൊടുത്തിരിക്കുകയാണ്. എന്താ അവർ ചെയ്യുന്നത്? നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ കേസ് പ്രസന്റ് ചെയ്തു. ആ കുട്ടിയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 വയസ്സുള്ള പെൺകുട്ടി നമ്മളെ ക്ലിനിക്കിലേക്ക് വരുന്നു, ഹോസ്പിറ്റലിൽ വരുന്നു. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മഞ്ഞപ്പിത്തമായിട്ടാണ് വരുന്നത്, അതുപോലെ അബ്ഡോമിനൽ നീർക്കെട്ടൊക്കെ ആയിട്ട്. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണുന്ന എന്താ, ആൽക്കഹോളിക് ലിവർ സിറോസിന്റെ ലക്ഷണം. 14 വയസ്സുകാരിയായ പെൺകുട്ടി കള്ളു കുടിച്ചിട്ടുണ്ടാവുന്ന പ്രശ്നം എങ്ങനെ ഉണ്ടാവുക? അങ്ങനെ വരും ഇല്ല. അപ്പൊ അതെന്താന്ന് അന്വേഷിക്കുക. അന്വേഷിച്ച് കഴിഞ്ഞപ്പോ എന്താ, ആ കുട്ടി അരിഷ്ടം കഴിക്കുന്നുണ്ട്. അരിഷ്ടം എന്തിനു വേണ്ടി കഴിക്കുന്നത്? ആ കുട്ടിക്ക് അപസ്മാര രോഗമാണ്. അപ്പൊ അപസ്മാര രോഗം കുറഞ്ഞിട്ടുണ്ട്. എന്നാ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഈ കഴിച്ച സാധനം ടെസ്റ്റ് ചെയ്തപ്പോ എന്താണ്, ഈ ആൽക്കഹോൾ വളരെയധികം കൂടുതലുള്ള അരിഷ്ടമാണ് കഴിച്ചുകൊണ്ടിരിക്കണമെന്ന്. ഇനി എങ്ങനെയാണ് ഈ സാധനം കുറഞ്ഞത്? അതിനകത്ത് ക്ലോണാസെപ്പാം എന്ന് പറയുന്ന മരുന്ന്, അപസ്മാര രോഗത്തിന് കൊടുക്കുന്ന വളരെ ജനറിക് ആയിട്ടുള്ള ഒരു മരുന്ന്, അത് പൊടിച്ചു ചേർത്തിട്ടാണ് ഈ അരിഷ്ടം കൊടുത്തോണ്ടിരുന്നത്. സ്വാഭാവികമായിട്ടും അപസ്മാരം കുറയും. കുട്ടി അത് വർഷങ്ങളായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 6 വയസ്സുള്ളപ്പോൾ മുതൽ കഴിക്കുകയാണ് ഈ കുട്ടി. അതോടൊപ്പം ഈ കഴിക്കുന്നതിൽ ആർസനിക് പോയ്സണിങ് അതും കൂടി ഉണ്ടായിരുന്നു ഈ മെഡിസിൻ. ഇന്ന് ആ കുട്ടി ഓരോ 6 മാസം കൂടുമ്പോഴും ക്യാൻസർ സ്ക്രീനിങ് നടത്തി ജീവിക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ പ്രായമാണ്. ആ കുട്ടി ഒരു പഠിക്കുന്നു, അതുപോലെ ഈ സ്ക്രീനിങ് നടത്തുന്നു. വലിയ കഷ്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്.
ഈ ക്ലോണാസെപ്പം കഴിക്കുമ്പോൾ കുറയുന്നുണ്ടെങ്കിൽ ഇത് അരിഷ്ടത്തിൽ ഇട്ട് കുടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതല്ലാതെ കൊടുത്താൽ പോരെ. അത് ഇതേപോലെ ഒരു വൈദ്യൻ, അത് ഏതൊരു ഫാർമസിയാണ് അത് കൊടുത്തത്. അപ്പൊ നമ്മളിത് പബ്ലിഷ് ചെയ്തു, ഇതിന്റെ റിപ്പോർട്ടുണ്ട്, കേസ് റിപ്പോർട്ടായിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്തപ്പോൾ അവരെന്താ ചെയ്ത് നമുക്കെതിരെ കേസ് കൊടുത്തു. അതാണ് നമ്മൾ പറഞ്ഞ ഒരു കേസ്. അത് ഇന്ന് അവിടെ മജിസ്ട്രേറ്റ് കോർട്ടിൽ നിൽക്കുകയാണ്. അപ്പൊ ക്രിറ്റിസിസം വരികയാണ്. അവർ ചെയ്യുന്നതിലെ പ്രശ്നം നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ അതിനെ നേരിടുന്നത് എങ്ങനെയാണ്? കേസ് കൊടുത്ത് ഒതുക്കുക, ആളെ വിട്ട് തല്ലിക്കുക എന്നുള്ളതാണ്. ഇതാണ് ഇതിന്റെ പ്രശ്നം. അതോടൊപ്പം അത് കൺസ്പിറസി എന്നൊരു ബിഗ് ഫാർമ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ പിന്നാലെ നടക്കുന്ന നിങ്ങൾ കാണും അല്ലെ? അതാണ് അവിടെ നടക്കുന്നത്. പിന്നെ മിസ്ലീഡിങ് ലാംഗ്വേജ്, നേരത്തെ കണ്ട മാതിരി. അതായത് എന്റെ ഗുരുനാഥൻ ചെയ്ത ആ സാധനം ഹോമിയോ മരുന്ന് ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് വരുത്തി തീർക്കുകയാണ്. അപ്പൊ അത് കാണുമ്പോൾ ഒരു ഹോമിയോക്കാരന് കുളിരൊക്കെ ഉണ്ടാവും. പക്ഷെ യഥാർത്ഥത്തിൽ അതാണോ പറഞ്ഞത്? അങ്ങനെ കഴിച്ച ആളുകൾ മരിച്ചുപോയി എന്നാണ് പറഞ്ഞത്. അത് ഒളിപ്പിച്ചു വെച്ചു. ഇനി അടുത്തത് നോ ഫാൾസിഫിക്കേഷൻ. ഇതിനകത്ത് ടെസ്റ്റ് ഇല്ല, ഒരു സാധനവും ടെസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. ചുമ്മാ എടുക്കുക, കഴിക്കുക, ആരെങ്കിലും എന്തെങ്കിലും അതിനെ ചോദ്യം ചെയ്ത് അവനെ ഒതുക്കുക. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പീർ റിവ്യൂയിങ് അതില്ല. ബെൽജിയം സ്റ്റഡി തെറ്റാണെന്ന് കണ്ടിട്ടും ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പറയുന്ന സാധനത്തെ വിലയ്ക്ക് പോലും എടുക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഒരാൾ പറഞ്ഞു അതിനപ്പുറത്തേക്ക് പിന്നെ നോക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ്. പിന്നെ ആബ്സെൻസ് ഓഫ് പ്രോഗ്രസ്. എവിടെ നിൽക്കുന്നു അവിടെ തന്നെ നിൽക്കുകയാണ്. ഇന്നും മയാസവും ഈ ത്രിദോഷ തിയറിയൊക്കെ വെച്ചാണ് ഇന്നും ഈ പറയുന്ന സാധനം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഹെവി മെറ്റൽ ടോക്സിസിറ്റി എന്ന് പറയുന്നത് വലിയൊരു മേഖലയാണ്. നമ്മളുടെ ടോക്സിക്കോളജിയിലൊക്കെ പറയുന്ന ഒരു സാധനം. പക്ഷെ ഇപ്പോഴും സിദ്ധവൈദ്യത്തിലോ ആയുർവേദത്തിലോ അത് കാര്യമായിട്ട് എടുക്കുന്നില്ല. അവരെന്താ പറയാ, അത് ഞങ്ങളുടെ അതിനെ ഒരു വാക്കുപയോഗിക്കും, അതിനെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ. ആ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയിലൂടെ അത് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ അശുദ്ധിയൊക്കെ പോകും, പിന്നെ അത് ടോക്സിക് അല്ല എന്ന് പറയാം. എന്നിട്ട് ഇവർ ശുദ്ധീകരിക്കുന്ന സാധനം ഏതാ? മെർക്കുറി ഒക്കെ ശുദ്ധീകരിച്ച് കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അവരെങ്ങനെ ശുദ്ധീകരിക്കുന്നത്? ഇങ്ങനെ വലിയ ഈ മസ്ലിൻ ക്ലോത്ത് ഒക്കെ എടുത്ത് അത് കുറെ ഇട്ട് തിളപ്പിക്കും, വെള്ളത്തിലിട്ട് തിളപ്പിക്കും, ആ മരുന്നിട്ട് ഈ മരുന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഈ മെർക്കുറി ഉള്ള ഈ മെർക്കുറി വെള്ളത്തിൽ അലിയും. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു ക്ലോത്ത് എടുത്തിട്ട് ഇതിലൂടെ അരിക്കുമ്പോൾ ബാക്കിയുള്ള ഇലയും പറമ്പിലുള്ള സാധനമൊക്കെ അതിനകത്ത് നിൽക്കും. മെർക്കുറി എന്നെ താഴേക്ക് വരും. എന്നിട്ട് ആ മെർക്കുറി എടുത്ത് കോരി കൊടുക്കും. ഇത് തുടക്കത്തിലുണ്ടായിരുന്ന മെർക്കുറി ഈ അവസാനത്തെ മെർക്കുറി തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? പക്ഷെ അവർ പറയുന്നത് ശുദ്ധീകരിച്ച മെർക്കുറിയാണെന്ന് പറയാം. എന്നിട്ട് കരളും കിഡ്നിയും പോകുന്നു, മറ്റു കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നു, ആളുകൾ തട്ടിപ്പോകുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഇതേപോലെ ഓരോ കാര്യം നമ്മൾ എടുത്ത് നോക്കുമ്പോഴാണ് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്ന് പറയുന്ന ഒരു സാധനം ഒരു 1980s ശേഷം പോപ്പുലർ ആയ ഒരു സാധനമാണ്. 2000 നമ്മൾ വലിയ തോതിൽ ചർച്ച ചെയ്യുന്നത്. ഇന്നൊക്കെ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു സാധനമായിട്ട് ഇത് മാറി. എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ, തെളിവുകൾ ഉണ്ടാവുക, ആ എവിഡൻസ് പിരമിഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇതാണ് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന മെഡിസിനൽ മേഖലയിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ. ഒരു സാധനം ഉണ്ടോ, എവിഡൻസ് എടുക്കും. എവിഡൻസ് ഉണ്ടെങ്കിൽ എടുക്കും, ഇല്ലെങ്കിൽ തള്ളും. അതിന്റെ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യും. ഇത് എല്ലാ മേഖലയിലും ചെയ്യുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ കോവിഡിന്റെ സമയത്ത് നമുക്കറിയാം അവിടെ ഓരോ ഡോക്ടർമാർ ആ മരുന്ന് നല്ലതാണ്, ഈ മരുന്ന് നല്ലതാണെന്ന് നമ്മൾ ആയുർവേദ ഹോമിയോ പറയുന്ന പോലെ തന്നെ മോഡേൺ മെഡിസിൻ ഡോക്ടർമാർ പറഞ്ഞു ഞങ്ങൾ ഇത് കൊടുത്തപ്പോൾ നല്ലതാണ് എന്ന് പറഞ്ഞു. പക്ഷെ എന്താ അവിടെ സംഭവിക്കുന്നത്? അത് അവിടെ ടെസ്റ്റ് ചെയ്യണം, ഇത് ശരിയാണോ തെറ്റാണോ എന്ന്. ടെസ്റ്റ് ചെയ്ത് വെറും 2-3 ആഴ്ച കൊണ്ട് തീരുമാനം വരികയാണ്, ഇല്ല ഇതിന് എഫക്ട് ഇല്ല, അത് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഈ മോഡേൺ മെഡിസിൻ ഡ്രഗ് തന്നെ പിൻവലിക്കുകയാണ്. ഈ അവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. കോവിഡിന്റെ സമയത്ത് നമ്മൾ കണ്ടതാണ്. എന്നാൽ തെളിവുള്ളതിന് കൊടുക്കുന്നു. ആ കൊടുക്കുന്ന സമയത്ത് പോലും അവിടെ എന്താ, ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ കോവിഡ് വാക്സിൻ കൊടുത്തിട്ട് വാക്സിൻ കൊണ്ടാണ് കുറെ ആളുകളും കുഴഞ്ഞു വീണ് മരിക്കണേന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കണ്ടിട്ടുണ്ടോ അല്ലെ? ഇത് പറയുന്നത് കേട്ടിട്ട് ഉടനെ വാക്സിൻ കമ്പനിക്കാരോ അല്ലെങ്കിൽ ഗവൺമെന്റോ പേടിച്ചരണ്ട് എന്നാ കൊടുക്കണ്ട അങ്ങനെയാണോ പറഞ്ഞത്? അല്ല, അവരെന്താ ചെയ്യുന്നത്? അവരത് ചെക്ക് ചെയ്യാണ്, വീണ്ടും ആ ടെസ്റ്റ് റൺ ചെയ്യാണ്. ആ ടെസ്റ്റിൽ അവർക്ക് വീണ്ടും മനസ്സിലാവണം, ഇല്ല ഇതിന്റെ പ്രശ്നം അതല്ല, വാക്സിൻ അല്ല കുഴപ്പം എന്താണ്, അസുഖം വന്നു തന്നെയാണ് അതിന്റെ പ്രശ്നം. സബ് ക്ലിനിക്കലായിട്ട് പോലും കോവിഡ് വന്നു പോയാൽ നിങ്ങൾക്കുള്ള പ്രശ്നം ഇത് അസുഖം, ഈ പറയുന്ന കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവർ വാക്സിൻ ഇപ്പോഴും കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അവിടെ അവർക്ക് പാനിക് ആവാതിരിക്കാൻ കഴിയുന്ന എന്തുകൊണ്ടാണ്? അവർ ട്രസ്റ്റ് ചെയ്യുന്നത് എവിഡൻസിനെ ആയതുകൊണ്ടാണ്. എന്നാൽ നമ്മളുടെ നേരത്തെ കണ്ട ഒരു ബൊറാക്സിന്റെ കാര്യം വന്നപ്പോ എന്തിനാ വീഡിയോ ബുക്ക് ചെയ്തത്? അവർക്ക് കോൺഫിഡൻസ് ഇല്ല, അവരുടെ എവിഡൻസിൽ അവർക്ക് വിശ്വാസമില്ല. അവർക്ക് എവിഡൻസ് ഇല്ല, പിന്നല്ല വിശ്വാസം. അപ്പൊ അവർ ആദ്യം ചെയ്യുന്ന എന്താ? ആ പാനിക്, ആ നീജർക്ക് റിയാക്ഷൻ എന്താണ്? വീഡിയോ മുക്കുക. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അങ്ങനെയല്ല സയൻസിൽ സംഭവിക്കുക. നമ്മളുടെ മുന്നിലുള്ള സാധനത്തെ നമ്മൾ റീടെസ്റ്റ് ചെയ്തിട്ട് ആ സാധനം ശരിയാണോ തെറ്റാണോ വെരിഫൈ ചെയ്യുക. ഫോൾസിഫൈ ചെയ്യാനുള്ള സാധ്യതകൾ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് മെഡിസിനും സൂഡോ മെഡിസിനും നമ്മളുടെ മറ്റേ AR റഹ്മാനും ശശിയും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിന്റെ ഫെയ്ത്ത് ഹീലിംഗ് എന്ന് തുടങ്ങി ഹീറോയിക് മെഡിസിൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം, അട്ടയെ കൊണ്ട് കടിപ്പിക്കലും അമ്മാരി സാധനങ്ങളൊക്കെ. അതിൽ നിന്നൊക്കെ തുടങ്ങി ഹെർബൽ മെഡിസിൻ, പച്ചമരുന്ന് കാട്ടിന്ന് പറിച്ച് ചെയ്യുന്നതും, പിന്നെ അതും കഴിഞ്ഞ് എക്ലക്റ്റിക് മെഡിസിൻ, അതും കഴിഞ്ഞ് മോഡേൺ മെഡിസിനിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഈ എവല്യൂഷനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇവിടെ സംഭവിക്കുന്ന എന്താണ്? ഈ മോഡേൺ മെഡിസിനിൽ നിൽക്കുന്ന നമ്മൾ, അതായത് ഈ ഇലക്ട്രിക് കാറിൽ പോകുന്ന നമ്മൾ, ഇതിന് മുന്നേ ഉണ്ടായിട്ടുള്ള കാളവണ്ടിയും അതിന് മുന്നേ ഉണ്ടായിട്ടുള്ള സാധനങ്ങളും അതിനും ഉപയോഗമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കടിച്ചു തൂങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാളവണ്ടിയുടെ ഉദാഹരണം തെറ്റാണ്, കാരണം അതിന് എന്തെങ്കിലും ഒരു ഉദാഹരണം ഒരു ഗുണമുണ്ടെന്ന് നമുക്ക് പറയാം, തെളിവുണ്ട്. സോഫിസ്റ്റിക്കേഷന്റെ പ്രശ്നമല്ല ഇവിടെ, തെളിവില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ടാണ് ആ ഉദാഹരണം അധികം എടുക്കാത്തത്. പോട്ടെ, എന്തായാലും ഈ സൂഡോ മെഡിസിന്റെ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്
എണ്ണിയാ തീരാത്ത ഒരു ലിസ്റ്റാണ്. അതിനകത്ത് ഒരെണ്ണം മാത്രമാണ് ഹോമിയോപ്പതി. പലതും ഇതിനകത്ത് എന്താ നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ സൂക്ഷിച്ചു നോക്കണ്ട ഉണ്ണി എന്ന് പറയും. അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പോ ഇതാണ് സ്യൂഡോ മെഡിസിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ ഇതില് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇത് പറയുമ്പോൾ ഹോമിയോപ്പതിയേക്കാൾ വലിയ പ്രശ്നമാണ് ആയുർവേദം. അപ്പൊ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ ആയുർവേദം, അതേപോലെ ഒരു അവസ്ഥ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് ഈ US ഹോമിയോപ്പതി എന്ന് പറയുന്നത്. അന്ന് അവിടെ ഇറങ്ങിയ ഒരു സാധനമാണ് ഈ ഫ്ലെക്സ്നർ റിപ്പോർട്ട് എന്ന് പറയുന്നത്. 1910 ഉണ്ടായ ഒരു റിപ്പോർട്ട്. അതായത് അവിടെയുള്ള ഈ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഒന്ന് റിവാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുന്നത്. അതിന് ഈ ഫ്ലെക്സ്നർ എന്ന് പറഞ്ഞ ആളെ ഏർപ്പാടാക്കും. ആളവിടെ പഠിച്ചിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടി. അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റമാണ് ഇന്ന് നമ്മൾ ലോകത്ത് ഈ അമേരിക്കയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കാണുന്നത്. എന്താ അവർ ചെയ്തത്? ഇതുപോലെ തെളിവില്ലാത്തതും ബേസിസ് ഇല്ലാത്ത സാധനങ്ങളെ മുഴുവൻ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് ഇത് നിർത്തി കോളേജുകൾ അടച്ചുപൂട്ടി. നമ്മുടെ നാട്ടിൽ ആയുർവേദ കോളേജ് അടച്ചുപൂട്ടുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? പക്ഷെ അത് ചെയ്ത സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താ? പൊതുപണം ആളുകൾക്ക് ഗുണമുള്ള സാധനത്തിന് ചെലവഴിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറുക എന്നുള്ളതാണ്. അത് ചെയ്തു എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ വിഷയം. പക്ഷെ ഇതൊന്നും ഹോമിയോ മേഖലയിലുള്ള ആളുകൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഫ്ലെക്സ്നർ എന്ന് പറയുന്ന ആള് ഇതിന്റെ കുത്തക അതിന്റെ ആളാണെന്നൊക്കെയാണ് പറയുക. ഇതിൽ ആൾ എഴുതിയ ഒരു സാധനമുണ്ട്, ലോജിക്കലി നോ അതർ ഔട്ട്കം ഈസ് പോസിബിൾ. ദ എബിംഗ് വൈറ്റാലിറ്റി ഓഫ് ഹോമിയോപ്പതിക് സ്കൂൾ ഈസ് എ സ്ട്രൈക്കിംഗ് ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ ഇൻകമ്പാറ്റബിലിറ്റി ഓഫ് സയൻസ് ആൻഡ് ഡോഗ്മ. പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ്. ആളത് പഠിക്കാൻ ശ്രമിച്ച് ആളൊരു സ്കൂൾ അധ്യാപകനായിരുന്നു ഈ ഫ്ലെക്സ്നർ എന്ന് പറയുന്ന ആൾ. അത് പഠിച്ചപ്പോൾ മനസ്സിലായത് ഇത് സയൻസും ഡോഗ്മയും തമ്മിൽ ചേരില്ല, ഇൻകമ്പാറ്റബിൾ ആണെന്നുള്ളതിന് ഏറ്റവും മികച്ചൊരു ഉദാഹരണമാണ് ഹോമിയോപ്പതി തന്നെയാണ് ആള് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോ historically, it undoubtedly played an important part in discrediting empirical allopathy. അവിടെ ആ വാക്കാണ് അവർ ഉപയോഗിക്കുന്നത്. But laboratories of physiology and pharmacology are now doing that work far more effectively than homeopathy, and they are the same time performing a constructive task of which homeopathy as such is unfitted. ഇത് നമുക്കും അറിയാം, അവർക്കും അറിയാം. അവര് അതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി. നമ്മളിപ്പോഴും ആ അറിവിൽ തങ്ങി നിൽക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് എടുക്കാൻ പറ്റുന്നില്ല. പല കാരണങ്ങളുണ്ട്. ഈ ആയുർവേദത്തിനെയൊക്കെ സത്യത്തിൽ ഇതേപോലെ നമ്മൾ ചികിത്സ കൊടുക്കുന്നത് ഇന്ന് വിലക്കേണ്ട കാലം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇഷ്ടംപോലെ ആളുകൾ കൊന്നുകൊണ്ടിരിക്കുന്ന സാധനമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പ്രശ്നം ഇതാണ്, ചുരുക്കി പറഞ്ഞാൽ ഡിലേയിങ് മെഡിക്കൽ അസിസ്റ്റൻസ്. നിങ്ങളൊരു യഥാർത്ഥ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് പകരം വേറെ പല ട്രീറ്റ്മെന്റുകൾ എടുക്കാൻ ഇങ്ങനെ വളഞ്ഞു പോകും. അവസാനം ഇവിടെ എത്തൂട്ടോ, അത് വേറെ കാര്യം. നിങ്ങൾ ഏതൊക്കെ മുള്ളാത്ത കഴിച്ചു എന്ന് പറഞ്ഞാലും ശരി, കരിങ്ങാലി വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞാലും ശരി, അവസാനം കറങ്ങി തിരിഞ്ഞ് എവിടെ എത്തും? ഈ പറയുന്ന സ്ഥലത്ത് തന്നെ എത്തും. ഇപ്പൊ ക്ലോണാസെപ്പം അരിഷ്ടത്തിൽ കലക്കി കുടിച്ച് അവസാനം എന്തായി? അത് മാറ്റാൻ വേണ്ടി ന്യൂറോളജിന്റെ അടുത്ത് എത്തേണ്ടി വന്നു എന്ന് പറഞ്ഞ മാതിരി ഓരോ കാര്യവും ഇത് എടുത്തു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഉണ്ടാവും. പക്ഷെ അപ്പോഴേക്കും ചില ആളുകൾ മരിക്കും. നിങ്ങളെ കൊണ്ടേ പോകുള്ളൂ ഈ സാധനം. അതോടൊപ്പം വേസ്റ്റേജ് ഓഫ് പബ്ലിക് മണി, എഡ്യൂക്കേഷൻ, റിസർച്ച്, ഹ്യൂമൻ റിസോഴ്സ്, ഇതുപോലുള്ള സാധനങ്ങൾ. പിന്നെ ഒരു പാരലൽ സിസ്റ്റം ആക്കി ഇതിനെ മാറ്റുകയാണ്. അതാണ് ഇതിൽ ഏറ്റവും വലിയ തടസ്സം. കാരണം ഒരു ഹെൽത്ത് കെയർ പോളിസിയുടെ ഭാഗമായിട്ട് ഒരു സാധനം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ, ജനങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. ഈ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഒരു റോക്കറ്റ് വിക്ഷേപിക്കുന്ന സമയത്തില്ല ഉണ്ടോ? ഇപ്പൊ ISR ഒരു റോക്കറ്റ് ചന്ദ്രയാൻ ദൗത്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അപ്പുറത്ത് വേറെ ആള് വന്ന് അത് വേണ്ട നമ്മളുടെ സാധനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു റോക്കറ്റ് വിടുന്ന ഒരു അവസ്ഥ ഇവിടെ ഇല്ല. ഉണ്ടോ? നമ്മുടെ ഉദ്ദേശം എന്താണ്? നമുക്ക് പല കാര്യങ്ങൾ നേടാനുണ്ട്, സ്പേസ് സയൻസുമായി കണക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ അങ്ങനെ ഒരു ഹിൻഡ്രൻസ് ആയിട്ട് ഒരിക്കലും ഇത് മാറുന്നത്. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ ഒരു വാക്സിനേഷൻ എന്ന് പറയുന്ന സാധനം അത് വളരെ എഫക്റ്റീവായിട്ട് ആളുകളെ ജീവനിൽ രക്ഷിക്കുന്ന സാധനമാണ്. പക്ഷെ അത് പാടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ വന്ന് തടസ്സം നിൽക്കുന്ന അവസ്ഥയാണ് ഇവിടെ വരുന്നത്. പല വിഷയങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഒരു ഇൻഡിവിജ്വൽ കേസിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു സർജറി ഇൻഡിക്കേറ്റഡ് ആണ്, അത് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഡോക്ടർ നിങ്ങളെ നിർദ്ദേശിച്ചാൽ അതുപോലെ തന്നെ അതിനേക്കാളും നല്ല നമുക്കൊന്ന് ആയുർവേദം ഒരു ഒഴിച്ചിൽ നോക്കിയിട്ട് എന്നിട്ട് പോരെ എന്ന് പറയും. എന്താ സംഭവിക്കുക? ട്രീറ്റ്മെന്റ് ഡിലേ ചെയ്യും. അത് ഏറ്റവും കൂടുതൽ കാണുന്ന എവിടെയാ? ഈ ഗോൾഡൻ അവർ എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. ഒരു ചികിത്സ കൊടുക്കേണ്ട ആദ്യത്തെ ഏറ്റവും വിലപ്പെട്ട മണിക്കൂറുകൾ. ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പൊ പാമ്പ് കടിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് മരുന്ന് കൊടുത്ത പോലെ കാര്യമുണ്ട്. അവിടെ ഒരു ഗോൾഡൻ അവർ ഉണ്ട്, ആദ്യത്തെ 1-2 മണിക്കൂർ. ഒരു കാർഡിയക് അറസ്റ്റ് ഉണ്ടായ ഒരാള്, അയാൾക്ക് നമ്മൾ എപ്പോഴാണ് ചികിത്സ കൊടുക്കേണ്ടത്? ആ ആദ്യത്തെ മണിക്കൂറുകളിൽ നമുക്ക് കൊടുക്കാൻ കഴിയണം. പക്ഷെ അതിന് പകരം അവർക്ക് വേറെ മരുന്നൊക്കെ കൊടുത്ത് കുറെ സമയം നമ്മൾ പാഴാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ അവർ രക്ഷപ്പെടും. ചാൻസ് കുറയും, കോംപ്ലിക്കേഷൻസ് വരും. അത് പിന്നെ നമുക്ക് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പൊ ഇതാണ് അതിൽ സംഭവിക്കുന്നത്. ഈ ഒരു അവസ്ഥ നമ്മൾ പരിഗണിക്കുമ്പോഴാണ് ഇതിന്റെ ഒരു പാരലൽ സിസ്റ്റത്തിന്റെ അപകടം നമ്മൾ മനസ്സിലാക്കുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോ ഇനി സൊല്യൂഷൻ കൂടി പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തുന്നത്. അവസാന ഭാഗം തന്നെയാണ്. സൊല്യൂഷൻ എന്താണ്? ഫ്ലെക്സ്നർ റിപ്പോർട്ട് പോലെ ഉണ്ടാക്കി അടച്ചുപൂട്ടുക എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ തന്നെയാണ്. പക്ഷെ അതിന് മുന്നേ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ചില കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളത്, ഇതിന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ അംഗീകരിക്കണം എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. ഹോമിയോപ്പതിയെ ഡിനൈ ചെയ്തുകൊണ്ട്, അല്ല ആയുർവേദത്തിന് ഒരു റോളും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടൊന്നും നിങ്ങൾക്ക് ആയുർവേദത്തിന്റെ പ്രശ്നത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ കഴിയില്ല. പകരം എല്ലാ കോളേജുകളിലും ശുശ്രുതന്റെയും ചരകന്റെയും ഒക്കെ ഓരോ പ്രതിമ സ്ഥാപിച്ച് അത് നമ്മൾ അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കുക. ഇതിങ്ങനെ ഉണ്ടായിരുന്നു, ബട്ട് അവിടുന്ന് നമ്മൾ മുന്നോട്ട് പോയി.
ഇനിയും പോകണം എന്ന ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് വേണ്ടത്. പക്ഷെ ഇവിടെ സംഭവിക്കണം അതല്ല. ഈ ഡിനയൽ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ ഡിഗ് ചെയ്തുകൊണ്ട് ഇതിനെന്തോ പ്രശ്നമുണ്ടെന്ന്, ഇതിന് ഗുണമുണ്ടെന്ന് ഇങ്ങനെ വരുത്തി തീർക്കാനും ഇതിന്റെ പിന്നാലെ പോകാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ചിത്രം ഓസ്ട്രേലിയയിലെ ഒരു മെഡിക്കൽ കോളേജിലുള്ള ചിത്രമാണ്. നമ്മുടെ എത്ര കോളേജുകളിൽ ഈ ചിത്രം ഇവിടെ ഉണ്ട്. അപ്പൊ ഏറ്റവും മിനിമം വേണ്ടത് ഹോമിയോ കോളേജ് അല്ല പണിയുണ്ട്, ആയുർവേദ കോളേജ് അല്ല പണിയുണ്ട്. ഹോമിയോയുടെ പിതാവായാലും ഈ പറയുന്ന ആയുർവേദത്തിന്റെ പിതാവും അമ്മായിയൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാവരെയും ഓരോ പ്രതിമ വാങ്ങിച്ച് നമ്മൾ എല്ലായിടത്തും വെക്കുക. പ്രതിമകളാണ്, അതിന് ചെലവും കുറവാണ്. പിന്നെ ഇതേപോലെ ഇത് നമ്മുടെ തന്നെ സുഹൃത്തിന്റെ മകളുടെ ഒരു ക്ലാസ് റൂമിലെ ചിത്രമാണ്. അവിടെ നിങ്ങൾക്ക് കാണാം സയന്റിഫിക് മെത്തേഡ്, ചോദ്യം ചോദിക്കുന്ന രീതികൾ നമ്മൾ ചെറിയ പ്രായത്തിൽ മുതൽ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അത് ചെറിയ കുട്ടികളെ മുതൽ കിൻഡർ ഗാർട്ടൻ മുതൽ നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു സാധനമാണ്. അതിനിപ്പോ സ്കൂളിൽ പഠിപ്പിക്കുന്നവരെ കാത്തുക്കണമെന്നൊന്നും നമ്മൾ പറഞ്ഞില്ല, നിങ്ങൾക്ക് അല്ലാതെയും പഠിപ്പിക്കാം എന്നാണ് പറഞ്ഞു വരുന്നത്. ആ രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. ഇപ്പൊ ഈ മറ്റേ ഭൂതപ്രേത പിശാചിന്റെ കഥ പറഞ്ഞു, അല്ലെങ്കിൽ മറ്റേ സ്നേക്ക് മറ്റേത് പറന്നു പോകുന്ന ആ കഥയ്ക്കൊക്കെ പകരം വൈറസിനെ കുറിച്ചും ബാക്ടീരിയനെ കുറിച്ചൊക്കെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇതാണ് ചെയ്യേണ്ടത്. കുറച്ചും കൂടി റിയലിസ്റ്റിക് ആണ് എന്നുള്ളതാണ് അതിൽ വരിക. പിന്നെ ഡോക്ടർമാർ പറയും, ഇത് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രശ്നമാണ്. ഡോക്ടർമാർ സംസാരിക്കണം രോഗികളുടെ അടുത്ത് നിന്നാണ് നമ്മളെപ്പോഴും പറയാം. അതില്ലാത്തത് കൊണ്ടും കൂടിയാണ് ഇവർ കൂടുതലും ഈ സ്യൂഡോ മെഡിസിന്റെ പിന്നാലെ പോകുന്നത്. അപ്പൊ അതിനുള്ളൊരു സാഹചര്യം കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിന് ഹെൽത്ത് കെയർ ഒരു റിവാമ്പ് തന്നെയാണ് അവിടെ പ്രധാനമായിട്ട് വരുന്നത്. അതേപോലെ അവസാനമായിട്ട് പറയുകയാണെങ്കിൽ ഈ കീമോഫോബിയ, എല്ലാത്തിന്റെ പിന്നിൽ കെമിക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ പേടിപ്പിക്കുന്ന ഒരു പണി, അത് നമ്മൾ കൺട്രോൾ ചെയ്യും. കെമിക്കൽ അല്ലാത്തൊരു സാധനം ഈ ലോകത്തില്ല. ഏതെങ്കിലും സാധനം ഉണ്ടോ? നിങ്ങൾ കഴിക്കുന്ന പഴമായാലും വെള്ളമായാലും എല്ലാം കെമിക്കൽ. ശ്വസിക്കുന്ന വായു ഒരു കെമിക്കലാണ് അല്ലെ? പിന്നെ അത് കെമിക്കലാണ് എന്ന് പറഞ്ഞിട്ട് ആളുകളെ പേടിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് തിരിച്ചറിയാം, അത് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം, സ്വയം നമ്മൾ എഡ്യൂക്കേറ്റഡ് ആവണം. എന്നാൽ പേടിക്കേണ്ട കെമിക്കലുകളുണ്ട്. അതെങ്ങനെ, എന്തുകൊണ്ടാണ് ആ കെമിക്കൽ പേടിക്കേണ്ടി വരുന്നത്? അത് കെമിക്കൽ ആയതിന്റെ പേരിലാണ്. അതാ അതിന്റെ ഡോസേജ് ആണ് അവിടെ പ്രശ്നം വരുന്നത്. ഈ ഡോസേജ് ഡിപ്പെൻഡന്റ് അല്ലാത്ത ചില സാധനങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ആൽക്കഹോൾ ഒരു കെമിക്കലാണ്. പക്ഷെ അത് ഡോസ് ഇല്ലാതെ തന്നെ ഏറ്റവും മിനിമൽ ഡോസിലാണെങ്കിൽ പോലും ദാറ്റ് ക്യാൻ കോസ് എ പ്രോബ്ലം. അതുകൊണ്ടാണ് ചില കെമിക്കൽസ് നമ്മൾ പറയാം അതിന് ഇഡിയോസിൻക്രാറ്റിക് ഇഫക്ട് എന്ന് നമ്മൾ പറയാം. അങ്ങനെയുള്ള ചില സാധനങ്ങൾ കൂടി ഉണ്ട്. അപ്പം തീരെ അത് ഒട്ടും അടുക്കാൻ പാടില്ലാത്ത സാധനങ്ങളുണ്ട്, അതിന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ഇതിലൊന്നും തന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ വരുന്നില്ല എന്നുള്ളത് നമ്മൾ അതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ ആളുകൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഓപ്ഷൻസ് അത് ഗവൺമെന്റ്സ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് അതിന്റെ അടുത്ത ഒരു പ്രധാനപ്പെട്ട വഴി. അതില്ലാത്തതുകൊണ്ടും കൂടിയാണ് ആളുകൾ കൂടുതലും ഇതുപോലുള്ള സാധനങ്ങൾ തേടി പോകേണ്ടി വരുന്നത്. ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതേപോലെ ഒരു ഹിൻഡ്രൻസ് ആയിട്ട് ഒരു പാരലൽ സിസ്റ്റം ആയിട്ട് നിൽക്കുന്ന അവസ്ഥ ഇല്ലാതെ നോക്കേണ്ടത്. ഈ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ചന്ദ്രയാൻ പോകാൻ നേരത്ത് ഇതേപോലെ ഒരു കാളവണ്ടിയുമേ ഒരു റോക്കറ്റ് പോകുന്നത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. പക്ഷെ ഒരു കാലത്ത് ആളുകൾ ഇങ്ങനെയായിരുന്നു ചിന്തിച്ചിരുന്നത്. ഇപ്പൊ ചില പുഷ്പക വിമാനം എന്നൊക്കെ നിങ്ങൾ കേട്ടാണ് അല്ലെ? പുഷ്പക റോക്കറ്റ് ഒരിക്കലും ഉണ്ടാവില്ല. ഇതേപോലെ നമ്മൾ ഒന്ന് ചിന്തിക്കാൻ തയ്യാറായാൽ തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഏറ്റവും മിനിമം ചാവാതെ നോക്കാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ സാധനം മുഴുവൻ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. 1-2 ചോദ്യം സമയം ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്നിട്ട് നിർത്താം. താങ്ക് യു.